ഇപ്പൊ നമ്മൾ പല ടൈപ്പിലുള്ള ആപ്ലിക്കേഷൻ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ട്. ഇപ്പോൾ തന്നെ പറഞ്ഞ വാഷിംഗ് മെഷീൻസ്, അതേപോലെ തന്നെ കാറ്, അതേപോലെ പല ഡിവൈസസിലും മൈക്രോ കൺട്രോളർ ഇപ്പോൾ ഉപയോഗിച്ച് വരുന്നുണ്ട്. നിങ്ങൾ തന്നെ കണ്ടുകൊണ്ടാവുമല്ലോ, ബസ്സിലൊക്കെ ഉപയോഗിക്കുന്ന ബിൽ ബോർഡ്സ് ഇപ്പോൾ LED ബിൽ ബോർഡ്സ് ആണല്ലോ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിൽ ഓരോ അക്ഷരങ്ങൾ മാറി മറിയുമ്പോൾ നിങ്ങൾക്ക് തന്നെ തോന്നിയിട്ടുണ്ടാവും ഇത് എങ്ങനെ അതിൽ വരുന്നു ഇല്ലേ? അപ്പോൾ അതിൻ്റെ പിന്നിൽ വർക്ക് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ മൈക്രോ കൺട്രോളറാണ്. അപ്പോൾ നിങ്ങൾ മൈക്രോ കൺട്രോളർ എന്നും കേട്ടിട്ടുണ്ടാവും, മൈക്രോ പ്രോസസ്സർ എന്നും കേട്ടിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾക്കൊരു സംശയം വരും, രണ്ടും പറയണ്ടല്ല, രണ്ടും എന്താ വ്യത്യാസം? അപ്പോൾ മൈക്രോ കൺട്രോളർ ആൻഡ് മൈക്രോ പ്രോസസ്സർ എന്ന് പറയുമ്പോൾ രണ്ട് അപ്ലിക്കേഷന് വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇറ്റ്സ് ഓൺ ആപ്ലിക്കേഷൻസ്. സോ മൈക്രോ കൺട്രോളർ എന്ന് പറയുന്നത് വെരി സ്മോൾ യൂസേജസിന് വേണ്ടിയിട്ടാണ്. എന്ന് വെച്ചാൽ ഇറ്റ് ക്യാൻ ഓൺലി പ്രൊവൈഡ് 8 bit ഓഫ് സപ്പോർട്ട്. എന്ന് വെച്ചാൽ 8 ബിറ്റുള്ള വാല്യൂസിനെ അതിന് ഒരേ സമയം പ്രോസസ് ചെയ്യാൻ പറ്റുള്ളൂ. അതേപോലെ തന്നെ ഈ മൈക്രോ പ്രോസസ്സർ എന്ന് പറയുന്ന ഡിവൈസ് നമുക്ക് എപ്പോഴും അതിൻ്റെ റാം റോം ഒന്നും മാറ്റാൻ പറ്റില്ല. അത് മാനുഫാക്ചർ ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ റാം റോം അതേപോലെ തന്നെ പെരിഫറൽ IO എല്ലാം നമ്മൾ ഫിക്സഡ് ആയിരിക്കും. നമുക്ക് ആകെ അതിൽ കയറ്റാൻ പറ്റുന്ന പ്രോഗ്രാം മാത്രമാണ് വ്യത്യാസം ചേഞ്ച് ചെയ്തിട്ട് നമുക്ക് ആവശ്യമുള്ള ആപ്ലിക്കേഷൻ ചെയ്യുന്നത്. അതേപോലെ തന്നെ മൈക്രോ പ്രോസസ്സർ എന്ന് പറയുമ്പോൾ നമ്മൾ വലിയ ആപ്ലിക്കേഷനൊക്കെ ചെയ്യുമ്പോൾ 32 bits to 64 bit വരെയൊക്കെ നമുക്ക് അതിൽ ഒരേ സമയം കമ്പ്യൂട്ട് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് തന്നെ ആലോചിച്ചാൽ അറിയാം, വെരി പവർഫുൾ ആണ്. ഒരേ സമയം കുറേ പ്രോസസ്സ് നമുക്ക് നടത്താം. അതേപോലെ തന്നെ അതിൽ നമുക്ക് പ്രോസസ്സർ മാത്രമായിട്ട് മേടിക്കാൻ കിട്ടുള്ളൂ. നമുക്ക് എക്സ്റ്റേണൽ ആയിട്ട് മെമ്മറി, റാം അതേപോലത്തെ ഉള്ള ഡിവൈസസ് എക്സ്ട്രാ നമുക്ക് കമ്പൈൻ ചെയ്തിട്ട് അത് വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റുള്ളൂ. പക്ഷേ മൈക്രോ കൺട്രോളർ എന്ന് പറയുന്നത് നമുക്ക് മേടിച്ചിട്ട് ഒരു പവറും ഒരു ഓസിലേഷൻ സർക്യൂട്ടും കൂടി കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് സ്റ്റാൻഡ് ലോൺ ആയിട്ട് വർക്ക് ചെയ്യിപ്പിക്കാം. അത് അപ്പോൾ നമുക്ക് സംശയം വരുന്നത് ഇതേ മൈക്രോ പ്രോസസ്സറാണ് നമ്മുടെ CPU-യിലുള്ളത്, കമ്പ്യൂട്ടർ PCയിലൊക്കെ ഉള്ളത്. അപ്പോൾ ഈ നേരത്തെ ഞാൻ പറഞ്ഞു എംബഡഡ് സിസ്റ്റം എന്ന് പറയുന്ന സിസ്റ്റം നമ്മൾ മൈക്രോ കൺട്രോളർ വെച്ച് ചെയ്യുന്നത്. അപ്പോൾ എംബഡഡ് സിസ്റ്റം എന്താണ്? എംബഡഡ് സിസ്റ്റം ഈസ് എ സിസ്റ്റം ഇൻ വിച്ച് എ സോഫ്റ്റ്വെയർ ഈസ് എംബഡഡ് ഇൻ ടു എൻ ഹാർഡ്വെയർ ടു ഡു എ സ്പെസിഫിക് ടാസ്ക്. അപ്പോൾ ഞാൻ പിന്നെ കമ്പ്യൂട്ടറിൻ്റെ കാര്യം പറഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് സംശയം തോന്നും, കമ്പ്യൂട്ടർ എന്ത് സിസ്റ്റമാണ്? നിങ്ങൾക്ക് അറിയാവുന്നതാണെങ്കിൽ നിങ്ങൾക്കത് ചാറ്റ് വിൻഡോയിൽ കൊണ്ടുവന്നിടാം. അപ്പോൾ നമുക്ക് സെക്ഷനിൽ അത് ഡിസ്കസ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ മൈക്രോ കൺട്രോളറും മൈക്രോ പ്രോസസ്സറും തമ്മിലുള്ള വ്യത്യാസം കണ്ടു. ഇനി നമ്മൾ അത് കണ്ടു നോക്കാണ്. ലെഫ്റ്റ് സൈഡിൽ നമ്മൾ മൈക്രോ പ്രോസസ്സറിൻ്റെ സ്ട്രക്ചർ കൊടുത്തിട്ടുണ്ട്. കണ്ടില്ലേ? CPU എന്ന് പറയുന്നത് പ്രോസസ്സിംഗ് യൂണിറ്റ് സെപ്പറേറ്റ് ആണ്, ബാക്കിയെല്ലാം നമ്മൾ സെപ്പറേറ്റ് ആണ് കൊടുക്കുന്നത്. പക്ഷേ ഇൻ കേസ് ഓഫ് മൈക്രോ കൺട്രോളർ ആണെങ്കിൽ എല്ലാതും എംബഡഡ് ആണ്, ഒരേ ഒരു പ്ലാറ്റ്ഫോമിൽ. ഇപ്പോൾ DIP പാക്കേജ് ആണെങ്കിൽ, ഡ്യുവൽ ഇൻലൈൻ പാക്കേജ് ആണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ എംബഡ് ആണ്. നമുക്ക് ഒന്നും ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല, അതിൽ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ നൽകിയിട്ടുണ്ടാവും. പിന്നെ മൈക്രോ കൺട്രോളേഴ്സ് ഇതേപോലത്തെ ഒരു DIP പാക്കേജിലൊക്കെ ആയിരിക്കും വരുന്നത്. പല പാക്കേജിൽ അവൈലബിൾ ആണ്. നമുക്ക് സർഫസ് മൗണ്ട് ചെയ്യാനും സർഫസ് മൗണ്ട് പാക്കേജിൽ അവൈലബിൾ ആണ്. അപ്പോൾ വി ക്യാൻ യൂസ് എ മൈക്രോ കൺട്രോളർ ആസ് എ സ്മോൾ സ്കെയിൽ കമ്പ്യൂട്ടർ ജനറലൈസ് ഇൻപുട്ട് ഔട്ട്പുട്ട് പിന്നുള്ള GPIO പിൻ എന്നാണ് പറയുക. ജനറൽ ഇൻപുട്ട് ഔട്ട്പുട്ട് പിൻസ് ഉള്ള ഒരു മിനി കമ്പ്യൂട്ടറായിട്ട് നമുക്ക് മൈക്രോ കൺട്രോളറിനെ യൂസ് ചെയ്യാം. അപ്പോൾ നമുക്ക് വി ക്യാൻ ചേഞ്ച് ദ way of working of each GPIO pins by manipulating them in the program. നമ്മൾ ആണ് ഇതിന് ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നത്, ഇന്ന രീതിയിൽ വർക്ക് ചെയ്യണം. അപ്പോൾ നമുക്ക് മൈക്രോ കൺട്രോളറിൻ്റെ ഓരോ പിന്നും നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ പ്രോഗ്രാം സെറ്റ് ചെയ്യാം. പ്രോഗ്രാം എന്ന് പറയുന്നത് സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ആണ്. അപ്പോൾ നമ്മൾ ഡെവലപ്മെൻറ്റ് ബോർഡിൻ്റെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഇപ്പോൾ പഠിക്കുന്നത് മൈക്രോ കൺട്രോളർ ബേസ്ഡ് ഡെവലപ്മെൻറ്റ് ബോർഡാണ്. അപ്പോൾ വാട്ട്സ് എ ഡെവലപ്മെൻറ്റ് ബോർഡ്? അപ്പോൾ ഡെവലപ്മെൻറ്റ് ബോർഡ് എന്ന് പറയുന്ന ഒരു സർക്യൂട്ടറി ഓർ ഹാർഡ്വെയർ വിച്ച് ഫെസിലിറ്റി എക്സ്പെരിമെൻറ്റേഷൻ വിത്ത് എ പർട്ടിക്കുലർ മൈക്രോ കൺട്രോളർ. ഒരു മൈക്രോ കൺട്രോളറിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ഒരു ബോർഡ് ആണ് ഈ ഡെവലപ്മെൻറ്റ് ബോർഡ്. അതിൽ പല ബസ് ടൈപ്പ്, പ്രോസസർ ടൈപ്പ്, അങ്ങനെ പല കാറ്റഗറിയിൽ നമുക്ക് ഒരു മൈക്രോ കൺട്രോളറിനെ ഡിഫർ ചെയ്തിട്ടുണ്ട് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ബേസ് ചെയ്തിട്ട്. നമ്മളിപ്പോൾ മെയിനായിട്ട് ഇവിടെ നോക്കാൻ പോകുന്നത് Arduino ആണ്. എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ലോകത്തെ ഏറ്റവും ഫേമസ് ആയിട്ടും കോമൺ ആയിട്ട് പ്രൊജക്റ്റുകളിലും പ്രൊഡക്ട്സിലും യൂസ് ചെയ്യണത് Arduino ആണ്. അതുകൊണ്ടാണ് Arduino യൂസ് ചെയ്യണത്. ഇപ്പോൾ നിങ്ങളോട് വല്ലവരും ചോദിക്കുകയാണ് Arduino ഒരു മൈക്രോ കൺട്രോളർ ആണോ? അങ്ങനെ ചോദിച്ചാൽ നിങ്ങൾക്ക് അതിന് ഉത്തരം പറയാനുള്ളത് Arduino ഈസ് നോട്ട് നൈദർ എ മൈക്രോ കൺട്രോളർ നോർ എ മൈക്രോ പ്രോസസർ, ബിക്കോസ് ഇറ്റ് ഈസ് എ ഡെവലപ്മെൻറ്റ് ബോർഡ് വിച്ച് ഈസ് ബേസ്ഡ് ഓൺ microcontroller 80 ATmega
അറ്റ്മേഗ 8 അറ്റ്മേഗയെ ബേസ് ചെയ്തിട്ടുള്ള ഒരു പ്രൊസസ്സറാണ്. അപ്പൊ നമുക്ക് അർജുനയുടെ ഹിസ്റ്ററിയിലേക്ക് പോകാം. ശരിക്കും അർജുന എന്ന് പറയുന്ന സാധനം ഇൻവെന്റ് ചെയ്തത് ഇറ്റലിയിലാണ്. 2 ഡിസൈനേഴ്സ് അവരുടെ ഒരു ടാസ്ക്, ഇപ്പൊ ഒരു കമ്പനി ഉണ്ടെങ്കിൽ അവരുടെ ക്ലയൻസ് പറയണതെല്ലാം അവർക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരു പ്രൊജക്റ്റ് അവർക്ക് കിട്ടി. അപ്പൊ അവർക്ക് പണ്ട് കാലങ്ങളിലൊക്കെ പ്രൊസസ്സറും അതേപോലെ തന്നെ മൈക്രോ കൺട്രോളറും ഒക്കെ പ്രോഗ്രാം ചെയ്യാൻ ഭയങ്കര പണിയായിരുന്നു. എന്ന് വെച്ചാൽ നമുക്ക് സ്വന്തം ഓരോ പ്രൊസസ്സറിനും അതിൻ്റെതായ പിന്നും ഇതും ഉണ്ടായിരുന്നു. അപ്പൊ നമുക്ക് ലാംഗ്വേജ് ആയാലും മെഷീൻ ലാംഗ്വേജ് ഒക്കെയാണ് ഉപയോഗിച്ചിരുന്നത്. അപ്പൊ ഹെവി ആയിട്ടുള്ള പ്രോഗ്രാമിംഗ് ഒക്കെ വരുമ്പോൾ അങ്ങനെ ടഫായിരിക്കും. അപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഈ 2 ഡിസൈനേഴ്സ് എന്താ ചെയ്തതെന്ന് വെച്ചാൽ അവർക്ക് ഏറ്റവും എളുപ്പത്തിൽ എങ്ങനെ ഒരു മൈക്രോ കൺട്രോളർ പ്രോഗ്രാം ചെയ്തെടുക്കാം എന്ന് പറഞ്ഞിട്ട് ഒരു ബോർഡ് ഡിസൈൻ ചെയ്യാണ്. അതാണ് പിന്നീട് അർജുനോ ആയിട്ട് നമുക്ക് കാണുന്നത്. ഇതേപോലെ അർജുനോ എന്ന് പറയുന്നത് ഒരു കമ്പനിയുടെ പേരാണ്. ശരിക്കും ഓപ്പൺ സോഴ്സ് ആയിട്ടുള്ള കമ്പനി. ഓപ്പൺ സോഴ്സ് മീൻസ് അതിലത്തെ എല്ലാ സർക്യൂട്ടും സോഫ്റ്റ്വെയറും നമുക്ക് സ്റ്റുഡൻസിനും എല്ലാവർക്കും ഡെവലപ്മെന്റ് ചെയ്യാൻ വിട്ട് തന്നിരിക്കുകയാണ്. അവരൊന്നും ആയിട്ട് ഒളിപ്പിച്ച് വെച്ചിട്ടില്ല. നമുക്ക് എന്ത് രീതിയിലുള്ള മാറ്റങ്ങളും വരുത്താം. ഇപ്പൊ അർജുനോ ബോർഡ് എന്ന് പറയുമ്പോൾ തന്നെ കുറെ വെറൈറ്റി ഓഫ് ബോർഡ്സ് ഉണ്ട്. നമുക്ക് പല ടൈപ്പിലുള്ള ബോർഡ്സുകളുണ്ട്. നമുക്ക് മെയിൻ ആയിട്ട് യൂസ് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഈ കാണുന്ന ബോർഡ്സ് ആണ്. നമ്മൾ ഓരോ ബോർഡും സെലക്ട് ചെയ്യണത് അതിന്റെ GPIO ഓഫ്ലിങ്സും അനലോഗ് ഇൻപുട്ടും പിന്നെ അതിന്റെ സ്പീഡ് ഓഫ് വർക്കിങ്ങും വൈഫൈ കണക്ഷൻ ഉണ്ടോ അല്ലെങ്കിൽ ഇന്റർനെറ്റ് കണക്ഷൻ ഉണ്ടോ എന്നുള്ള ഇത് വെച്ചിട്ടാണ് നമ്മൾ കണ്ടെത്തുന്നത്. അപ്പൊ ഇതിൽ കണ്ട പോലെ തന്നെ ലെഫ്റ്റ് സൈഡ് കോർണറിൽ കാണുന്നത് ഒരു എതർനെറ്റ് എനേബിൾ ആയിട്ടുള്ള ഒരു അർജുനോ ബോർഡാണ്. അതേപോലെ തന്നെ താഴെ നമുക്ക് കൂടുതൽ GPIO പിന്നിക്ക് വേണ്ടിയിട്ട് മെഗ എന്ന് പറഞ്ഞിട്ടുള്ള സീരീസ് ഉണ്ട് അർജുനോയ്ക്ക്. പിന്നെ നടുക്കിൽ കാണുന്ന റൗണ്ട് സർക്കുലർ അർജുനോ എന്ന് പറയുന്നത് അർജുനോ ലില്ലി പാഡ് എന്നാണ് പറയാ. അത് നമുക്ക് വളരെ പവർ എഫിഷ്യൻസി കൂടിയ ഒരു ബോർഡാണ്. നമുക്ക് ഇപ്പൊ ക്യാരി ചെയ്ത് നടക്കുന്ന ഇപ്പൊ ഡ്രസ്സുമേലൊക്കെ ഒരു ഇലക്ട്രോണിക്സ് ഡിസൈനൊക്കെ വരുത്തി അത് കത്തിക്കണമെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ ലില്ലി പാഡ് എന്ന് പറഞ്ഞ ബോർഡ് ഉപയോഗിക്കാം. അത് എളുപ്പമായിട്ട് നമുക്ക് ചെറിയൊരു ബാറ്ററിയിലൊക്കെ കണക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അതേപോലെ തന്നെ പ്രോമിനി എന്ന് പറയുന്നത് വളരെ നമുക്കിപ്പോൾ ചെറിയ സ്പേസ് ഒക്കെ ഉള്ളൂ നമ്മുടെ പ്രൊജക്റ്റിൽ. പക്ഷേ അർജുനയുടെ ഫംഗ്ഷൻ അവിടെ വരുത്തണം. അപ്പൊ നമുക്ക് ഏറ്റവും ചെറിയ ബോർഡാണ് അത്യാവശ്യം എന്ന് പറഞ്ഞാൽ പ്രോമിനി എന്ന് പറഞ്ഞിട്ടുള്ള വെർഷൻ ഉപയോഗിക്കും. ആ പ്രോമിനിയാണ് റൈറ്റ് സൈഡ് കോർണറിൽ കാണിച്ചിരിക്കുന്നത്. അതിൽ എന്ന് പറയുമ്പോൾ സീരിയൽ കമ്മ്യൂണിക്കേഷനുള്ള ചിപ്പ് IC ഇല്ല. അപ്പൊ നമ്മൾ FTDI ബ്രേക്ക് ഔട്ട് ബോർഡ് ഉപയോഗിക്കണം. എന്നാലേ നമുക്ക് കമ്പ്യൂട്ടറിനായിട്ട് ഇന്റർഫേസ് ചെയ്യാൻ പറ്റുള്ളൂ. അതേപോലെ തന്നെ നാനോ ഉണ്ട്. നാനോയിൽ ഓൾറെഡി ഒരു FDDI ബ്രേക്ക് ഔട്ട് ബോർഡ് ഇൻബിൽട്ട് ആണ്. അതേപോലെ തന്നെ നമ്മൾ മെയിൻ ആയിട്ട് ഇപ്പൊ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് യൂണോയിലാണ്. എന്ന് വെച്ചാൽ സ്റ്റാൻഡേർഡ് ഓഫ് അർജുനോ എന്ന് പറയുന്നത് യൂണോ ആണ്. നമ്മൾ എല്ലാ പ്രൊജക്ടിനും മെയിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യണത് യൂണോയിലാണ്. അപ്പൊ നമുക്ക് യൂണോയുടെ സ്പെസിഫിക്കേഷൻ ഇനി പറഞ്ഞുള്ളതാണ്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അർജുനോ എന്ന് പറയുന്നത് ഒരു ഫിസിക്കൽ IO പ്രോഗ്രാമബിൾ ഇന്റഗ്രേറ്റഡ് സർക്യൂട്ട് ഉൾപ്പെട്ടിട്ടുള്ള ഒരു ഡെവലപ്മെന്റ് ബോർഡാണ്. അതേപോലെ നമുക്ക് ഓപ്പൺ സോഴ്സ് ആണ്. പിന്നെ ഇതിൽ ഉപയോഗിച്ച് കൊണ്ടിരിക്കുന്നത് വയറിംഗ് ലാംഗ്വേജ് ആണ്. സി ബേസ് ലാംഗ്വേജിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു വയറിംഗ് ലാംഗ്വേജ് ആണ്. എന്ന് വെച്ചാൽ അതിൽ മെയിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യണത് GPIO പിന്നിന്റെ ഔട്ട്പുട്ടും ഔട്ട്പുട്ടിന്റെയും ബേസ് ചെയ്തിട്ടുള്ള കോഡിംഗ് ആണ് നമുക്ക് ചെയ്യുന്നത്. എളുപ്പത്തിൽ അത് നമുക്ക് പ്രോഗ്രാം ചെയ്യാനും അതേപോലെ തന്നെ നമുക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനും എളുപ്പമാണ്. അതേപോലെ തന്നെ ഇതിൽ USB FTDI ബ്രേക്ക് ഔട്ട് ബോർഡ് ഉള്ളിൽ അത് ഇൻബിൽട്ട് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് സീരിയൽ കമ്മ്യൂണിക്കേഷൻ എളുപ്പമാണ്. വെറുതെ പ്ലഗ് ആൻഡ് പ്ലേ പ്രോഗ്രാമിങ്ങിനാണ് ഉള്ളത്. പിന്നെ ഇത് വളരെ ചീപ്പായിട്ടാണ് നമുക്ക് ലഭിക്കുന്നത്. ഇപ്പൊ 350 രൂപയ്ക്കൊക്കെ ഒരു യൂണോ ബോർഡ് ഒക്കെ കിട്ടാന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രൊജക്റ്റിൽ തന്നെ അത് അത്യാവശ്യം പവർഫുൾ ആയിട്ടുള്ള ഒരു ബോർഡാണ് നമുക്ക് ലഭിക്കുന്നത് 350 രൂപയ്ക്ക്. അപ്പൊ നമുക്ക് സ്പെസിഫിക്കേഷൻ പറഞ്ഞു തുടങ്ങിയാൽ ഇത് ബേസ്ഡ് ഓൺ അറ്റ്മേഗ 328 ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ മൈക്രോ കൺട്രോളറിന്റെ ഒരു എക്സാമ്പിൾ ആണ് അറ്റ്മേഗ 328 എന്ന് പറഞ്ഞ മൈക്രോ കൺട്രോളർ. ഇത് 8 ബിറ്റ് ആണ് നമ്മുടെ മൈക്രോ കൺട്രോളർ വർക്ക് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ഒരേ സമയം നമുക്ക് 8 ബിറ്റ് സൈമൾട്ടേനിയസ്ലി പ്രോസസ് ചെയ്യാൻ പറ്റുള്ളൂ. 8 ബിറ്റ് എന്ന് പറഞ്ഞാൽ 8 ബിറ്റ് തന്നെ അതിൽ ഇൻപുട്ടായിട്ടും കൊടുക്കാൻ പറ്റുള്ളൂ, അതേപോലെ ഔട്ട്പുട്ടായിട്ട് കിട്ടുള്ളൂ. അതേപോലെ തന്നെ നമുക്ക് USB ഇന്റർഫേസ് ആണെന്ന് വെച്ചാൽ USB ഉണ്ട്. അപ്പൊ നമുക്ക് ലാപ്പിലേക്കോ അല്ലെങ്കിൽ അഥവാ ഫോണിൽ തന്നെ നമുക്ക് പ്രോഗ്രാം ചെയ്തെടുക്കാം. അതിനുള്ള ആപ്പുകളൊക്കെ അവൈലബിൾ ആണ്. അതേപോലെ തന്നെ നമുക്കൊരു 12 വോൾട്ട് ബാരൽ കണക്ടർ തന്നിട്ടുണ്ട്. അത് നമ്മൾ ഇനിയും പറയുന്നുണ്ട്. ഓരോ ഓവർവ്യൂവിലും നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. അതേപോലെ തന്നെ
സ്ട്രക്ചറാണ് അതിൽ ഉപയോഗിക്കുന്നത്. അതേപോലെ തന്നെ ഇത് വർക്ക് ചെയ്യണത് നമുക്ക് ഒരു വർക്കിംഗ് സ്പീഡ് ഉണ്ടല്ലോ, അത് 16 മെഗാഹെർട്സിലാണ് ഇത് വർക്ക് ചെയ്യണത്. അതേപോലെ തന്നെ 32K മെമ്മറി ഉണ്ട്. അതേപോലെ 6 ചാനൽ ADC ഉണ്ട്, എന്ന് വെച്ചാൽ അനലോഗ് ടു ഡിജിറ്റൽ കൺവേർട്ടർ. അതും 10 ബിറ്റിൻ്റെയാണ്. അപ്പം നമുക്ക് 10 വാല്യൂസിൻ്റെ മാക്സിമം ആക്യുറസി കിട്ടുന്നു. അതേപോലെ ഓരോ പിന്ന് നമുക്ക് 13 ഡിജിറ്റൽ IO പിൻസ് ഉണ്ട്, എന്ന് വെച്ചാൽ നമുക്ക് ഡിജിറ്റലായിട്ട് ഔട്ട്പുട്ടും ഇൻപുട്ടും ചെയ്യാൻ പറ്റുന്ന 14 പിന്നുകളുണ്ട്. 0 to 13 എന്നാണ് നമ്മുടെ ഓരോ പിന്നിനെയും നൊട്ടേഷൻ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ മെയിൻലി ഒരു ഇത് ബോർഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ബോർഡിൻ്റെ ഡിസൈനാണ് നമ്മൾ അത് നോക്കുന്നത്, നമ്മുടെ പ്രൊജക്റ്റിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്നു അല്ലയോ, പിന്നെ അതിൽ ഏത് പ്രോഗ്രാമാണ് യൂസ് ചെയ്യാനാണ് നോക്കുന്നത്. അപ്പോൾ ഇതിൽ വയറിംഗ് ലാംഗ്വേജാണ്, പിന്നെ ഹാർഡ്വെയർ എങ്ങനെയാണ് നമുക്ക് എന്തെങ്കിലും ഡാമേജ് വന്നാൽ ശരിയാക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ അതിൻ്റെ സർക്യൂട്ട് നെറ്റിൽ അവൈലബിൾ ആണ്, അതും നമുക്ക് നോക്കാം. ഓപ്പൺ സോഴ്സ് ആയതുകൊണ്ട് നമുക്കതും കണ്ടെത്താവുന്നതാണ്. പിന്നെ പറയുന്നത് നമുക്കൊരു Arduino ബോർഡിൻ്റെ ഓവർവ്യൂ ആണ്. ഇതിപ്പോൾ ഒരു ലേസർ പോയിന്റർ നോക്കാം. ഇപ്പോൾ ഈ ഭാഗത്താണ് നമുക്ക് USB പോർട്ട് നൽകിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഒരു USB കണക്ട് ചെയ്തിട്ട് നമുക്ക് പ്രോഗ്രാം ചെയ്യാം. Arduino IDE നിങ്ങളോട് ഇൻസ്റ്റാൾ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായില്ലേ, അത് ആ വഴി കൂടെ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം, നമുക്ക് ഇത് പ്രോഗ്രാം ചെയ്തെടുക്കാം. അത് കാണിച്ചു തരുന്നുണ്ട് നിങ്ങൾക്ക് എങ്ങനെയാണെന്ന്. അതേപോലെ ഇവിടെയാണ് ഞാൻ പറഞ്ഞ ബാരൽ ജാക്ക് 12 വോൾട്ട് വരെ നമുക്ക് ഇതിൽ കൊടുക്കാം. എന്നിട്ട് അതിൽ നിന്ന് 5 വോൾട്ടായിട്ട് ഇത് കൺവേർട്ട് ചെയ്ത് തരും, ഇന്റേണലി കൺവേർട്ട് ചെയ്ത് തരും. അപ്പോൾ നമുക്ക് വോൾട്ടേജിലും നമുക്കൊരു ഇത് തന്നിട്ടുണ്ട്, ഇതുപോലെ വോൾട്ടേജ് റെഗുലേറ്ററും തന്നിട്ടുണ്ട്. ഇതെന്ന് പറയുന്നത് റീസെറ്റ് സ്വിച്ച് ആണ്, എന്ന് വെച്ചാൽ പ്രോഗ്രാം ഒരു പ്രാവശ്യം എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് രണ്ടാമത് വീണ്ടും ടോപ്പ് ടു ബോട്ടം സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് നൽകുന്ന ഒരു സ്വിച്ചാണ് റീസെറ്റ് സ്വിച്ച്. ഇതാണ് ഞാൻ പറഞ്ഞ FDDI സീരിയൽ കമ്മ്യൂണിക്കേഷൻ IC. ഇതാണ് കമ്പ്യൂട്ടറിനായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണത്. ഇതിപ്പോൾ കമ്പ്യൂട്ടറിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ കമ്പ്യൂട്ടറിൽ നിന്ന് ഡാറ്റ റിട്രീവ് ചെയ്ത് ഇതിലേക്ക് IC കൊടുക്കുന്നത് ഈ IC ആണ്. അതേപോലെ ഈ ഗ്രീൻ കളറിൽ കാണുന്നതാണ് നമ്മുടെ GPIO പിൻസ്, ജനറൽ പർപ്പസ് ഇൻപുട്ട് ഔട്ട്പുട്ട് പോർട്സുകൾ. അപ്പോൾ ഇതിൽ നമുക്ക് കാണാം 0 to 13 വരെ നമുക്കൊരു പിന്ന് കൊടുത്തിട്ടുണ്ട്. അതിൽ 6 എണ്ണം നമുക്ക് പറയുന്നത് 6 എണ്ണം നൽകിയിട്ടുള്ള PWM ഫംഗ്ഷനുള്ള പിൻസുകളാണ്. എന്ന് വെച്ചാൽ PWM എന്ന് പറഞ്ഞാൽ നമുക്ക് സാധാരണ ഡിജിറ്റൽ പിന്നിൽ നിന്ന് 0 to 5 വോൾട്ട് മാത്രം കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഒരു ടെക്നിക്ക് ഉപയോഗിച്ചിട്ടാണ് അതിൻ്റെ ഇന്റർമീഡിയറ്റ് വാല്യൂ നമ്മൾ എടുക്കുന്നത്. ആ ടെക്നിക്കിനെ പറയുന്ന പേരാണ് PWM. അതിനെക്കുറിച്ച് ഞാൻ വിശദമായി പറഞ്ഞു തരുന്നുണ്ട്. അതേപോലെ തന്നെ അടിയിൽ ഒരു ലൈറ്റ് സ്കൈ ബ്ലൂ കളറിൽ തന്നിരിക്കുന്നതാണ് അനലോഗ് ഇൻ. പക്ഷേ നമ്മുടെ സറൗണ്ടിങ് എന്ന് പറയുന്നത് അനലോഗ് വാല്യൂ ആണ്, കണ്ടിന്യൂസ് വാല്യൂസിനെയാണ് അനലോഗ് വാല്യൂസ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഒരു കമ്പാരിസൺ തരുന്നുണ്ട് അനലോഗും ഡിജിറ്റലും തമ്മിൽ. പിന്നെ പവർ ലൈൻസ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ നമുക്ക് Arduinoയിൽ കണക്ട് ചെയ്യുന്ന സെൻസേഴ്സും അതേപോലെ തന്നെ അതർ ഡിവൈസസ് ഇപ്പോൾ മാസ്റ്റർ സ്ലേവ് ആപ്ലിക്കേഷനിലൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ 5 വോൾട്ടും ഗ്രൗണ്ട് തന്നിട്ടുണ്ട്. ഇത് 9 വോൾട്ടിന് കാണിച്ചിരിക്കുന്നത് അത് ഈ റെഗുലേറ്റർക്ക് കണക്ട് ചെയ്തിട്ടുള്ള ഒരു വയറാണ്. അപ്പം നമുക്ക് ഇവിടെ ബാരൽ ജാക്ക് കണക്ട് ചെയ്യാനുള്ള സംവിധാനം ഇല്ലെങ്കിൽ ഇവിടെ ഡയറക്റ്റ്ലി നമുക്കൊരു 9 വോൾട്ട് കൊടുക്കാം. അപ്പോൾ അത് റെഗുലേറ്റ് ചെയ്ത് 5 വോൾട്ടിലേക്ക് വന്നോളൂ. സോറി. അതേപോലെ നിങ്ങൾ TX മാർക്സ് കാണുന്നത് 0ലും 1ലും അവിടെയാണ് നമ്മൾ ബ്ലൂടൂത്തും അതേപോലെ തന്നെ വൈഫൈ കണക്ഷനും കൊടുക്കുമ്പോൾ ആ വഴിയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണത്. അപ്പോൾ TX എന്ന് പറയുന്നത് ട്രാൻസ്മിറ്റർ, പിന്നെ RX എന്ന് പറയുന്നത് റിസീവർ. അപ്പോൾ നിങ്ങൾക്ക് കമ്മ്യൂണിക്കേഷനെ അവൈലബിൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവിടെ TX RX തന്നിട്ടുള്ളത്. അത് നിങ്ങൾക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ ബോഡി നോട്ട് ചെയ്തുണ്ടാവും, നമുക്ക് കാണാവുന്നതാണ്. പിന്നെ ICXP എന്ന് പറഞ്ഞിട്ട് ഒരു പിന്നുണ്ട്, അത് നമുക്കിപ്പോൾ ആവശ്യമില്ല, ഒരു പ്രോഗ്രാമിലും ആവശ്യമില്ല. അപ്പോൾ അതെന്തിനാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് വേറെ എക്സ്റ്റേണൽ പ്രോഗ്രാമർ കണക്ട് ചെയ്യാനുള്ളതാണ്. നമ്മൾ ഇപ്പോൾ USB കൂടെ കണക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ആവശ്യമില്ല. ഇനി എന്തുകൊണ്ട് Arduino? അത് ഓപ്പൺ സോഴ്സ് ആണ്, എന്ന് വെച്ചാൽ അതിൻ്റെ ഹാർഡ്വെയറും സോഫ്റ്റ്വെയറും എല്ലാം നമുക്ക് ഫ്രീ ആയിട്ട് കോപ്പി പേസ്റ്റ് ചെയ്യാൻ പറ്റുന്നു. അതേപോലെ തന്നെ കുറേ Arduinoയുടെ ഫോറംസ് ഉണ്ട്. എന്ന് വെച്ചാൽ നമുക്ക് ഒരു പ്രൊജക്റ്റിനെ കുറിച്ച് അറിയണമെങ്കിൽ അതിൻ്റെ കുറേ ഫോറംസ് നമുക്ക് വെബിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാം. അതേപോലെ കുറേ ഓപ്പൺ സോഴ്സ് പ്രൊജക്ട്സ് ഉണ്ട് ഇതിൻ്റെ ബേസ് ചെയ്തിട്ട്. അതേപോലെ കുറേ പല ടൈപ്പ് നമുക്ക് പല സ്പെസിഫിക്കേഷനിൽ ഈ ബോർഡ് ലഭിക്കുന്നതാണ്. നമുക്ക് എന്തും അൾട്ടർ ചെയ്യാം, നമ്മുടെ ക്രിയേറ്റിവിറ്റിയുടെ ബേസ് ചെയ്തിട്ടാണ് നമുക്ക് എല്ലാം തന്നിരിക്കുന്നത്. Arduino എന്ന് പറഞ്ഞിട്ട് ഒരു ഇതിലേക്ക് നമുക്ക് റെസ്ട്രിക്ട് ചെയ്യണില്ല, എല്ലാം നമ്മുടെ ഇഷ്ടത്തിന് മാറ്റാം. പിന്നെ
ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് വളരെ ചീപ്പാണ്. എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇങ്ങനെ ഒരു സ്പെസിഫിക്കേഷൻ കമ്പ്യൂട്ടർ സീരിയലിലേക്കൊക്കെ കണക്ട് ചെയ്യാൻ പറ്റുന്ന ഇത്രയും എളുപ്പമായിട്ട് പ്രോഗ്രാം ചെയ്യുന്ന ഒരു ബോർഡ് ഇത്രയും പ്രൈസിൽ കിട്ടാന്ന് പറയാൻ തന്നെ നമ്മുടെ പ്രൊജക്ട്സിനൊക്കെ ഭയങ്കര എഫിഷ്യൻ്റ് ആയിട്ടും ചീപ്പായിട്ടും നമുക്കൊരു വലിയ പ്രൊജക്ട്സ് ഒക്കെ നടത്താം. അതേപോലെ ഒരു പ്രൊഡക്റ്റ് ഒക്കെ ഡിസൈൻ ചെയ്യാം. ഇപ്പോൾ പലരും പ്രൊഡക്ട്സ് അടക്കം ഡിസൈൻ ചെയ്യുന്നുണ്ട് ഈ അർഡ്യൂണോ ബോർഡ് വെച്ചിട്ട് വളരെ ചീപ്പായിട്ട്. ഇപ്പോൾ ചിലവർക്ക് ഒന്നും മനസ്സിലായില്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ സ്ലൈഡ് ഒന്നും കൂടി ആവർത്തിപ്പിക്കാം. ഇതാണ് നമ്മുടെ ബോർഡിന്റെ ഓവർവ്യൂ. എന്ന് വെച്ചാൽ നമ്മുടെ അർഡ്യൂണോ കിട്ടുകയാണെങ്കിൽ നമുക്ക് ഇതേപോലെയാണ് കാണാം, ഇതേപോലെയാണ് സ്ട്രക്ചർ. അപ്പോൾ നമുക്ക് യെല്ലോ കളറിൽ കാണുന്നത് ഒരു USB പോർട്ടാണെന്ന് ഞാൻ പറഞ്ഞു. അതേപോലെ തന്നെ ഈ കാണുന്നത് നമ്മുടെ റെഗുലേറ്റർ ആണ്, 5 വോൾട്ട് റെഗുലേറ്റർ ആണ്. 7805 എന്നും പറയും വോൾട്ടേജ് റെഗുലേറ്റർ. എന്ന് വെച്ചാൽ എത്ര വോൾട്ടേജ് കൊടുത്താലും അത് 5 വോൾട്ടിലേക്ക് കൺവേർട്ട് ചെയ്യും. അപ്പോൾ ഇതെന്ന് പറയുന്നത് ബാരൽ ജാക്കാണ്. നമ്മൾ മോഡത്തിന്റെ അതേപോലെ തന്നെ കുറേ ഡിവൈസ് ലാപ്ടോപ്പിന്റെ പിന്നൊക്കെ കണ്ടോ, അതേപോലത്തെ പിന്ന് കണക്ട് ചെയ്യാനുള്ള സംവിധാനമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഈ ബ്ലൂ കളറിൽ കാണുന്നതാണ് അനലോഗ് വാല്യൂസ്. നമ്മുടെ നൈറ്റ് സെൻസറിൽ നിന്നൊക്കെ വരുന്ന വാല്യൂ എന്ന് പറയുന്നത് അനലോഗ് വാല്യൂസ് ആണ്. ആ വാല്യൂസ് ഒക്കെ ഇതിലാണ് ഇൻപുട്ട് ചെയ്യുന്നത്. അപ്പം നമുക്ക് 6 അനലോഗ് വാല്യൂസ് കൊടുക്കാനുള്ള പിൻസ് ഇവിടെ ഉണ്ട്. അപ്പോൾ A0 തൊട്ടാണ്, നമ്മൾ 0 തൊട്ടാണ് ഇതിലെല്ലാം പിന്നും കൊടുത്തിരിക്കുന്നത്. അപ്പോൾ 0 to 5 വരെയാണ് നമ്മുടെ ഇത്. ഞാൻ പറയുന്നത് സ്പീഡ് കൂടുന്നുണ്ടോ? നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം അതേപോലെ തന്നെ എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ പറയാം. അപ്പൊ എല്ലാവർക്കും മനസ്സിലാവുന്നില്ലേ ഞാൻ പറയണത്? അപ്പൊ എല്ലാവർക്കും ക്ലിയർ ആയതുകൊണ്ട് നമ്മൾ വീണ്ടും ആവർത്തിക്കുന്നില്ല. അപ്പൊ ഈ നമ്മൾ സ്വിച്ചിന്റെ കാര്യം പറഞ്ഞു. അതെന്താണെന്ന് വെച്ചാൽ പ്രോഗ്രാം നമുക്ക് ഒരു പ്രാവശ്യം റൺ ചെയ്തു, അപ്പൊ നമുക്ക് പെട്ടെന്ന് റൺ ചെയ്യേണ്ടത് നമുക്കൊന്നും കൂടി വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യണമെന്ന് തോന്നാം. അപ്പൊ ആ റീസെറ്റ് സ്വിച്ച് അമർത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ പ്രോഗ്രാം വീണ്ടും ആദ്യം തൊട്ട് റൺ ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ ഒരു ഐഡിയ ഉണ്ടാവില്ല എങ്ങനെ റൺ ചെയ്യുന്നു അങ്ങനെ. അപ്പൊ നമ്മൾ പ്രോഗ്രാം സെക്ഷനിലേക്ക് കടക്കുമ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് വളരെ വ്യക്തമാവുന്നതാണ്. അതേപോലെ ഈ Q1 കൊടുത്തിട്ടില്ലേ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇത് 16 MHz വർക്ക് ചെയ്യണമെന്ന്. അപ്പോൾ അത് ആ 16 MHz വർക്ക് ചെയ്യുന്ന സിസ്റ്റം നമുക്ക് ഇതിൽ അതേ ഫ്രീക്വൻസിയിലാണ് വർക്ക് ചെയ്യേണ്ടത്. അപ്പൊ ആ ഫ്രീക്വൻസി കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഓസിലേറ്റർ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ഹയർ സ്റ്റഡീസിൽ പഠിക്കും വാട്ട് ഈസ് എൻ ഓസിലേറ്റർ, അതേപോലെ തന്നെ അതിന്റെ വർക്കിംഗ് ഒക്കെ പഠിക്കും. അപ്പൊ നമ്മൾ വെറുതെ ബേസിക്സ് മാത്രം പറഞ്ഞു പോകുന്നുള്ളൂ. ഇപ്പോൾ ഓസിലേറ്റർ 16 MHz ഓസിലേറ്റർ ആണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ക്രിസ്റ്റൽ ഓസിലേറ്റർ ആണ്. അതുകൊണ്ട് അതിന് അതേ ഫ്രീക്വൻസി നമുക്ക് ഈ ICക്ക് പ്രൊവൈഡ് ചെയ്യും. അതിന്റെ ബെറ്റർ വർക്കിങ്ങിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആ കൊടുക്കുന്നത്. പലരും ചാറ്റ് ബോക്സിൽ ചോദിക്കുന്നുണ്ട് റാസ്ബെറി പൈയും അർഡ്യൂണോ എന്താ തമ്മിൽ വ്യത്യാസം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു മൈക്രോ കൺട്രോളർ ആൻഡ് മൈക്രോ പ്രോസസർ ആണെന്ന്. അപ്പോൾ മൈക്രോ പ്രോസസറിന്റെ ബേസ് ചെയ്തിട്ടുള്ള ഡെവലപ്മെന്റ് ബോർഡിന്റെ ഒരു എക്സാമ്പിൾ ആണ് റാസ്ബെറി പൈ. അതിൽ നമുക്ക് എക്സ്റ്റേണലി നമുക്ക് മെമ്മറി കാർഡ് ഒക്കെ ഇട്ടിട്ട് അതിന്റെ ഇന്റേണൽ ആയിട്ടുള്ള മെമ്മറി കൂട്ടാം. അതേപോലെ തന്നെ പല പ്രിഫറൻസും കൂട്ടാം. അതിൽ OS ഓപ്പറേറ്റ് ചെയ്യാം. അതേപോലെ തന്നെ ഭയങ്കര പവർഫുൾ ആണ്. അപ്പോൾ നമുക്ക് പലതും അതിൽ ഇൻസ്റ്റാൾ ചെയ്യാം. നമ്മൾ ഇതിൽ അർഡ്യൂണോനെക്കാട്ടി ഇരട്ടി പവർഫുൾ ആണ്. അതിൽ ഹെവി കോഡിംഗ് ആണ് വരുന്നത്. അതുകൊണ്ട് നമ്മൾ ഈ ബേസിക്സ് ഒന്നും ഇല്ലെങ്കിൽ അത് പ്രോഗ്രാം ചെയ്യാൻ പണിയാണ്. അപ്പോൾ നമ്മൾ ആദ്യം മൈക്രോ കൺട്രോളറിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് മൈക്രോ പ്രോസസറിൽ ആയ റാസ്ബെറി പൈൻ്റെ പ്രോഗ്രാമിംഗ് ഒക്കെ എളുപ്പമാവും. അപ്പോൾ ഞാൻ ഇവിടെ പറഞ്ഞ പോലെ തന്നെ ഈ ഗ്രീൻ കളറിൽ കാണുന്നതാണ് നമ്മുടെ ഡിജിറ്റൽ IO പിൻസ്. GPIO പിൻസ് എന്നും പറയും, ജനറൽ പർപ്പസ് ഇൻപുട്ട് ഔട്ട്പുട്ട് പിൻസ്. ഇതിൽ നിന്ന് മാക്സിമം ഔട്ട്പുട്ട് നമുക്ക് കിട്ടുന്നത് 5 വോൾട്ട്. ഡിജിറ്റൽ വാല്യൂസിൽ നമുക്ക് 2 വാല്യൂസ് മാത്രമുള്ളൂ, 0 അല്ലെങ്കിൽ 5. അത് പല ഡിജിറ്റൽ വാല്യൂസിനും പലതായിരിക്കും. 0 and 5ലേക്ക് 5 ആണെന്ന് ഡിജിറ്റൽ ഔട്ട്പുട്ട് എന്ന് പറയാൻ പറ്റില്ല. അത് പല ബോർഡിനും പലതാണ്. ഡിജിറ്റൽ വാല്യൂ ഏതിലാണ് ട്രിഗർ ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ ആ വാല്യൂ കിട്ടുള്ളൂ. ഇപ്പോൾ നമ്മുടെ ഈ മൊത്തം ബോർഡ് 5 വോൾട്ടിൽ വർക്ക് ചെയ്യണ മാക്സിമം വാല്യൂ നമുക്ക് കിട്ടുന്നത് 0 to 5 ആണ്. 0 ആണ് ഇതിൽ 0 കാണിക്കുന്ന 1ന് പകരം 5 വോൾട്ട് ആണ് ഇവിടെ വരിക. അപ്പൊ ഇതിൽ 6 PWM ഫംഗ്ഷൻ എനേബിൾ ചെയ്തിട്ടുള്ള പിൻസ് ആണ്. എന്ന് വെച്ചാൽ ഈ എല്ലാ പിൻസിനും ഇടയിലുള്ള വാല്യൂസ് കൊടുക്കാൻ പറ്റില്ല. 0.5ന്റെ ഇടയിലുള്ള വാല്യൂസ് നമുക്ക് കിട്ടില്ല. ഡിജിറ്റൽ ഔട്ട്പുട്ട് ആയതുകൊണ്ട് 0.5 മാത്രം കിട്ടുള്ളൂ. അപ്പൊ ഈ 6 പിന്നിന്
PWM ഫംഗ്ഷൻ എനേബിൾ ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ ഇടയിൽ വാല്യൂ കിട്ടാനുള്ള ഒരു ടെക്നിക്ക് ആണ് PW. അത് നമ്മൾ പറയുന്നുണ്ട്, ഇനിയും പറയുന്നുണ്ട്. അപ്പം നമുക്ക് അടുത്ത സ്ലൈഡിലേക്ക് കിടക്കാം. അപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്തുകൊണ്ട് നമ്മൾ Arduino യൂസ് ചെയ്യണം? അത് ഓപ്പൺ സോഴ്സ് ആണ്. പറഞ്ഞ പോലെ തന്നെ ഓപ്പൺ സോഴ്സ് ആയതുകൊണ്ട് നമുക്ക് ഏത് ഫയലും നമുക്ക് അതിൽ വർക്ക് ചെയ്യിപ്പിക്കാം. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ Arduino സൈറ്റിൽ പോയാൽ നമുക്ക് കാണാം അതിൻ്റെ ബോർഡിൻ്റെ സർക്യൂട്ട് നമുക്ക് റെഡിമെയ്ഡ് ആയിട്ട് തന്നെ അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് നമ്മുടെ വേരിയേഷനൊക്കെ വരുത്തി നമുക്ക് തന്നെ സ്വന്തമായിട്ട് ഒരു Arduino ഉണ്ടാക്കാം. അത്രയ്ക്കും ഓപ്പൺ സോഴ്സ് ആണ്. ഒന്നും അവർ നമ്മുടെ മറച്ചു വെക്കുന്നില്ല എന്താണ് അതിൽ ഉപയോഗിച്ചിരുന്നത്. അതേപോലെ തന്നെ ഏത് സോഫ്റ്റ്വെയർ കൊണ്ടാണ് പ്രോഗ്രാം ചെയ്യണമെന്നൊന്നും മറച്ചു വെച്ചിട്ടില്ല. നമുക്കെല്ലാതും നമ്മുടെ രീതിയിലായിട്ട് മാറ്റാം. ഇപ്പം തന്നെ ഇന്ത്യയിൽ ഒരു Arduino ബോർഡ് ഉണ്ടാക്കുന്നുണ്ട്. അതാണ് Arduino എന്ന് പറഞ്ഞിട്ട് നമുക്കറിയാം. അതേപോലെ കുറേ ചൈനീസ് റെപ്ലിക്കേഴ്സ് ഉണ്ടാകുന്നുണ്ട്. കുറേ വെറൈറ്റീസിൽ ഇത് വരുന്നുണ്ട്. അപ്പം ഓപ്പൺ സോഴ്സ് ആയതുകൊണ്ട് ആർക്കും എന്ത് വേണമെങ്കിലും ചെയ്യാം. ബോർഡ് വെച്ചിട്ട് ആർക്കും കോപ്പിറൈറ്റ് ക്ലെയിം ചെയ്യില്ല. ഇത് ഓപ്പൺ സോഴ്സ് എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. പിന്നെ പറയുന്നത് വളരെ ചീപ്പാണ്. നമുക്ക് ഈ അറ്റ്മകയും ഇതൊക്കെ ഇത്രയും വില കുറച്ച് കിട്ടാതൊക്കെ ഇപ്പം യൂണോ എന്ന് പറയുന്ന ബോർഡ് അത്യാവശ്യം പവർഫുള്ളാണ്. നമ്മുടെ എല്ലാ പ്രൊസീജിയറും നമുക്കിതിൽ നടത്താം. പ്രൊജക്റ്റിൻ്റെ അത്യാവശ്യം വർക്ക് എല്ലാം നമുക്ക് നടത്താം. ഒരു ഫോൺ അടക്കം വേണമെങ്കിൽ ഇതിൽ നിന്ന് കോൾ ചെയ്യുന്ന രീതിയിൽ ഉണ്ടാക്കിയെടുക്കാം. അതിനെ കുറിച്ച് ഞാൻ പറഞ്ഞു വരുന്നുണ്ട്. അപ്പം നമുക്ക് മൂന്നാമത്തെ പോയിന്റ് ആയ ഇത് നമുക്ക് പറഞ്ഞു കമ്പ്യൂട്ടറിലേക്ക് ഡയറക്റ്റ് കണക്ട് ചെയ്യാവുന്നത്. USB പ്ലഗ് ആയതുകൊണ്ട് നമുക്ക് കമ്പ്യൂട്ടറിലേക്ക് ഡയറക്റ്റ്ലി കണക്ട് ചെയ്തിട്ട് നമ്മുടെ കമ്പ്യൂട്ടർ അപ്പോൾ തന്നെ ഡിറ്റക്ട് ചെയ്യും. ഇതിൽ FTDI എന്ന് പറഞ്ഞ FTDI എന്ന് പറഞ്ഞൊരു ICയുടെ പേരാണ്. ആ IC എന്ന് പറയുന്നത് കമ്പ്യൂട്ടറിനായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാണ്. ഇപ്പോൾ വെറുതെ ഒരു USB കുത്തിയ കമ്പ്യൂട്ടറിന് മനസ്സിലാവില്ല ഇത് എന്താണ് കണക്ട് ചെയ്തിരിക്കുന്നത്, എന്താണ് ഞാൻ ചെയ്യേണ്ടതെന്നുള്ളത് കമ്പ്യൂട്ടറിന് മനസ്സിലാവില്ല. അപ്പോൾ കമ്പ്യൂട്ടറിനോട് പറയുകയാണ് ഇതൊരു ഹോസ്റ്റാണ്, നമുക്ക് ഡാറ്റ കമ്പ്യൂട്ടറിൽ നിന്ന് ലഭിക്കണ Arduino ID എന്ന് തരുന്ന വാല്യൂസ് ഇതിലാണ് കയറേണ്ടതെന്ന് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു IC ആണ് FTDI IC. അപ്പോൾ നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് വെർഷനൊക്കെ ചൈനീസ് വെർഷനൊക്കെ ഇറക്കുമ്പോൾ FTDI IC ആയിരിക്കില്ല. അപ്പോൾ നമുക്ക് CH4 എന്ന് പറഞ്ഞിട്ട് ഒരു IC ആയിരിക്കും കിട്ടുക. അപ്പോൾ നമുക്കിത് സെപ്പറേറ്റ് ഡ്രൈവർ കേട്ടേണ്ടി വരും. അതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ ഗുണം മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഒറിജിനൽ മേടിക്കുമ്പോൾ നമുക്ക് FTDI IC ആണ് കിട്ടുക. അതിന് നമുക്ക് ഡ്രൈവറും ഇൻസ്റ്റാൾ ചെയ്യേണ്ട, ഡയറക്റ്റ്ലി കമ്പ്യൂട്ടറിലേക്ക് കണക്ട് ചെയ്താൽ അപ്പോൾ തന്നെ നമുക്ക് കണക്റ്റ് ആവും. കമ്പ്യൂട്ടർ ഐഡൻറ്റിഫയർ ഇത് Arduino യൂണോ എന്ന് പറഞ്ഞിട്ട് അവിടെ കാണിക്കും. നമുക്ക് കമ്പ്യൂട്ടറിൽ കണക്ട് ചെയ്യുന്ന എന്ത് സംഭവിക്കുക എന്നുള്ളതൊക്കെ നമുക്ക് ക്ലാസ്സിൽ പറയുന്നുണ്ട്. അപ്പോൾ ടൂൾസ് അതുപോലെ തന്നെ നമുക്കിപ്പോൾ ഒരു പ്രോഗ്രാം ഇതിൽ കയറ്റിക്കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും പവർ USB കണക്ട് ചെയ്തുകൊണ്ടിരിക്കണം. നമ്മുടെ കമ്പ്യൂട്ടറിലേക്ക് എപ്പോഴും കണക്ട് ചെയ്തുകൊണ്ടിരിക്കണം. ഒരു പ്രാവശ്യം നമ്മുടെ ICയിലേക്ക് ഒരു കോഡ് ബേൺ ചെയ്യാമെന്ന് പറയാം. ഒരു കോഡ് നമ്മൾ ഒരു ICയിൽ കയറ്റുന്നതിന് നമ്മൾ ബേൺ ചെയ്യാമെന്ന് പറയാം. ബേണിംഗ് പ്രോസസ്സ് എന്നാ പറയാം. അപ്പോൾ ഒരു പ്രാവശ്യം ബേൺ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ പ്രോഗ്രാം റൺ ചെയ്യാൻ പവർ മാത്രം കൊടുത്താൽ മതി. ആ വൈറൽ ജാക്കിലോ അതേപോലെ തന്നെ VIN എന്ന് പറഞ്ഞ പിന്നിൽ പവർ മാത്രം കൊടുത്താൽ മതി. അപ്പോൾ ആ വാല്യൂസ് കിടന്ന് ലൂപ്പിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ നമ്മൾ പ്രോഗ്രാം സിസ്റ്റം വരുമ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് വ്യക്തമാവുന്നതാണ്. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇറ്റ് ക്യാൻ റൺ സ്റ്റാൻഡ് അലോൺ ഫ്രം എ കമ്പ്യൂട്ടർ ചിപ്പീസ് പ്രോഗ്രാം. അപ്പം നമുക്ക് സംശയം തോന്നുന്നു ഇതൊരു പ്രാവശ്യം പ്രോഗ്രാം ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ പല പ്രാവശ്യം ചെയ്യാൻ പറ്റുമോ. അപ്പോൾ ഈ Arduino എന്ന് പറയുന്ന ഇത് എപ്പോഴും നമുക്ക് ഇലക്ട്രിക്കലി ഇറേസബിൾ ആണ്. എന്ന് വെച്ചാൽ നമ്മൾ ഒരു പ്രാവശ്യം കമ്പ്യൂട്ടറിൽ ബേൺ ചെയ്തിട്ടുണ്ടെങ്കിൽ വേറൊരു കോഡ് വീണ്ടും ബേൺ ചെയ്യാൻ വേണ്ടി കമ്പൈൻ പ്രോസസ്സിൽ തന്നെ ഇത് റീസെറ്റ് ആവും. എന്ന് വെച്ചാൽ അതിലെ പഴയ പ്രോഗ്രാം എല്ലാം ഡിലീറ്റ് ആയിട്ട് പുതിയ പ്രോഗ്രാം അതിൽ കയറുള്ളൂ. അപ്പം നമുക്ക് റീയൂസബിൾ ആണ്. നമുക്ക് ഒരു പ്രൊജക്റ്റിന് പറ്റിയില്ലെന്ന് വെച്ചാൽ അടുത്ത ഇത് കയറ്റിയാൽ നമുക്ക് അടുത്ത പ്രോഗ്രാം വർക്ക് ചെയ്യുക. അങ്ങനെ റെസ്ട്രിക്ഷൻസ് ഒന്നും ഇല്ല. ഇന്നത് മാത്രം കയറ്റാൻ പറ്റുള്ളൂ, ഒരു പ്രാവശ്യം യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരു റെസ്ട്രിക്ഷൻസും നമുക്ക് ഈ Arduino തരുന്നില്ല. അപ്പോൾ എന്തൊക്കെ ചെയ്യാം നമുക്ക് Arduino കൊണ്ട് എന്തൊക്കെ ചെയ്യാം. അപ്പോൾ നമുക്ക് ഇൻപുട്ടായിട്ട് സെൻസേഴ്സ് കൊടുക്കാം. എന്തിനാ? ടു സെൻസ് സ്റ്റഫ്. നമുക്ക് പുറത്തുള്ള വാല്യൂസ് ഒക്കെ സെൻസ് ചെയ്യാനാണ് സെൻസേഴ്സ് ചെയ്യുന്നത്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പുറത്ത് ഫുൾ അനലോഗ് വാല്യൂസ് ആയതുകൊണ്ട് നമുക്ക് ഇത് അനലോഗ് റീഡിയിലൂടെയാണ് നമ്മൾ ഒരു സെൻസർ കണക്ട് ചെയ്യുക. ഒരു എക്സാമ്പിളായിട്ടാണ് പുഷ് ബട്ടൺ, ടച്ച് പാഡ്സ്, ടിൽറ്റ് സ്വിച്ച് നമ്മൾ ഫോണിലൊക്കെ ഉപയോഗിക്കുന്നതാണ്. ടിൽറ്റ് ചെയ്യുമ്പോൾ സെൻസ് ചെയ്യാനുള്ളത്. പിന്നെ വേരിയബിൾ റെസിസ്റ്റേഴ്സ് നമ്മൾ കണ്ടിട്ടുണ്ട്. വോളിയം കൺട്രോൾ പോലത്തെ വേരിയബിൾ റെസിസ്റ്റേഴ്സ്.
അപ്പോൾ അതിൻ്റെ തിരിക്കുമ്പോൾ നമുക്ക് റെസിസ്റ്റൻസ് വേരി ചെയ്യുന്നത് ഇതിൽ കാണും. അതേപോലെ തന്നെ ഫോട്ടോ റെസിസ്റ്റൻസ് എന്ന് വെച്ചാൽ ലൈറ്റിനനുസരിച്ച് അതിൻ്റെ റെസിസ്റ്റൻസ് മാറുക. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അനലോഗ് റീഡായിട്ട് കിട്ടുക. അതേപോലെ തെർമിസ്റ്റേഴ്സ് ടെമ്പറേച്ചറിന് വേണ്ടിയിട്ട് അൾട്രാസൗണ്ട് പ്രോക്സിമിറ്റി റേഞ്ച് ഫൈൻഡർ എന്ന് വെച്ചാൽ ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യാൻ. അപ്പോൾ സെൻസേഴ്സ് എന്നുള്ള ഒരു സെക്ഷൻ അടുത്ത ക്ലാസ്സിലുണ്ട്. അത് അജ്മൽ പറഞ്ഞു തരും എങ്ങനെയാണ് സെൻസർ വർക്ക് ചെയ്യുക, എങ്ങനെയാണ് ഡിജിറ്റൽ ഇൻപുട്ട് ഔട്ട്പുട്ടും വരുന്നത്, അതിൽ നിന്ന് എങ്ങനെ ഔട്ട്പുട്ട് എടുത്തിട്ട് നമ്മുടെ സ്റ്റാൻഡേർഡ് വാല്യൂ ടെമ്പറേച്ചറിലൊക്കെ ആയിരിക്കും ടെമ്പറേച്ചർക്ക് എങ്ങനെ ആക്കാം. ഇതിപ്പോൾ ഇതിന് കിട്ടുന്ന വാല്യൂ പറയണത് ഒരു പർട്ടിക്കുലർ ലിമിറ്റിലായിരിക്കും വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ADC വാല്യൂ ഒക്കെ ഞാൻ പറയുന്നുണ്ട്, അടുത്ത ഇതിലൊക്കെ പറയുന്നുണ്ട്. പിന്നെ പറയണത് ആക്ച്വേറ്റേഴ്സ് എന്താണ്, ഔട്ട്പുട്ടായിട്ട് എന്തൊക്കെ കൊടുക്കാൻ പറ്റും, നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും. ഇൻപുട്ട് കിട്ടിയിട്ട് നമുക്ക് എന്തെങ്കിലും ഇതിലേക്ക് കൊടുക്കണ്ടേ, എന്തെങ്കിലും ചെയ്യാൻ. എന്നാലല്ലേ ഇപ്പോൾ അവർ റോബോട്ടാണെങ്കിൽ അവിടെ ഒരു ഓബ്സ്റ്റിക്കൽ കണ്ടു, അപ്പം ഞാനിങ്ങോട്ട് തിരിഞ്ഞു പോകണം, അങ്ങനെ ഓരോ ഇതുണ്ടാവില്ല, നമ്മൾ പ്രോഗ്രാമിൽ ചെയ്യില്ല. അപ്പോൾ ഔട്ട്പുട്ടായിട്ട് നമുക്ക് മോട്ടറൊക്കെ വേണം തിരിഞ്ഞു പോകണം എന്ന് കാണിക്കാൻ. അതേപോലെ ഇൻഡിക്കേഷനായിട്ട് LED ഒക്കെ കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യാൻ നമുക്ക് ഔട്ട്പുട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് LED ലൈറ്റ്സ് കൊടുക്കാം ഔട്ട്പുട്ടായിട്ട്. അതേപോലെ മോട്ടേഴ്സ് കൊടുക്കാം, സ്പീക്കേഴ്സ് കൊടുക്കാം, ഡിസ്പ്ലേസ് കൊടുക്കാം. അപ്പോൾ എല്ലാം കണക്ട് ചെയ്യാം. പക്ഷെ ഒരു കുറവുണ്ട് നമ്മുടെ Arduinoക്ക്. എന്താണെന്ന് വെച്ചാൽ കറണ്ട് ലിമിറ്റ്സ് ഉണ്ട്. മാക്സിമം നമുക്ക് 40 mA കറണ്ട് കൊടുക്കാൻ പറ്റുള്ളൂ. എന്ന് വെച്ചാൽ ഒരു ഔട്ട്പുട്ടിൽ 40 mA മാക്സിമം കറണ്ട് നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അത് ഞാൻ അടുത്ത സ്ലൈഡിൽ പറയുന്നതാണ്. പിന്നെ റെക്കമെൻഡ് കണ്ടിന്യൂസ് ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് മാക്സിമം കൊടുക്കുന്നത് 40 വോൾട്ട് ആയാലും 40 mA ആയാലും നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് 20 mA നമ്മുടെ Arduinoക്ക് ഔട്ട്പുട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ വേറെ സഹായിക്കാൻ വേണ്ടിയിട്ട് വേറെ IC ഉപയോഗിക്കണം. IC അല്ലെങ്കിൽ ട്രാൻസിസ്റ്റേഴ്സ് ഉപയോഗിക്കണം. എന്താ വെച്ചാൽ നമ്മുടെ Arduinoക്ക് ആദ്യം ഭാരം തോന്നിക്കാൻ വരില്ല. ഇപ്പോൾ ഒരു എല്ലിനെ കൊണ്ട് ഒരു 10 കിലോ ഒക്കെ എടുക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് താങ്ങൂലല്ലോ. ആ എല്ലിനെ കൊണ്ട് തന്നെ പറ്റുള്ളൂ. അപ്പോൾ സഹായിക്കാൻ വേണ്ടിയിട്ട് വേറെ പരിപാടിയൊക്കെ ചെയ്യാം. അതിലാണ് പിന്നെ Arduinoയുടെ ആപ്ലിക്കേഷനായിട്ട് വരുന്ന കുറച്ച് പ്രൊജക്ട്സാണ് ഞാൻ കാണിക്കുന്നത്. ഓട്ടോണമസ് വെഹിക്കിൾസ് അതിൽ Arduino യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഉള്ള പ്രൊജക്ട്സൊക്കെ നമുക്ക് ഈ ക്ലാസ് കഴിയുമ്പോഴത്തേനും നിങ്ങളെ കൊണ്ട് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്നുള്ള വിശ്വാസമാണ്. പിന്നെ ഇതേപോലെ തന്നെ ലേസർ ഹാർട്സ് എന്നൊക്കെ നമ്മൾ വീണൊക്കെ കണ്ടിട്ടില്ലേ, വീണൊക്കെ നമ്മൾ സ്ട്രിങ് മാറിയിട്ടാണ് വോയിസ് ചെയ്യേണ്ടത്. ഇതിന് പകരം സ്ട്രിങ്ങിനൊക്കെ പകരം ഇവിടെ ആ ലേസർ കട്ട് ചെയ്യുമ്പോഴാണ് മ്യൂസിക്കിൽ വേരിയേഷൻ വരുന്നത്. അപ്പോൾ അതേപോലത്തെ പ്രൊജക്ട്സ് ഒക്കെ നമുക്ക് ചെയ്തെടുക്കാം. ഇതിലാണ് നമ്മൾ പറയണത് അങ്ങനെ ഒരു 20 mA ലിമിറ്റ് ചെയ്ത ഔട്ട്പുട്ടിൽ നിന്ന് നമുക്ക് വലിയ വലിയ ഡിവൈസസ് ഇങ്ങനെ കൺട്രോൾ ചെയ്യാന്നുള്ളതാണ് നമ്മൾ ഈ ഡ്രൈവേഴ്സ് ആൻഡ് ഫീൽഡിൽ പറയുന്നത്. അപ്പോൾ ഡ്രൈവേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇൻപുട്ട് കൊടുക്കുന്ന ഡിവൈസിൻ്റെ ഭാരം കുറയ്ക്കുക എന്ന് വെച്ചാൽ അതിൽ നിന്ന് ചെറിയ വോൾട്ടേജ് എടുത്തിട്ട് നമ്മൾ വലിയ ഔട്ട്പുട്ടുള്ള ഡിവൈസസിനെ കൺട്രോൾ ചെയ്യാം. അപ്പോൾ ഞാനിതിൽ മെയിനായിട്ട് 3 ഡ്രൈവറുകളാണ് പറഞ്ഞിട്ടുള്ളത്. ഡ്രൈവർ ഇൻ്റർഫേസ് ചെയ്യാനുള്ള 3 പ്രോപ്പർട്ടീസുള്ള 3 ഡിവൈസസാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം മോട്ടർ ഡ്രൈവേഴ്സ് പേരിൽ തന്നെ ഉണ്ട്, മോട്ടറിൻ്റെ ഡ്രൈവ് ചെയ്യാനുള്ള ഇതാണ്. അപ്പോൾ ഇതെന്താ ചെയ്യാന്ന് വെച്ചാൽ മോട്ടറിൻ്റെയും Arduinoൻ്റെ ഇടയിൽ ഒരു ഇൻ്റർഫേസ് ഉണ്ടാക്കുകയാണ്. എന്ന് വെച്ചാൽ Arduino കൊണ്ട് വളരെ ലോ കറണ്ട് ഔട്ട്പുട്ട് ചെയ്യാൻ പറ്റുന്ന Arduino കൊണ്ട് നമ്മൾ വലിയ മോട്ടർ വർക്ക് ചെയ്യിപ്പിക്കണം. എന്ന് വെച്ചാൽ ഈ ICക്ക് ഇപ്പം ഞാൻ എക്സാമ്പിളായി എടുത്തിരിക്കുന്നത് L293 എന്ന് പറയുന്നത് കോമൺ ആയിട്ട് നമ്മൾ മോട്ടറൊക്കെ കൺട്രോൾ ചെയ്യണ ഒരു IC ആണ്. ആ ഒരു IC കൊണ്ട് 2 മോട്ടർ കൺട്രോൾ ചെയ്യാം, ബാക്ക്വേർഡും ഫോർവേഡും. അത് നമ്മൾ വേറെ സെപ്പറേറ്റ് ഇതിലേക്ക് കൊടുക്കാനുള്ള എന്നുവെച്ചാൽ മോട്ടർ വർക്ക് ചെയ്യാൻ ഇത്തിരി 12 വോൾട്ട് ഹയർ വോൾട്ടേജ് ഒക്കെ വേണം. അപ്പം സെപ്പറേറ്റ് നമ്മൾ ICയിലേക്ക് സെപ്പറേറ്റ് കൊടുക്കുകയാണ് ഇങ്ങനെ ഈ 12 വോൾട്ട് മോട്ടറിന് ഉള്ളത്. പക്ഷേ നമ്മുടെ ഇതിൽ നിന്ന് കിട്ടുന്നതോ ഔട്ട്പുട്ട് കൊടുക്കുന്നതോ PWM ഫംഗ്ഷൻ മാക്സിമം 5 വോൾട്ടാണ്. അപ്പോൾ ഈ 5 വോൾട്ട് വെച്ചിട്ട് അതിനും വലിയ വാല്യൂസിനെ നമ്മൾ കൺട്രോൾ ചെയ്യണം. അപ്പോൾ മോട്ടർക്ക് നമ്മൾ ഓരോ പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ ഇതും വ്യക്തമായിട്ട് മനസ്സിലാവുള്ളൂ. പിന്നെ നിങ്ങൾ ട്രാൻസിസ്റ്റേഴ്സ് എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. ഇപ്പോൾ +2 സയൻസിലും ഫിസിക്സിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. ട്രാൻസിസ്റ്ററിനെ സ്വിച്ച് ആയിട്ട് ഉപയോഗിക്കാം, അതേപോലെ ആംപ്ലിഫയർ ആയിട്ട് ഉപയോഗിക്കാം. അപ്പോൾ നമ്മൾ ഇതിൽ ഒരു ഇൻ്റർഫേസ് ആയിട്ട് Arduinoയുടെ ഭാരം കുറയ്ക്കാൻ ഔട്ട്പുട്ടിലത്തെ കറണ്ട് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിൽ സ്വിച്ച് എന്ന് പറഞ്ഞ ഓപ്പറേഷനാണ് ഇതിൽ ചെയ്യുന്നത്. മോസ്ഫെറ്റാണ് മെയിനായിട്ട് യൂസ് ചെയ്യുക. എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ മൈന്യൂട്ട് വാല്യൂ കൊണ്ട് മൈന്യൂട്ട് ചേഞ്ച് കൊണ്ട് നമുക്ക് വലിയ വാല്യൂസിൻ്റെ കറണ്ടും വോൾട്ടേജും ചേഞ്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ഒരു മോസ്ഫെറ്റ് എൻഹാൻസിങ് മോഡിൽ വെക്കുകയാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുക, ഒരു പിന്നിലേക്ക് നമ്മൾ ഒരു ഹൈ വോൾട്ടേജ് കൊടുക്കുകയാണെങ്കിൽ നമുക്ക്
പിന്നെ തമ്മിൽ കണക്റ്റ് ആവും. ഇപ്പോൾ 5 വോൾട്ട് ഗേറ്റിലേക്ക് കൊടുക്കുകയാണെങ്കിൽ ബാക്കി രണ്ടും സോഴ്സും ഡ്രെയിനും കണക്റ്റ് ആവും, തമ്മിൽ കണക്റ്റ് ആവും. അപ്പോൾ നമുക്ക് വെറും 5 വോൾട്ട് കൊണ്ട് അതിനെക്കാട്ടി വലിയ വോൾട്ടേജാണ് നമുക്ക് കൺട്രോൾ ചെയ്യുന്നത്. അതാണ് നമ്മൾ ഈ മോസ്ഫെറ്റിൻ്റെ ഇൻ്റർഫേസ് ആയിട്ട് ഉപയോഗിക്കുന്നത്. എന്ന് വെച്ചാൽ ഡയറക്റ്റ് കണക്ഷൻ നമ്മൾ അർഡ്യൂണോയ്ക്ക് കൊടുക്കുന്നില്ല. വേറെ ഒരു ഔട്ട്പുട്ട് കൊടുത്തിട്ട് അത് ഇതിൻ്റെ ഒരു 5 വോൾട്ട് കൊടുക്കുമ്പോൾ സ്വിച്ച് ചെയ്യാൻ മാത്രമായിട്ടാണ് മോസ്ഫെറ്റ് കൊടുക്കുന്നത്. അതേപോലെ തന്നെ റിലേ എന്ന് പറയുന്നത് നമുക്കറിയാം മെക്കാനിക്കലാണ്. അതെന്ന് വെച്ചാൽ ഒരു മാഗ്നറ്റ് ഉണ്ടാവും, അതേപോലെ തന്നെ ഒരു കോണ്ടാക്റ്റ് ഉണ്ടാവും. ഇപ്പോൾ ഈ മാഗ്നറ്റൈസ് ആകുമ്പോൾ രണ്ട് കോണ്ടാക്റ്റും തമ്മിൽ മുട്ടുക, അപ്പോൾ ഓണാവും. അങ്ങനെയാണ് ഈ റിലേയുടെ ഫംഗ്ഷൻ. അപ്പോൾ ഈ റിലേ മൊഡ്യൂളും മോസ്ഫെറ്റ് ഡ്രൈവറും L293 എന്ന് പറയുന്ന ഡ്രൈവറും നമുക്ക് വളരെ സുലഭമായി അവൈലബിൾ ആണ്. നമുക്ക് പല ആപ്ലിക്കേഷനിൽ ഇതൊക്കെ ഉപയോഗിക്കാം. പല ആപ്ലിക്കേഷൻ നോക്കുമ്പോഴും പലതിനാണ് നമ്മൾ ഉപയോഗിക്കുക. മോട്ടോർ കൺട്രോൾ ചെയ്യാൻ മാത്രം വേണ്ടിയിട്ടാണ് L293 ഉപയോഗിക്കുക. മോസ്ഫെറ്റ് കൺട്രോൾ നമുക്ക് LED-യുടെ പവർഫുൾ LED-നെ കൺട്രോൾ ചെയ്യാനും, അതേപോലെ റിലേ എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ AC മെയിൻസ് ഒക്കെ കണക്ട് ചെയ്യുമ്പോൾ അതിൽ 5 വോൾട്ട് വെച്ചിട്ട് നമുക്ക് AC മെയിൻസ് തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ റിലേ മോഡ്യൂൾ യൂസ് ചെയ്യുന്നത്. പിന്നെ പറയുന്നത് ഷീൽഡ്സാണ്. ഈ ഡ്രൈവേഴ്സും അതേപോലെ തന്നെ ഈ വരുന്ന റിലേ മോഡ്യൂൾസൊക്കെ നമുക്ക് ഒരു പാക്കേജിൽ കിട്ടും. എന്താണെന്ന് വെച്ചാൽ നമ്മൾ വയറിങ്ങും ഇതൊന്നും നടത്തണ്ട, ഓൾറെഡി അത് നമുക്ക് അർഡ്യൂണോയുടെ മോഡിൽ കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പാക്കേജിൽ കിട്ടും. അങ്ങനെ ഉള്ള ബോർഡ്സിനെ പറയുന്ന പേരാണ് ഷീൽഡ്സ്. അപ്പം നമുക്കിങ്ങനെ ഒരു സാൻഡ്വിച്ച് ഉണ്ടാക്കണ പോലെ അർഡ്യൂണോ താഴെ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഇങ്ങനെ ഓരോ ഷീൽഡ് വെച്ചിട്ട് നമുക്ക് അർഡ്യൂണോയുടെ ഫംഗ്ഷനാലിറ്റി ഇങ്ങനെ വർദ്ധിപ്പിക്കാം. എന്ന് വെച്ചാൽ നമുക്കൊരു മിനി സ്മാർട്ട് ഫോൺ വരെ ഉണ്ടാക്കാം. സ്ക്രീന് അതേപോലെ തന്നെ പല ടൈപ്പ് ഓഫ് ഷീൽഡ്സ് നമുക്ക് അവൈലബിൾ ആണ്. നമുക്ക് പാട്ട് കേൾക്കണം പറഞ്ഞാൽ മ്യൂസിക് വേവ് ഷീൽഡ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് അവൈലബിൾ ആണ്. അതിൻ്റെ പ്രോഗ്രാമിംഗ് ലൈബ്രറി നമ്മുടെ Arduino IDEയിൽ ഉണ്ടാവും. അല്ലെങ്കിൽ നമുക്ക് അത് മേടിക്കുമ്പോൾ തന്നെ അതിൻ്റെ കൂടെ ലിങ്ക് കിട്ടും. പിന്നെ പ്രോഗ്രാം ലൈബ്രറി ഇവിടെ കിട്ടും. നമുക്ക് അപ്ലോഡ് ചെയ്ത് ബേൺ ചെയ്താൽ മതി. നമുക്ക് ഒരു മെമ്മറി കാർഡ് ഇട്ട് അതിൽ നിന്ന് പാട്ട് കേൾക്കാം. അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്ന ഇത്ര എളുപ്പമായിട്ടുള്ള വേറെ മാർഗം നമുക്കിപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ അല്ല. ഷീൽഡ് വളരെ ചീപ്പായിട്ട് നമുക്ക് ലഭിക്കുന്നതാണ്. CNC ഉണ്ടാക്കാൻ വേണ്ടി പല ഷീൽഡ് നമുക്ക് CNC ഷീൽഡ് മേടിക്കാൻ പറ്റും. അതേപോലെ കുറേ പല ടൈപ്പ് ഷീൽഡുകളുണ്ട്. ഇതിൽ കുറച്ച് എക്സാമ്പിൾ എന്ന് പറയുന്നത് ബ്രെഡ് ബോർഡ് ഷീൽഡാണ്. ഇപ്പം നമുക്ക് ഇതിൻ്റെ മുകളിൽ തന്നെ കുറേ കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ ഒരു ചെറിയ ബ്രെഡ് ബോർഡ് പോലെ ഓൾറെഡി കണക്റ്റഡ് ആയിട്ട് നമുക്കൊരു ബ്രെഡ് ബോർഡ് പോലെ അറിയുന്ന മുകളിൽ വെക്കാം. അപ്പോൾ ഒരു കൺസീലായി നമുക്കൊരു ഒരു ഡിവൈസിൽ പല ഒരു വർക്കിങ്ങിലുള്ള ഇതായി. പിന്നെ അതേപോലെ തന്നെ ടച്ച് സ്ക്രീൻ ഷീൽഡ്. അപ്പം നമുക്ക് ഒരു സ്ക്രീനൊക്കെ വെച്ചിട്ട് അതിൽ എന്തെങ്കിലും പ്രോഗ്രാം കിട്ടിയിട്ട് നമ്മുടെ രീതിയിലാക്കി ആ സ്ക്രീനിൽ ടച്ച് എനേബിൾ ആയിട്ട് നമുക്ക് കൊണ്ടുവരാൻ പറ്റും. അതേപോലെ ഡാറ്റ ലോഗിങ് ഷീൽഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ Arduino കൊണ്ട് ഇപ്പോൾ ടെമ്പറേച്ചർ സെൻസ് ചെയ്യിപ്പിക്കാൻ നിൽക്കണ്ടെന്ന് വയ്ക്കുക. അപ്പോൾ ആ ഡാറ്റ നമുക്കൊരു ടെസ്റ്റ് ഫയലായിട്ട് കിട്ടണം. അത് പിന്നീട് നമ്മൾ മെമ്മറി കാർഡിൽ കയറ്റിയിട്ട് പിന്നീട് ഒരു സിസ്റ്റത്തിൽ നോക്കിയിട്ട് ഇപ്പോൾ ദൂരെയൊക്കെ വെച്ചിട്ട് ഇപ്പം നമ്മൾ എന്താ പറയുക നമ്മുടെ ഗാർഡനിലൊരു ഡിവൈസ് സെറ്റ് ചെയ്തു. നമുക്ക് എന്താ ആവശ്യം എന്ന് വെച്ചാൽ അത് 24 മണിക്കൂർ അവിടുത്തെ ഉള്ള ടെമ്പറേച്ചർ വേരിയേഷനും ഹ്യൂമിഡിറ്റി സെൻസ് ചെയ്യണം. പക്ഷെ നമുക്ക് എപ്പോഴും പോയിട്ട് കമ്പ്യൂട്ടർ കണക്ട് ചെയ്തിട്ട് അതിൻ്റെ ഡാറ്റ എപ്പോഴും എടുക്കാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷനൊക്കെ വരുമ്പോൾ നമുക്ക് ഡാറ്റ ലോഗിങ് ഷീൽഡ് ഉപയോഗിച്ചിട്ട് ആ ഡാറ്റേനെ നമുക്കൊരു മെമ്മറി കാർഡിലേക്ക് സ്റ്റോർ ചെയ്ത് പിന്നീട് ആ മെമ്മറി കാർഡ് മാത്രം ഉപയോഗിച്ചിട്ട് നമുക്ക് ആ വാല്യൂസൊക്കെ ഇങ്ങനെ ഒരു ഗ്രാഫായിട്ടോ അല്ലെങ്കിൽ വേർഡ് ഫയലായിട്ട് നമുക്ക് കിട്ടുന്നതാണ്. അതേപോലെ തന്നെ വേവ് ഷീൽഡ് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, പാട്ടൊക്കെ കേൾക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേവ് ഷീൽഡ് വെച്ചിട്ട് അതിൻ്റെ പർട്ടിക്കുലർ പ്രോഗ്രാം നമുക്ക് കയറ്റി കഴിഞ്ഞാൽ നമുക്ക് മെമ്മറി കാർഡിൽ നിന്ന് പാട്ട് അത് സ്പീക്കറിലേക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്ന രൂപത്തിൽ നമുക്ക് കിട്ടുന്നതാണ്. പിന്നെ അടുത്ത് നമ്മൾ പറയുമ്പോൾ Arduino കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ ഇത് എങ്ങനെ നമുക്ക് ഔട്ട്പുട്ടും ഇൻപുട്ടൊക്കെ കൊടുക്കുക, ഇൻ്റർഫേസ് എങ്ങനെ ചെയ്യാന്നുള്ളതാണ് ഈ സെക്ഷനിൽ പറയുന്നത്. അപ്പോൾ നമ്മൾ ബ്രെഡ് ബോർഡ് എന്നൊക്കെ കേട്ടോളൂ. ബ്രെഡ് ബോർഡ് എന്ന് പറയുമ്പോൾ നമുക്ക് ബ്രെഡ് ബോർഡ് പോലെ തന്നെ ഇതിൽ കുറേ പിൻസ് കൊടുത്തിട്ടുണ്ട്. ഈ കാണുന്നതാണ് നമുക്ക് ഔട്ട്പുട്ടും ഇൻപുട്ടും കൊടുക്കാൻ പറ്റുന്ന പിൻസുകൾ. ഇതിലൊരു ജമ്പർ വയർ കയറ്റി വെച്ചിട്ട് നമുക്ക് ബ്രെഡ് ബോർഡിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് നമുക്ക് കൂടുതലായിട്ടുള്ള ആപ്ലിക്കേഷന് വേണ്ടിയിട്ടുള്ള ഔട്ട്പുട്ട് ഇൻപുട്ട് ഡിവൈസസ് ഇവിടെ കണക്ട് ചെയ്യാം. അല്ലെങ്കിൽ നമുക്കിപ്പോൾ ഒരു LED അവിടെ കണക്ട് ചെയ്യുന്നത് വെച്ചാൽ അവിടെ കണക്ട് ചെയ്യാം. അത്ര സിമ്പിളായിട്ട് ഇൻ്റർഫേസ് ചെയ്യാൻ പറ്റും. അല്ലാണ്ട് നമുക്ക് ഇന്ന പ്രൊപ്രൈറ്ററി സാധനങ്ങൾ തന്നെ വേണമെന്നൊന്നുമില്ല നമുക്ക് ഒരു Arduinoയിലേക്ക് ഇൻ്റർഫേസ് ചെയ്യാൻ. അതേപോലെ നമുക്ക് പിന്നൊന്നും കൂടി വ്യക്തമായിട്ട് പറഞ്ഞുതരാം. ഇപ്പം കണ്ടില്ല ഒരു ബോർഡറിൽ കാണിച്ചിരിക്കണതാണ് നമ്മുടെ ഡിജിറ്റൽ പിൻസ്. അപ്പോൾ 0 to 13 വരെയാണ് നമുക്ക് ഡിജിറ്റൽ പിന്ന് ലഭിച്ചിരിക്കുന്നത്. അപ്പം നമുക്ക് ഈ
കുറേ നമുക്ക് കുറേ സെൻസേഴ്സിൻ്റെ അതേപോലെ ഡിജിറ്റൽ ഔട്ട്പുട്ടിൻ്റെ ആവശ്യമുണ്ട്. ഇപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും LED മെട്രിക്സ് ഡിസ്പ്ലേ ഒക്കെ കണ്ടിട്ടുണ്ടാവും. കുറേ LED ഉണ്ട്. അപ്പോൾ ഇത്ര LED എങ്ങനെ കൺട്രോൾ ചെയ്യുക? അങ്ങനെയൊക്കെ നിങ്ങൾക്ക് സംശയം തോന്നിയിട്ടുണ്ടാവും. അപ്പോൾ ഇതിൽ നിന്ന് കിട്ടുന്ന PWM പൾസ് വിഡ്ത്ത് മോഡുലേഷൻ നമുക്കൊരു മൾട്ടിപ്ലക്സറിലേക്ക് കൊടുക്കാം. എന്താണ് മൾട്ടിപ്ലക്സർ എന്ന് പറഞ്ഞാൽ, ഒരു ഇൻപുട്ടിനെ നമ്മൾ ഇങ്ങനെ കൗണ്ട് ചെയ്ത് നെക്സ്റ്റ് കുറേ മൾട്ടിപ്പിൾ ഇൻപുട്ടായിട്ട് ഇങ്ങനെ മാറി മാറി കൊടുക്കുന്നതിനാണ് മൾട്ടിപ്ലക്സർ എന്ന് പറയുന്നത്. അത് വേറെ IC ആയിട്ട് നമുക്ക് ലഭിക്കുന്നതാണ്. നമ്മൾ പ്രോഗ്രാം സെക്ഷനിൽ കിടക്കുമ്പോൾ നമുക്കത് കാണുന്നതാണ്. ഇതിൽ കണ്ടിട്ടുണ്ടാവും നിങ്ങൾ ഓരോ നമ്പറിൻ്റെ മുന്നിൽ ഒരു വളഞ്ഞ വര കണ്ടിട്ടുണ്ടോ? അതെന്താണെന്ന് കാണിക്കുന്നത് വെച്ചാൽ ഇതിൽ 6 പിൻസിനാണ് അങ്ങനെ ഒരു വളഞ്ഞ വര തന്നിട്ടുള്ളത്. PWM ഫംഗ്ഷൻ എനേബിൾ ചെയ്തിട്ടുള്ള പിന്നാന്ന് കാണിക്കുകയാണ് വര കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ കണ്ടില്ലേ 11, 10, 9, 6, 5, 3 അതേപോലത്തെ ഉള്ള പിൻസിനൊക്കെ നമുക്ക് PWM ഫംഗ്ഷൻ എനേബിൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ PWM ഫംഗ്ഷൻ എന്താണെന്നുള്ളത് നമ്മൾ പറയുന്നതാണ്. പിന്നെ ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കമ്മ്യൂണിക്കേഷന് വേണ്ടി ഉപയോഗിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ പ്രോഗ്രാമിൽ നമ്മൾ സീരിയൽ മോണിറ്റർ എനേബിൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബോർഡ് റേറ്റ് ഫിക്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഫിക്സ് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഔട്ട്പുട്ടിലൂടെ നമുക്ക് ആ സീരിയൽ വാല്യൂസ് കിട്ടും. അതേപോലെ തന്നെ നമുക്ക് ഒരു ബ്ലൂടൂത്ത് അതേപോലെയുള്ള ഡിവൈസസ് എക്സ്റ്റേണൽ ഡിവൈസസ് കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് അതിൽ നിന്ന് റീഡിങ് കിട്ടാനും അതിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്ത് നമ്മുടെ ഫോണിലേക്കാണെങ്കിൽ സെൻഡ് ചെയ്യാനും TX RX ആണ്. TX എന്ന് പറഞ്ഞാൽ ട്രാൻസ്മിറ്ററാണ്, RX എന്ന് പറഞ്ഞാൽ റിസീവറാണ്. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത്? പ്രോഗ്രാം അപ്പോൾ ഒരു മോഡ്യൂൾ ഇപ്പോൾ ബ്ലൂടൂത്ത് മോഡ്യൂളാണെങ്കിൽ അതിൽ RX TX എന്ന് പറഞ്ഞിട്ട് അതിൽ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ഇതിൻ്റെ RX എടുത്തിട്ട് അതിൻ്റെ ട്രാൻസ്മിറ്ററിലേക്കും അതേപോലെ തന്നെ ഇതിൻ്റെ TX എടുത്തിട്ട് RXയിലേക്കും കൊടുക്കണം. അത് പറയേണ്ട ആവശ്യമില്ല. എന്താണെന്ന് വെച്ചാൽ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന വാല്യൂ അതിലേക്ക് റിസീവാണ് ചെയ്യേണ്ടത്. അതേപോലെ തന്നെ റിസീവ് ചെയ്യുന്ന നമ്മൾ അതിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്യുന്ന വാല്യൂ നമുക്ക് ഇതിൻ്റെ റിസീവറിലേക്കാണ് കിട്ടേണ്ടത്. അതാണ് കോമൺ, ഇതാണ് നമ്മൾ യൂസ് ചെയ്യണത്. പിന്നെ ഞാൻ പറഞ്ഞു 16 MHz ഒരു ക്ലോക്ക് ഫ്രീക്വൻസിയിൽ സെറ്റ് ചെയ്തിട്ടുള്ള ഒരു ക്രിസ്റ്റൽ ഓസിലേറ്റർ ഉണ്ടെന്ന്. ഇവിടെ 16,000 MHz ഇവിടെ എഴുതി തന്നിട്ടുണ്ട്. നമുക്കത് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ. അതേപോലെ തന്നെ ഇതാണ് എറ്റ്മേഗഡയുടെ 328P എന്ന് പറഞ്ഞിട്ടുള്ള ഡ്യുവൽ ഇൻലൈൻ പാക്കേജിലുള്ള ഇതാണ് നമ്മുടെ മൈക്രോകൺട്രോളർ. ഇതാണ് ശരിക്കും Arduinoയുടെ ബ്രെയിൻ എന്ന് പറയുന്നത്. ഇതിലേക്കാണ് പ്രോഗ്രാം കയറ്റുന്നത്. അതേപോലെ തന്നെ ഈ കാണുന്നതാണ് നമ്മുടെ സീരിയൽ ഇൻ്റർഫേസിങ് IC എന്ന് വെച്ചാൽ നമ്മുടെ കമ്പ്യൂട്ടറിലേക്ക് കണക്ട് ചെയ്യുമ്പോൾ കമ്പ്യൂട്ടറിനെ പറഞ്ഞു കൊടുക്കുന്നത് Arduino ആണ് കുത്തിക്കണത് എന്നുള്ളത് കാണിച്ചു കൊടുക്കുന്നതാണ് ഈ സീരിയൽ ഇൻ്റർഫേസിങ് IC. അതേപോലെ തന്നെ ഈ റീസെറ്റ് സ്വിച്ച് ആണ് നമ്മുടെ പ്രോഗ്രാം റീസെറ്റ് ചെയ്യാനുള്ളത്. അതേപോലെ തന്നെ നിങ്ങൾക്ക് TX എന്ന് കാണാം, അത് RX. അപ്പോൾ ഈ പിന്നെ ആക്റ്റീവ് ആണെങ്കിൽ ഇവിടെ ലൈറ്റ് കത്തും. അതിൻ്റെ ഇത് അനുസരിച്ച് TX RX മാറി മാറി കത്തും. ഇവിടെ ഒരു LED കൊടുത്തിട്ടുണ്ട്. Arduino ഓണായിട്ടുണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ LED കത്തുന്നത്. പിന്നെ ഇതാണ് നമ്മുടെ ബാരൽ ജാക്ക്. ഇതിലാണ് നമ്മൾ 12 വോൾട്ട് കൊടുത്തിരിക്കുന്നത്. പിന്നെ അപ്പോൾ നമ്മുടെ 12 വോൾട്ട് കൊടുക്കുന്ന സാധനം ഇതിന് ഡയറക്റ്റ്ലി ഈ വോൾട്ടേജ് റെഗുലേറ്ററിലാണ് പോവുക. ഇതിൽ നിന്ന് റെഗുലേറ്റ് ചെയ്ത് 5 വോൾട്ട് ആയതിനു ശേഷമാണ് ബാക്കിയുള്ള ICയിലായാലും ഓസിലേറ്ററിലേക്ക് ആയാലും ബാക്കി എല്ലായിടത്തിലേക്കും പോകുന്നത് ഈ 5 വോൾട്ടാണ്. ഇവിടെ V എന്ന് പറഞ്ഞിട്ട് നമുക്ക് കൊടുത്തിട്ടുണ്ട്. നമ്മൾ പവറിൻ്റെ സെക്ഷനിൽ പറയുന്നതാണ്. അപ്പം നെക്സ്റ്റ് പിന്നെ നമ്മൾ അടുത്തതായിട്ട് പറയുന്ന അനലോഗ് വാല്യൂസിനെ കുറിച്ചാണ്. അപ്പം അനലോഗ് നമുക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് 6 അനലോഗ് പിൻസുകൾ കൊടുത്തിട്ടുണ്ട്. അനലോഗ് വാല്യൂ എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് വാല്യൂസ് ആണ്. നമ്മുടെ സെൻസറിൽ നിന്നൊക്കെ ഔട്ട്പുട്ട് ചെയ്ത് കിട്ടുന്ന വാല്യൂസ് ആണ്. എന്ന് വെച്ചാൽ ഒരു സൈൻ വേവ് വരച്ചിട്ടുണ്ടെങ്കിൽ അതിൽ കണ്ടിന്യൂസ് വാല്യൂസ് അല്ലേ കൊണ്ടുവരിക. അപ്പം നമ്മൾ അങ്ങനെ ഇടയിലും മൾട്ടിപ്പിൾ വാല്യൂസ് ഉണ്ടാവും. അങ്ങനത്തെ വാല്യൂസിനാണ് നമ്മൾ അനലോഗ് വാല്യൂസ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഡിജിറ്റൽ വാല്യൂസ് എന്ന് നേരത്തെ പറയുന്ന പോലെ തന്നെ 0ഉം 5ഉം മാത്രമല്ല, ഒരു സ്ക്വയർ വേവ് പോലെയാണ് കിട്ടുക, ഇങ്ങനെ സ്ക്വയർ പൾസ് പോലെ. അതേപോലെ തന്നെ നേരത്തെ പറയാൻ വിട്ടുപോയ ഒരു കാര്യമാണ് ഈ L എന്ന് പറഞ്ഞ LED നമ്മുടെ 13th പിന്നിലേക്കാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഡയറക്റ്റ്ലി കണക്ട് ചെയ്തത് എന്ന് വെച്ചാൽ നമുക്ക് ഒരു Arduino മേടിച്ചിട്ട് നമുക്ക് അപ്പം തന്നെ ടെസ്റ്റ് ചെയ്യണം. പക്ഷേ ഒരു LED പോലും ഇല്ല കത്തിച്ച് നോക്കാൻ. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? ഈ LED നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് അതെന്താണ് ചെയ്യേണ്ടതെന്ന് മാറ്റാവുന്നതാണ്. ഈ 13th പിന്നിലേക്ക് ഡയറക്റ്റ്ലി കണക്ഷനുള്ള ഈ LED ആണ്. അപ്പോൾ നമുക്ക് പ്രോഗ്രാമിൽ ഓൾറെഡി ഇതിനെ ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട് LED ബിൽറ്റ് ഇൻ എന്ന് പറഞ്ഞിട്ട്. നമുക്ക് പ്രോഗ്രാമിംഗ് സെക്ഷനിലേക്ക് കടക്കുമ്പോൾ ഇത് കാണാൻ ഇവിടെ ഈ LED ബിൽറ്റ് ഇൻ എന്ന് പറഞ്ഞിട്ട് നമുക്ക് 13ാമത്തെ LED സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ഈ 6 അനലോഗ് പിൻസിലാണ് നമുക്ക് അനലോഗ് വാല്യൂസ് കൊടുക്കാൻ പറ്റുന്നത്. ഇതിൽ അനലോഗ് വാല്യൂ ഇൻപുട്ട് ചെയ്യുന്നത് അനലോഗ് ADC ഉള്ള കാരണം 10 ബിറ്റ് ADC ഉള്ള കാരണം 1023 എന്ന് പറയുന്നത് മാക്സിമം. 5 വോൾട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് 1023 എന്നായിരിക്കും നമ്മുടെ Arduino റീഡ് ചെയ്യുക. അവിടെ മാക്സിമം 5 വോൾട്ട് വന്നു എന്ന് പറയുന്നത് 5 വോൾട്ട് എന്നല്ല കാണിക്കുക, 1023 എന്നാണ് കാണിക്കുക.
അപ്പോൾ 0 വോൾട്ട് വന്നാലും അപ്പോൾ 0 എന്ന് കാണിക്കും. അതേപോലെ തന്നെ നമുക്ക് ഡിജിറ്റൽ ഔട്ട്പുട്ട് Arduino കൊടുക്കുകയെന്ന് വെച്ചാൽ അത് മാക്സിമം വാല്യൂ 255 കൊടുക്കുക. അതേപോലെ തന്നെ നമ്മൾ പവറിൻ്റെ കാര്യം പറയുമ്പോൾ ഇവിടെ 5 വോൾട്ട് നമുക്ക് ഡയറക്റ്റ്ലി കിട്ടുന്നുണ്ട്. ഗ്രൗണ്ട് 2 നമുക്ക് പല സൈഡിലുമായിട്ട് ഗ്രൗണ്ട് 3 ഇവിടെ കിട്ടുന്നുണ്ട്. നമുക്ക് നമ്മുടെ ഇന്റർഫേസ് നടത്തുമ്പോൾ തന്നെ ഗ്രൗണ്ട് പെട്ടെന്ന് ഓരോരുത്തർന്നും വലിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഗ്രൗണ്ട്. അതേപോലെ തന്നെ നേരത്തെ ഇവിടെ ഒരു 3.3 വോൾട്ടേജ് ഒരു ടെർമിനൽ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ചില സെൻസേഴ്സിനൊക്കെ 3.3 വോൾട്ടേജിൽ മാത്രമേ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം അങ്ങനത്തെ ആപ്ലിക്കേഷനൊക്കെ വരുമ്പോൾ നമുക്ക് 3.3 മാത്രമായിട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് അവർ 3.3യുടെ പിന്ന് കൊടുത്തിരിക്കുന്നത്. അത്രയും എഫിഷ്യൻ്റ് ആയിട്ട് നമുക്ക് ഇതിൽ കമ്പോണൻസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് അത്യാവശ്യം നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ നമുക്ക് Arduinoയിൽ തന്നെ ലഭിക്കുന്നതാണ്. അതേപോലെ തന്നെ ഈ VIN എന്ന് പറഞ്ഞിട്ടൊരു പിന്ന് കൊടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ അത് ബാരൽ ജാക്കിൻ്റെ അവിടേക്കുള്ള കണക്ഷനാണ്. എന്ന് വെച്ചാൽ ഇവിടെ 12 വോൾട്ട് കൊടുക്കുകയാണെങ്കിൽ അത് ഡയറക്റ്റ്ലി പോയിട്ട് കൺവേർട്ട് ചെയ്തിട്ട് 5 വോൾട്ട് ആയിട്ടല്ലേ വരിക. പക്ഷേ ഇതിൻ്റെ പിന്നെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഡയറക്റ്റ്ലി ഇതിൻ്റെ പോസിറ്റീവിലേക്ക് കണക്ട് ചെയ്യാന്ന് വെച്ചാൽ ഇപ്പോൾ ഇവിടെ 12 വോൾട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്ന് കിട്ടുന്നതും 12 വോൾട്ട് ആയിരിക്കും. അതേപോലെ ഇവിടെ കണക്ഷൻ കൊടുക്കാൻ പറ്റുന്ന നമ്മുടെ ബാരൽ ജാക്ക് ഇല്ലാന്ന് വെക്കാം. അപ്പോൾ നമുക്ക് ഇവിടെ ഡയറക്റ്റ്ലി ഒരു VIN പിന്നിലേക്ക് 12 വോൾട്ട് കൊടുത്താലും അത് ഡയറക്റ്റ്ലി പോണത് നമ്മുടെ വോൾട്ടേജ് റെഗുലേറ്ററിലാണ്. അപ്പോൾ നമുക്ക് 5 വോൾട്ട് ആയിട്ട് ഇങ്ങോട്ട് തിരിച്ച് കിട്ടുന്നതാണ്. അപ്പോൾ നമുക്ക് ബാരൽ ജാക്ക് ഇല്ലെങ്കിൽ വേണ്ട, VIN പിന്നിലേക്ക് കൊടുക്കാം. നമ്മുടെ കയ്യിൽ ഒരു 9 വോൾട്ട് ബാറ്ററി ഉണ്ടെങ്കിൽ അത് VIN പിന്നിലേക്ക് കൊടുത്താലും മതി. നമുക്ക് ഒന്നിനും ലിമിറ്റേഷൻ എന്ന് പറയാനൊന്നുമില്ല. നമ്മുടെ ക്രിയേറ്റിവിറ്റി ആണ് നമുക്ക് ഇതിൽ ചെയ്യാൻ പറ്റും. നമ്മൾ ഒന്നിനും റെസ്ട്രിക്ഷൻ തന്നിട്ടില്ല. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡിജിറ്റലും അനലോഗും തമ്മിലുള്ള വ്യത്യാസമാണ് നമ്മൾ ഈ പറയാൻ പോണത്. അപ്പോൾ നമ്മൾ ഡിജിറ്റൽ വാല്യൂസ് ആണ് ആദ്യം പറയുന്നത്. അപ്പോൾ നമുക്ക് കമ്പ്യൂട്ടറിന് രണ്ട് വാല്യൂസ് അറിയുള്ളൂ, 1 ആണോ 0 ആണോ അങ്ങനത്തെ. അതാണ് ഡിജിറ്റൽ വാല്യൂസ് ആയിട്ട് നമ്മൾ പറയുന്നത്. ഇപ്പോൾ 2 സ്റ്റേറ്റ് മാത്രമേ ഉണ്ടാവും. ഇപ്പോൾ 1 ആണെങ്കിൽ ഓണ്, 0 ആണെങ്കിൽ ഓഫ്, അങ്ങനത്തെ 2 സ്റ്റേറ്റ് മാത്രം കമ്പ്യൂട്ടർ ലാംഗ്വേജിന് മാത്രമേ അറിയുള്ളൂ. അത് കമ്പ്യൂട്ടറിന് അങ്ങനെ ഭാഷ അങ്ങനെ 2 ഉള്ളൂ. അതേപോലെ നമുക്ക് GPIO പിന്നെ ഔട്ട്പുട്ട് കിട്ടുന്നത് 2 വാല്യൂസ് മാത്രമാണ്, 0 അല്ലെങ്കിൽ 5. ഇതിൽ കാണിച്ച പോലെ തന്നെ ഇപ്പോൾ ഓണാണെങ്കിൽ 1 എന്നായിരിക്കും നമ്മുടെ സിസ്റ്റത്തിൽ നമ്മുടെ ഡിജിറ്റൽ റീഡാണ് എടുക്കുന്നത് വെച്ചാൽ 1 എന്നായിരിക്കും ഇരിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഓഫ് ആണെങ്കിൽ 0 എന്നായിരിക്കും കളിക്കുക. അതേപോലെ തന്നെ നമ്മൾ പ്രോഗ്രാമിൽ എഴുതുമ്പോൾ തന്നെ ഹൈയും ലോ ആണ് മെയിൻലി യൂസ് ചെയ്യുക. നമ്മുടെ ഒരു ഔട്ട്പുട്ട് കൊടുക്കാൻ പോണത് ഹൈ ആണ്, അതേപോലെ തന്നെ 5 വോൾട്ട് ആണ് കൊടുക്കുന്നത് അങ്ങനെ ഉള്ളത്. അപ്പോൾ നമുക്കിത് കാണുമ്പോൾ തന്നെ അറിയാം, 1ഉം 0യ്ക്കും പകരം 5 വോൾട്ട് 0 വോൾട്ട് അതേപോലെ ഹൈയും ലോ എന്നാണ് നമ്മൾ കൊടുക്കുന്നത്. പിന്നെ നമ്മുടെ ഫിസിക്കൽ വേൾഡ് എനലോഗാണ്. അപ്പം എനലോഗ് വാല്യൂസ് എന്ന് പറയുമ്പോൾ ഇൻ്റർമീഡിയറ്റ് വാല്യൂസ് ഒക്കെ വരുമ്പോൾ ഇപ്പോൾ 0 to 5 ആണെങ്കിൽ അതിൻ്റെ ഇടയിലുള്ള വാല്യൂസ് ഒക്കെ നമുക്ക് കിട്ടണമെങ്കിൽ എനലോഗ് റീഡ് ചെയ്യണം, എന്നാലും നമുക്ക് അതിൻ്റെ ഇടയിലുള്ള വാല്യൂസ് കിട്ടും. അപ്പോൾ പക്ഷേ നമ്മുടെ GPIO പിൻസിന് അതിൻ്റെ ഇടയിലുള്ള വാല്യൂസ് ഒന്നും കിട്ടുന്നില്ല. 0ഉം 5ഉം മാത്രമാണ് അതിന് മാക്സിമം ഔട്ട്പുട്ട് ചെയ്യാൻ പറ്റുന്നത്, അതേപോലെ തന്നെ ഇൻപുട്ട് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ എങ്ങനെ നമുക്കത് ഇപ്പോൾ 2.75 വോൾട്ടേജ് എന്ന് പറഞ്ഞ വോൾട്ടേജ് നമ്മൾ ഇങ്ങനെ ഉണ്ടാക്കും. ഈ 0.5ഉം 5ഉം മാത്രം തരുന്ന ഒരു ഡിജിറ്റൽ ഔട്ട്പുട്ട് പിന്നീന്ന് അതിനാണ് നമ്മൾ ഒരു ടെക്നിക്ക് യൂസ് ചെയ്യുന്നത്, PWM മോഡുലേഷൻ എന്ന് വെച്ചാൽ പൾസ് വിഡ്ത്ത് മോഡുലേഷൻ. ആ പേരിൽ തന്നെ ഉണ്ട്, നമ്മൾ പൾസിൻ്റെ വിഡ്ത്താണ് ചേഞ്ച് ചെയ്യണത്, മോഡുലേറ്റ് ചെയ്യുന്നത് ചേഞ്ച് ചെയ്യണത്. അപ്പോൾ പൾസിൻ്റെ നമ്മൾ ഒരു ഔട്ട്പുട്ട് പൾസ് എന്ന് പറയുമ്പോൾ 5 വോൾട്ട് നിന്ന് ഒരു ടൈമിൽ ഒരു 5 വോൾട്ട് മാത്രം കൊടുക്കുന്ന ഒരു പൾസിനെ ഇടയിൽ വെച്ചിട്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഓഫ് ചെയ്ത് കളിക്കുകയാണ്. എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു ടൈമിൽ നമ്മളൊരു 100% 5 വോൾട്ടേജ് കൊടുക്കുന്ന ഒരു പൾസിനെ നമ്മൾ ഇടയിൽ വെച്ച് 50% ആക്കി കട്ട് ചെയ്തു, എന്നിട്ട് അത് കൊടുക്കണം. അത് നമുക്ക് കൊടുക്കുന്ന സ്പീഡോ 16 MHz നമ്മളൊരു ഔട്ട്പുട്ട് കൊടുക്കുന്നത്, ആ ഫ്രീക്വൻസി കൊടുക്കുന്ന മറ്റേ ഡിജിറ്റൽ പിന്നീനൊക്കെ ഔട്ട്പുട്ട് കിട്ടുന്നത്. അപ്പം നമുക്ക് ഔട്ട്പുട്ട് പെട്ടെന്ന് ഓണാക്കി ഓഫ് ചെയ്ത് ഇരിക്കുമ്പോൾ തന്നെ നമുക്ക് അത് കിട്ടുന്ന ഔട്ട്പുട്ട് കിട്ടുന്നത് 50% ആയിട്ട്, ആ വോൾട്ടേജിൻ്റെ 50% ആയിട്ടായിരിക്കും കിട്ടുന്നത്. അതെ, ഇപ്പോൾ ഞാൻ ഇമേജിൻ ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ഒരു ഫാൻ കറങ്ങുന്ന പോലെ, ആ ഫാനാണെങ്കിൽ ഒരേ സ്പീഡിൽ മാത്രം കറങ്ങുള്ളൂ. ഇപ്പോൾ ഹൈ സ്പീഡിലാണെങ്കിൽ ഹൈ സ്പീഡിൽ മാത്രം കറങ്ങുള്ളൂ. അപ്പം നിങ്ങൾ സ്വിച്ച് ഓൺ ചെയ്ത് ഓഫ് ചെയ്ത് കളിക്കുകയാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഓൺ ചെയ്ത് ഓഫ് ചെയ്ത് ഫാൻ എന്താവണത് ഓൺ ചെയ്ത് ഓഫ് ആവുന്നത്. അപ്പം നമുക്ക് സ്പീഡ് കുറയണ മാതിരി ഒരു ഫീൽ കിട്ടും. അതേ ടെക്നിക്ക് തന്നെയാണ് നമ്മൾ ഈ പൾസ് വിഡ്ത്ത് മോഡുലേഷനിലും കൊണ്ടുവരുന്നത്. അപ്പം എത്ര നേരം നമുക്ക് ഔട്ട്പുട്ട് ഓൺ ആയിരിക്കുന്നോ അത്രയും നമുക്ക് ഹയർ ഔട്ട്പുട്ട് നമുക്ക് പുറത്തത് ആക്ച്വൽ വാല്യൂവിനെക്കാട്ടും ഔട്ട്പുട്ട് ചെയ്ത് കിട്ടുന്നു. ഇതേക്കാണ്ട് ഇപ്പോൾ ഈ ഗ്രാഫ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ ഓൺ സ്റ്റേറ്റ് എന്ന് പറഞ്ഞിട്ടും ഇവിടെ പോകുന്നുണ്ട്, ഓൺ സ്റ്റേറ്റ് ആയിട്ടുള്ള ഒരു പൾസ്. അതിൽ നമ്മൾ 75% നമ്മൾ അവിടെ ഓണാക്കി വെച്ചു, എന്നിട്ട് 25
പെർസെൻറ്റേജ് നമ്മൾ അവിടെ കട്ട് ചെയ്തു. ആ ടി എ എന്ന് പറയുന്ന ടൈം പീരീഡ് കഴിയുമ്പോൾ നമ്മൾ ഒരു 25% അവിടെ കട്ട് ചെയ്ത് വന്നു. അപ്പം നമുക്ക് ഒരു LED ആണ് ഔട്ട്പുട്ടിൽ കൊടുത്തതെന്ന് വെച്ചാൽ അതിൻ്റെ 75% ബ്രൈറ്റ്നസ് എന്ന് വെച്ചാൽ നമ്മൾ 5 വോൾട്ടിൽ കൊടുക്കുന്നതിൻ്റെ 75% മാത്രം ഔട്ട്പുട്ടിലേക്ക് വരുള്ളൂ. അപ്പം നമ്മുടെ LED ബ്രൈറ്റ്നസ് എന്ന് പറയുന്നത് 70%, 75% മാത്രം കാണുള്ളൂ. പെട്ടെന്ന് മിന്നിച്ച് പോകണമല്ലോ നമ്മുടെ പേഴ്സൺ വിഷനൊക്കെ പറയുമ്പോൾ നമുക്ക് ഇത്ര ടൈമിലുള്ളത് മാത്രമേ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ അതേപോലെ മിന്നിച്ച് പോകുമ്പോൾ കാരണം നമുക്കത് 75% ബ്രൈറ്റ്നസ്സിലാണ് ഗ്ലോ ചെയ്യുന്നതായിട്ട് തോന്നുന്നത്. അതേപോലെ തന്നെ നമ്മൾ 50% വെച്ച് കട്ട് ചെയ്തു എന്ന് പറഞ്ഞാൽ നമ്മുടെ LED 50% ആയിട്ട് ബ്രൈറ്റ്നസ്സിൽ കാണുന്ന മാതിരിയാണ് നമുക്ക് തോന്നുക. അതേപോലെ തന്നെ അതേ സിസ്റ്റം തന്നെ നമ്മൾ 70% ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് 25% ബ്രൈറ്റ്നസ്സിലായിരിക്കും നമുക്ക് കാണാം. ഈ ഒരു ഐഡിയ നിങ്ങൾക്ക് മനസ്സിലുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് PW ഫംഗ്ഷൻ എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് എളുപ്പമായിട്ട് പറയാൻ പറ്റും. ഇനി നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് കിടക്കാം. ഇത് മനസ്സിലായി നല്ലതായിരിക്കും വിചാരിക്കുന്നു. പിന്നെ നമുക്ക് സ്കെയിൽസുകൾ പറയാം. നമുക്ക് നമ്മുടെ Arduinoയ്ക്ക് കൊടുക്കാനും വാങ്ങാനും പറ്റുന്ന മാക്സിമം വാല്യൂസിനെ കുറിച്ചാണ് പറയുന്നത്. ഫിസിക്കൽ വാല്യൂസ് 0.5 വോൾട്ട്. അതിൻ്റെ ഞാൻ പറഞ്ഞു അതിൻ്റെ ഓപ്പോസിറ്റാണ് ഡിജിറ്റൽ റൈറ്റ് കൊടുക്കുന്നത് ലോ എന്ന് പറഞ്ഞാൽ 0 വാല്യൂ ആണ്. സീറോയ്ക്ക് പകരം ലോ എന്ന് പറഞ്ഞ വാല്യൂ നമുക്ക് 0 വോൾട്ടേജ് ആയിരിക്കും നമ്മൾ ആ ഡിജിറ്റൽ ഔട്ട്പുട്ടിൽ കൊടുക്കുക എന്ന് വെച്ചാൽ 0 വോൾട്ടേജ്. പിന്നെ ഡിജിറ്റൽ റൈറ്റിൽ അതേപോലെ തന്നെ നമുക്ക് 1 ആണ് കൊടുക്കുക എന്ന് വെച്ചാൽ ഹൈ എന്ന് പറഞ്ഞ വാല്യൂ അത് കൊടുക്കുക. എന്ന് വെച്ചാൽ നമുക്ക് ഔട്ട്പുട്ട് ചെയ്ത് കിട്ടുന്നത് 5 വോൾട്ട് ആയിരിക്കും. അതേപോലെ ഡിജിറ്റൽ റീഡ് എന്ന് പറയുമ്പോൾ അതേപോലെ തന്നെ മുകളിലുള്ള പോലെ തന്നെയാണ്. നമുക്ക് ലോ ആണ് മിനിമം വാല്യൂ, ഹൈ ആണ് മാക്സിമം വാല്യൂ. അനലോഗ് റീഡ് ഫംഗ്ഷനിൽ നമുക്ക് 0 to 123 ആണ് നമുക്ക് കൊടുക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ 10 ബിറ്റ് ADC ആണ്. അപ്പോൾ 10 ബിറ്റ് ADC ആയതുകൊണ്ട് നമുക്ക് മാക്സിമം വാല്യൂ 5ന് കിട്ടാവുന്ന 5 വോൾട്ടേജ് വന്ന ADC റീഡ് ചെയ്യുന്ന വാല്യൂ എന്ന് പറയുന്നത് 1023 ആണ്. നമ്മളത് അനലോഗ് റീഡ് ഫംഗ്ഷൻ്റെ ഒരു സിമുലേഷൻ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് അത് വ്യക്തമായി മനസ്സിലാവുന്നതാണ്. അതേപോലെ തന്നെ അനലോഗ് റൈറ്റ് നമ്മുടെ Arduinoയ്ക്ക് പുറത്തേക്ക് ഒരു അനലോഗ് വാല്യൂ കൊടുക്കാൻ പറ്റുന്നത് മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് 255 ആണ്. ഇപ്പോൾ നമ്മൊരു LED കൊടുക്കുകയാണ്, അത് ഫുൾ ബ്രൈറ്റ്നസ്സിൽ അനലോഗ് പിന്നിൽ കത്തണം. അപ്പോൾ നമ്മൾ അനലോഗ് ഔട്ട്പുട്ടിൽ നമുക്ക് LED കൊടുക്കാവുന്ന വാല്യൂ എന്ന് പറയുന്നത് 255 ആണ്. എന്തായാലും LED ഫുൾ ബ്രൈറ്റ്നസ്സിൽ അവിടെ കത്തോളും. അതാണ് നമ്മുടെ സ്കെയിൽ കൊണ്ട് നമുക്ക് ഉദ്ദേശിക്കുന്നത്. ഈ ഒരു സ്കെയിൽ നമ്മുടെ മനസ്സിൽ വേണം. എപ്പോഴും പ്രോഗ്രാം ചെയ്യുമ്പോൾ നമ്മുടെ Arduinoയ്ക്ക് മാക്സിമം കൊടുക്കാവുന്ന വാല്യൂ എന്താണെന്ന് അറിയണം. അതേപോലെ മിനിമം കൊടുക്കാൻ പറ്റുന്ന വാല്യൂസ് എന്താണെന്നുള്ളത് മനസ്സിൽ വെക്കണം. അത് നമ്മുടെ ഓരോ പ്രൊജക്റ്റിനും ഇപ്പോൾ നമ്മൾ പ്രൊജക്ട്സ് ആലോചിക്കുമ്പോൾ തന്നെ നമുക്ക് മാക്സിമം ഒരു അതിൽ കൊടുക്കാൻ പറ്റുന്ന വാല്യൂസ് ഒക്കെ ആലോചിച്ചിരുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ Arduinoയിലും കമ്പയർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കത് എന്നെ നമ്മുടെ പ്രൊജക്റ്റിന് പറ്റോ അല്ലെങ്കിൽ അത് വളരെ കുറഞ്ഞു പോയില്ലേ എന്നൊക്കെ നമുക്കത് തോന്നും. ഇനി അടുത്ത സെക്ഷനിലേക്ക് കിടക്കാണ്. അപ്പം നമ്മൾ പ്രോഗ്രാമിൻ്റെ ഭാഗത്തേക്ക് കിടക്കാണ്, പ്രോഗ്രാമിങ് ചെയ്യേണ്ട ഭാഗം. അപ്പോൾ നമുക്ക് മെയിനായിട്ട് അറിയേണ്ടത് ഔട്ട്പുട്ടും ഇൻപുട്ടും തമ്മിലുള്ള വ്യത്യാസമാണ്. അപ്പം ഞാൻ ഔട്ട്പുട്ടും ഇൻപുട്ടും തമ്മിലുള്ള വ്യത്യാസം പറയാം. ഇപ്പം ഞാൻ നിങ്ങളോട് പറയാം, ഇപ്പം ഈ Arduinoയെ കുറിച്ച് നിങ്ങളോട് പറയാം, നിങ്ങൾ അത് കേൾക്കാണ്, നിങ്ങൾക്കത് ഇൻപുട്ടാണ്, ഞാൻ ചെയ്യണത് ഒരു ഔട്ട്പുട്ട് ഫംഗ്ഷനാണ്. അങ്ങനെയാണ് നമ്മൾ ഇൻപുട്ടും ഔട്ട്പുട്ടും തമ്മിലുള്ള വേരിയേഷൻ കാണുന്നത്. അപ്പോൾ നമ്മൾ ഒരു ബോർഡിൻ്റെ പെർസ്പെക്റ്റീവിലൊക്കെ നോക്കുകയാണെങ്കിൽ Arduino ആണെങ്കിൽ ഞാൻ പറയുന്നത് നിങ്ങൾ ഇൻപുട്ടായിട്ടാണ് കിട്ടുന്നത്, നിങ്ങൾ അത് കേൾക്കാണ്, എന്നിട്ട് അതിൻ്റെ പ്രോസസ്സൊക്കെ നടത്താണ്. അതേപോലെ തന്നെ ഞാനൊരു Arduino ബോർഡ് ആണെങ്കിൽ ഞാൻ നിങ്ങളോട് പറയാണ്, അപ്പോൾ അത് ഔട്ട്പുട്ടായിട്ടുള്ള പോണത്. അപ്പോൾ നമുക്ക് ഇൻപുട്ട് ഔട്ട്പുട്ടിൻ്റെ കൺസെപ്റ്റ് പറയുകയാണെങ്കിൽ നമ്മൾ എന്തൊക്കെ ഡിവൈസസ് ആണ് ഇൻപുട്ടായിട്ട് കൊടുക്കാൻ പറ്റുക, അതേപോലെ തന്നെ എന്തൊക്കെ ഡിവൈസസ് ആണ് ഔട്ട്പുട്ടായിട്ട് കൊടുക്കാൻ പറ്റുകയെന്നൊന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ സിഗ്നൽ ഇൻഫോർമേഷൻ നമ്മൾ അതിലേക്ക് കൊടുക്കുക, ബോർഡിലേക്ക് കൊടുക്കുകയാണ്, നിങ്ങൾക്ക് തരാണ്. ഞാൻ ചെയ്യുന്നത് ഔട്ട്പുട്ട്, നിങ്ങൾ ചെയ്യുന്നത് ഇൻപുട്ട്. അപ്പോൾ എന്തൊക്കെ നമുക്ക് ഒരു ഡിവൈസിലേക്ക് ഇത് കൊടുക്കാൻ പറ്റും, ഇൻപുട്ടായിട്ട് കൊടുക്കാം. അപ്പോൾ ഒരു ബട്ടനൊക്കെ കൊടുക്കാൻ പറ്റും. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരു ബട്ടൺ പ്രസ് ചെയ്യുന്ന സമയത്ത് 5 വോൾട്ട് മാക്സിമം വരുന്നു. അപ്പോൾ നമുക്ക് അനലോഗ് റീഡ് ആയാലും അതേപോലെ ഡിജിറ്റൽ വാല്യൂ. ഇപ്പോൾ ഒരു സ്വിച്ച് എന്ന് പറയുന്നത് നമുക്ക് ഡിജിറ്റൽ ഔട്ട്പുട്ടാണ് കൊടുക്കുന്നത്. എന്ന് വെച്ചാൽ ഓൺ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൺ എന്നാണ് എനിക്ക് പറയാം.
അപ്പോൾ നമ്മൾ എക്സാമ്പിളായിട്ട് പറയുമ്പോൾ ബട്ടൺ സ്വിച്ച് എന്ന് വെച്ചാൽ ബട്ടൺ നമ്മൾ പ്രസ് ചെയ്താൽ ഓണെന്ന് പറഞ്ഞിട്ടായിരിക്കും പോകുന്നത്. അപ്പോൾ ഒരു ഹൈവേയിൽ ഒരു വാല്യൂ ആയിരിക്കും പോകുന്നുണ്ടാവുക. അപ്പോൾ നമുക്ക് അത് ഇൻപുട്ടായിട്ട് നമുക്ക് Arduinoയിലേക്ക് കൊടുക്കാം. അതേപോലെ ലൈറ്റ് സെൻസർ. അപ്പോൾ അത് ലൈറ്റ് സെൻസറിൽ നമുക്ക് കിട്ടുന്ന വാല്യൂസ് എന്ന് പറയുന്നത് അനലോഗ് വാല്യൂസ് ആയിരിക്കും. അപ്പോൾ നമ്മൾ ലൈറ്റിൻ്റെ അനുസരിച്ച് അതിൻ്റെ വാല്യൂസ് ഒക്കെ ചേഞ്ച് ചെയ്യും. അതേപോലെ തന്നെ ഫ്ലക്സ് ഇൻപുട്ട് ഡിവൈസസിനെ കുറിച്ച് ഒന്നുകൂടി വ്യക്തമായിട്ട് നാളെ അജ്മൽ പറഞ്ഞു തരാനാണ് സെൻസേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ക്ലാസ്സിൽ. പിന്നെ നമ്മൾ ഔട്ട്പുട്ട് പറയുകയാണെങ്കിൽ നമുക്ക് Arduinoയിൽ ഇപ്പോൾ ഒരു വാല്യൂ സെൻസ് ചെയ്തു. ഇപ്പോൾ ബട്ടൺ പ്രസ് സെൻസ് ചെയ്തു, ഹൈ വാല്യൂ വന്നു അവിടെ. അപ്പം നമുക്ക് പ്രോഗ്രാം എഴുതിയിട്ടുണ്ട് ഒരു നമ്പർ 6 എന്ന് പറഞ്ഞാൽ പിന്നിൽ അവിടെ ഹൈ വാല്യൂ കൊടുക്കണം. അപ്പം നമ്മൾ ഹൈ വാല്യൂ കൊടുക്കുന്നുണ്ട്. അപ്പം നമുക്ക് എന്തെങ്കിലും അത് കാണാൻ വിഷ്വലി കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ഫിസിക്കൽ വേൾഡിൽ ഒരു LED കൊടുക്കുന്ന വയ്ക്കുക. അപ്പോൾ നമുക്ക് ആ 6 പിന്നിൽ ഒരു LED കത്തുന്നതായിട്ട് കാണാം. അങ്ങനെയാണ് നമ്മൾ ഓരോ ഔട്ട്പുട്ടും കൊടുക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഔട്ട്പുട്ട് ഡിവൈസസ് എന്ന് പറയുമ്പോൾ LED വരുന്നുണ്ട്, DC മോട്ടർ വരുന്നുണ്ട്, സെർവോ മോട്ടർ വരുന്നുണ്ട്, പീസ് ബസ് വരുന്നുണ്ട്, റിലേ വരുന്നുണ്ട്, RGB LED. RGB LED എന്ന് പറയുമ്പോൾ ഒരു LED തന്നെ റെഡ് ഗ്രീൻ ബ്ലൂ അവൈലബിൾ ആയിട്ടുള്ള LED-നെയാണ് RGB LED എന്ന് പറയാം. അപ്പോൾ നമുക്ക് LED അതേപോലത്തെ ഔട്ട്പുട്ട് ഡിവൈസസിനൊക്കെ നമുക്ക് Arduino വെച്ചിട്ട് കൺട്രോൾ ചെയ്യാം. പിന്നെ അടുത്ത സെക്ഷനിലേക്ക് പോകുമ്പോൾ നമുക്ക് Arduino IDE എന്ന് പറഞ്ഞാൽ ഇന്നലെ നിങ്ങളോട് ഇൻസ്റ്റാൾ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു Arduino IDE. അപ്പോൾ എന്താണ് Arduino IDE? അതെന്ന് പറയുന്നത് ഒരു ഇൻ്റഗ്രേറ്റഡ് ഡെവലപ്മെൻറ്റ് എൻവയോൺമെൻ്റ് ആണ്. പലതരം IDEകൾ നമുക്ക് കാണാം. ഓരോ ബോർഡിനും ഓരോ IDE ആയിരിക്കും. ഇപ്പോൾ നമ്മൾ റാസ്ബെറി ചെയ്യുമ്പോൾ വേറൊരു IDE ആയിരിക്കും. അതേപോലെ തന്നെ വേറെ ICs ഒക്കെ ചെയ്യുമ്പോൾ വേറെ IDE ആയിരിക്കും. IDEയുടെ ഫങ്ഷൻ എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് ടൈപ്പ് ചെയ്ത ഹൈ ലെവൽ ലാംഗ്വേജ് ഇപ്പോൾ നമുക്ക് മനസ്സിലാവുന്ന രീതിയിലാണല്ലോ നമ്മൾ എഴുതിക്കണത്. ഇപ്പോൾ ഒരു LED-നെ നമ്മൾ ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ അത് ഒരു LED ആണെന്ന് പറഞ്ഞിട്ട് LED പിന്നെ തന്നെയാണ് എഴുതുന്നത്. പക്ഷേ കമ്പ്യൂട്ടറിന് നമ്മുടെ മൈക്രോകൺട്രോളറിൽ എന്താ മനസ്സിലാവുക? മെഷീൻ ലാംഗ്വേജും ഡിജിറ്റൽ വാല്യൂസ് ആണ്, 0 1 ഒക്കെയാണ്. അപ്പോൾ ഈ IDEയുടെ ഫങ്ഷൻ എന്താണെന്ന് പറയുക, നമുക്ക് എടുത്താണ് പ്രോഗ്രാമിനെ കമ്പൈൽ ചെയ്ത് ഈ Arduinoയുടെ മെഗാ മൈക്രോകൺട്രോളറിന് മനസ്സിലാവുന്ന ഒരു ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്യാണ്, കമ്പൈൽ ചെയ്യാണ്. എന്നിട്ടേ ബേൺ ചെയ്യുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ്, സോഫ്റ്റ്വെയർ ആണ് IDE. അപ്പോൾ ഈ IDE എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു ഡോക്യുമെൻ്റ് എഡിറ്റ് ചെയ്യണ മാതിരി നമുക്ക് ഓരോ പ്രോഗ്രാം എഡിറ്റ് ചെയ്യാം. നമുക്ക് ഇതിൻ്റെ പാരാമീറ്റേഴ്സ് മാറ്റാം, അതേപോലെ ഫങ്ഷൻസ് പോരാ ഇത്ര മാറ്റാം, പിന്നെ ഡിലേ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഡിലേ മാറ്റാം. അത് പ്രോഗ്രാമിംഗ് സെക്ഷൻ വരുമ്പോൾ നിങ്ങൾക്കെല്ലാം വ്യക്തമായിട്ട് മനസ്സിലാവുന്നതാണ്. ഇപ്പോൾ IDE ആദ്യമായിട്ട് തുറക്കുമ്പോഴുള്ള വിൻഡോ ആണ് ഇവിടെ സൈഡിൽ കൊടുത്തിരിക്കുന്നത്. ഇതിപ്പോൾ ബ്ലിങ്ക് പ്രോഗ്രാമാണ് ഓപ്പൺ ആയിട്ട് ഇരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഒരു Arduino IDE തുറന്നാൽ നമുക്ക് കാണാൻ പറ്റുന്നത്. ഫയൽ ഉണ്ട്, അവിടെ എഡിറ്റ് ഉണ്ട്, സ്കെച്ച് ഉണ്ട്, ടൂൾസ് ഉണ്ട്, അതേപോലെ ഹെൽപ്പും ഉണ്ട്. നമുക്ക് എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ നമുക്ക് Arduinoയുടെ സൈറ്റിലേക്ക് പോയിട്ട് തന്നെ ഹെൽപ്പ് നോക്കാം. പിന്നെ ഇവിടെ പ്ലേ ബട്ടൺ കാണുന്നത് കമ്പൈൽ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷനാണ്. എന്ന് വെച്ചാൽ നമുക്ക് കമ്പൈൽ ചെയ്യാനുള്ളതാണ്. ഇപ്പോൾ പ്രോഗ്രാം കറക്റ്റ് ആണോ എന്ന് Arduino IDE ചെക്ക് ചെയ്യും. എന്നിട്ട് പ്രോഗ്രാം നമ്മുടെ IC-യിലേക്ക് ബേൺ ചെയ്യാൻ കൊടുക്കുള്ളൂ. അപ്പോൾ ആ പ്രോസസ്സിൻ്റെ പറയുകയാണ് കമ്പൈൽ ചെയ്യുക. അപ്പോൾ വെരിഫൈ ചെയ്തതിന് ശേഷമാണ് നമുക്കൊരു പ്രോഗ്രാം അപ്ലോഡ് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ Arduino IDE-ന്ന് നമ്മൾ ഒരു പ്രോഗ്രാം ഇതിലേക്ക് കൊടുക്കുമ്പോൾ അപ്ലോഡിംഗ് എന്ന് പറയാം. അതേപോലെ തന്നെ നമ്മൾ ഈ പ്ലാറ്റ്ഫോമിൽ ഓരോ പ്രോസസ്സ് യൂസ് ചെയ്യാനാണ്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പ്രോസസ്സ് വെരിഫൈ ചെയ്തിട്ട് കമ്പൈൽ ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ അപ്ലോഡ് ചെയ്യുള്ളൂ. എന്നാലേ അപ്ലോഡ് ആവുള്ളൂ, മൈക്രോപ്രൊസസ്സറിലേക്ക് അത് കയറുള്ളൂ. അപ്പം ഞാൻ നേരത്തെ തുടക്കത്തിലേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇത് C ബേസ്ഡ് ലാംഗ്വേജ് ആണ്. വയറിംഗ് ലാംഗ്വേജ് എന്ന് പറഞ്ഞിട്ടുള്ള C ലാംഗ്വേജിനെ ബേസ് ചെയ്തിട്ടുള്ള പ്രോഗ്രാമാണ് പറയുന്നത്. അപ്പം നമ്മൾ പ്രോഗ്രാമിൻ്റെ ഫുൾ ഡീറ്റെയിൽ നമ്മൾ പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ മെയിനായിട്ട് 4 കൺസെപ്റ്റ്സ് ആണ് നമ്മൾ ഒരു പ്രോഗ്രാമിങ് ചെയ്യുമ്പോൾ Arduino പ്രോഗ്രാം ചെയ്യുമ്പോൾ നമുക്ക് നോക്കേണ്ടത്. ഇപ്പം 4 കൺസെപ്റ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിജിറ്റൽ റൈറ്റ്, അനലോഗ് റൈറ്റ്, ഡിജിറ്റൽ റീഡ്, അനലോഗ് റീഡ്. ഇപ്പം നിങ്ങൾ ഇങ്ങനത്തെ ഡിജിറ്റൽ റൈറ്റും അനലോഗ് റൈറ്റും ഒക്കെ കണ്ടല്ലോ. ഇത് ഇമ്പോർട്ടൻറ്റ് സിൻടാക്സ് ആണ്. നമുക്ക് Arduinoയിൽ പ്രോഗ്രാം ചെയ്യുമ്പോൾ ഏറ്റവും ആവശ്യം വരുന്നത് ഇൻപുട്ട് ഔട്ട്പുട്ടും അതിൽ കൺഫേം ചെയ്ത് കൊടുക്കാന്നുള്ളത്. ഇപ്പോൾ വെരിഫൈ ചെയ്ത് കൊടുക്കുക. നമ്മളിപ്പോൾ Arduinoയ്ക്ക് അറിയില്ല നമ്മൾ എന്താണ് ചെയ്യണമെന്ന്. അപ്പോൾ നമ്മൾ പറയുകയാണ് ഇന്ന
പിന്നീട് ഔട്ട്പുട്ട് വാല്യൂ ആണ് കൊടുക്കേണ്ടത്, ഇൻപുട്ട് വാല്യൂ ആണ് കൊടുക്കേണ്ടത്. അപ്പോൾ ഡിജിറ്റൽ റൈറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ നമ്മൊരു ഡിജിറ്റൽ വാല്യൂ പുറത്തേക്ക് എഴുതി കൊടുക്കണം. അപ്പോൾ നമ്മൊരു അതിൽ തന്നെ ഉണ്ട് നമ്മൊരു ബുക്കിൽ എഴുതി റൈറ്റ് ചെയ്യണം. അപ്പോൾ എന്താ വേറെ ആൾക്ക് റീഡ് ചെയ്യാനുള്ളതല്ലേ അത്. അപ്പോൾ അത് നമ്മൊരു ഔട്ട്പുട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ അതാണ് ഡിജിറ്റൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഡിജിറ്റൽ വാല്യൂ ആണ് ഔട്ട്പുട്ട് ചെയ്യണം. അതേപോലെ തന്നെ അനലോഗ് റൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൊരു അനലോഗ് വാല്യൂ ആണ് കൊടുക്കുന്നത്. അപ്പോൾ അനലോഗ് വാല്യൂ ആണ് നമ്മൾ ഔട്ട്പുട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ നിങ്ങൾ നോക്കുമ്പോൾ ആദ്യം കാണുന്നത് ഡി സ്മോൾ ലെറ്റർ ആണ്. പക്ഷെ ഡബ്ല്യു എന്ന് പറയുന്നത് റൈറ്റിന്റെ ഡബ്ല്യു ക്യാപിറ്റലാണ്. ഇത് ഇതേപോലെ എഴുതിയാലേ നമ്മുടെ പ്രോഗ്രാം റൺ ആവുള്ളൂ. അല്ലെങ്കിൽ ഇറർ, കമ്പൈൽ ഇറർ എന്ന് പറഞ്ഞിട്ട് വരും, സിൻടാക്സ് ഇറർ എന്ന് പറഞ്ഞിട്ട് വരും. അപ്പൊ നിങ്ങൾക്ക് അടുത്ത പ്രോഗ്രാമിംഗ് സെഷനിൽ ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള സാധനമാണ്. ഇപ്പൊ എഴുതിയെടുക്കാണ്ടെങ്കിൽ നോട്ട് ചെയ്ത് വെച്ചോ. ഇത് ഏറ്റവും കൂടുതൽ ആവശ്യം വരുന്ന സംഭവമാണ് ഈ അനലോഗ് റീഡിന്റെ മറ്റേ കേസ് സെൻസിറ്റീവ് ആണ്. വളരെ കേസ് മാറിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ പ്രോഗ്രാം സിൻടാക്സ് ഇറർ വരും. അപ്പോൾ ഇതൊക്കെ എഴുതി വെക്കാം. എല്ലാവരും നോട്ട് ചെയ്താൽ ഒന്ന് കമന്റ് ബോക്സിൽ ഇടാം. അപ്പോൾ എനിക്കറിയാൻ പറ്റും. അപ്പോൾ എല്ലാവരും നോട്ട് ചെയ്തെന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് എന്തൊക്കെയാണ് ഡിജിറ്റൽ ഇൻപുട്ടായിട്ടും എന്തൊക്കെ കോമ്പോണൻസ് ആണ് ഡിജിറ്റൽ ഔട്ട്പുട്ടായിട്ടും വരുന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ പുഷ് ബട്ടൺ, ഞാൻ നേരത്തെ പറഞ്ഞത് പുഷ് ബട്ടൺ എന്ന് പറയുന്നത് രണ്ട് സ്റ്റേറ്റ് മാത്രമേ കൊടുക്കുന്നുള്ളൂ. ഓൺ ആക്കിയാൽ ഓപ്പൺ ചെയ്ത ക്ലോസ് ചെയ്താൽ അവിടെ ഹൈ വാല്യൂ വരും, ഓപ്പൺ ചെയ്താൽ നമുക്കൊരു ലോ വോൾട്ടേജ് വരും. അപ്പോൾ നമ്മൾ ഒരു സ്വിച്ച് എന്ന് പറയുന്ന രണ്ട് വാല്യൂ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്കത് ഡിജിറ്റൽ ഔട്ട്പുട്ട് ഇൻപുട്ടാണ് നമുക്ക് കൊടുക്കുന്നത്. നമ്മുടെ ഇതിലേക്കാണ് കൊടുക്കുന്നത്, എന്ന് വെച്ചാൽ അർഡ്യൂണോയിലേക്കാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ഡിജിറ്റൽ ഇൻപുട്ടായിട്ടാണ് നമ്മളൊരു ഇതിലിപ്പോൾ റീസെറ്റ് സ്വിച്ച് തന്നെ കണ്ടില്ലേ, അതൊരു പുഷ് ബട്ടനാണ്. അവിടെ നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ അതിൽ ഒരു വോൾട്ടേജ് അതിൽ കൂടെ ക്രോസ് ചെയ്യുള്ളൂ. അപ്പോൾ നമുക്കൊരു ഹൈ വോൾട്ടേജ് ആ നേരത്തെ പ്രസ് ചെയ്യുന്ന ഇൻസ്റ്റൻസിൽ അവിടെ ഉണ്ടായി. അപ്പോൾ നമുക്ക് ഹൈ വോൾട്ടേജ് ആണ് അവിടെ ഉണ്ടാകുന്നത്. അപ്പോൾ ഒരു മാക്സിമം വാല്യൂ, അതിൻ്റെ ഇന്റർമീഡിയറ്റ് വാല്യൂ ഒന്നും അവിടെ വരില്ല. ആരും പ്രസന്റ് ചെയ്യരുത്. നമ്മുടെ പ്രസന്റ് ചെയ്യുന്ന സ്ക്രീനിൽ പിൻ ചെയ്തിടുക. ആരും പ്രസന്റ് ചെയ്യണ്ടല്ലോ. ഓക്കെ, അപ്പൊ നമ്മൾ പുഷ് ബട്ടന്റെ കാര്യം പറഞ്ഞു. അതേപോലെ പിന്നെ പറയുന്നത് പൊട്ടൻഷ്യോമീറ്റർ ആണ്. പൊട്ടൻഷ്യോമീറ്റർ എന്താണ്? 3 ലെഗുള്ള ഒരു വേരിയബിൾ റെസിസ്റ്റർ ആണ്. അതിന്റെ സെന്റർ പിൻ എന്ന് പറയുന്നത് വൈപ്പറാണ്. എന്ന് വെച്ചാൽ അത് ഒരു കാർബൺ ട്രാക്കിലൂടെ ടച്ച് ചെയ്ത് പോകുന്നത്. അപ്പൊ രണ്ട് പിന്ന് അവിടെയും ഇവിടെയും കൊടുത്തിട്ടുണ്ടാവും. ഒരു പിന്നിൽ ഗ്രൗണ്ട് ആയിരിക്കും, ഒരു പിന്നിൽ 5 വോൾട്ട് ആയിരിക്കും. അപ്പൊ നമ്മൾ ഈ വൈപ്പർ അതിന്റെ ഇടയിൽ കൂടെ ഇന്റർമീഡിയറ്റ് വാല്യൂ കൂടെ കടന്നു പോകണം. ഇപ്പൊ 5 വോൾട്ടിന്റെ പകുതി ഇപ്പൊ സെൻട്രലാണെങ്കിൽ 2.5 വോൾട്ട് ആയിരിക്കും. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഒരു കണ്ടിന്യൂസ് വാല്യൂ ആണല്ലോ നമുക്ക് ഔട്ട്പുട്ട് ചെയ്ത് കിട്ടുന്നത്. അപ്പൊ അതൊരു അനലോഗ് ഇൻപുട്ട് ആയിട്ട് നമുക്ക് അർഡ്യൂണോയിലേക്ക് കൊടുക്കാം. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ ഫോട്ടോ റെസിസ്റ്റർ എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ ലൈറ്റിന്റെ ഇന്റൻസിറ്റിക്ക് അനുസരിച്ച് അതിന്റെ റെസിസ്റ്റൻസ് വേരി ചെയ്യാണ്. അപ്പൊ നമുക്കത് ഒരു അനലോഗ് റീഡിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്റൻസിറ്റി മാറുന്നതോറും നമുക്ക് ഒരു ഇത് കാണാം, ഇങ്ങനെ വേരിയേഷൻ കാണാം. അത് ഇന്റൻസിറ്റി വേരി ചെയ്യുമ്പോൾ ലൈറ്റിൻ്റെ ഇപ്പം നമ്മൾ ഒരു ടോർച്ച് ലൈറ്റ് എടുത്തു പോകണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് നമുക്ക് അനലോഗ് ഇൻപുട്ട് നമ്മുടെ ഇതിലേക്ക് കിട്ടുന്നത് കാണാം. അതേപോലെ തന്നെ റീലേ ഞാൻ നേരത്തെ ഡ്രൈവറിൽ പറഞ്ഞിട്ടുണ്ടാകും. ഈസി ആയിട്ട് നമുക്ക് ഒരു ഔട്ട്പുട്ട് ഒരു ഇന്റർഫേസ് ഇല്ലാണ്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു ഡിവൈസാണ് റീലേ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിൽ നമ്മൾ എന്ത് ചെയ്യുക, ഒരു 5 വോൾട്ട് കൊടുക്കുകയാണ് നമ്മൾ അങ്ങോട്ട് ഔട്ട്പുട്ടായിട്ട് 5 വോൾട്ട് അതിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു മാഗ്നറ്റൈസിങ് എഫക്റ്റ് ഉണ്ടാവുന്നു. അപ്പോൾ നമ്മുടെ രണ്ട് കോണ്ടാക്ട് എക്സ്റ്റേണലി ഹെവി ലോഡ് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ രണ്ട് കോണ്ടാക്ട് തമ്മിൽ മുട്ടാണ്. എന്ന് വെച്ചാൽ അവിടെ കോണ്ടാക്ട് ക്ലോസ് ആവുകയാണ്. അപ്പം നമുക്ക് ആ ഔട്ട്പുട്ടിലേക്ക് വന്നിട്ടുള്ള കണക്ഷൻ കണക്റ്റ് ആവണം. അപ്പം നമുക്കിത് ഡിജിറ്റൽ ഔട്ട്പുട്ട് എന്ന് വെച്ചാൽ 5 അല്ലെങ്കിൽ 0 ആ വോൾട്ടേജ് മാത്രമേ കൊടുത്താലേ നമ്മുടെ റിലേ വർക്ക് ആവുള്ളൂ. അതേപോലെ തന്നെ ടെമ്പറേച്ചർ സെൻസർ എന്ന് പറയുമ്പോൾ അതിൽ വരുന്നത് 3 ലെഗാണ്. ഒരു ലെഗ് എന്ന് പറയുന്നത് ഔട്ട്പുട്ട്, പിന്നെ വരുന്നത് 5 വോൾട്ടും ഗ്രൗണ്ട് ആയിരിക്കും. അപ്പോൾ ഈ ഔട്ട്പുട്ട് പിന്നെ വരുന്നത് നമ്മൾ അനലോഗ് പിന്നിലേക്ക് കൊടുക്കുക. ഇൻപുട്ടായിട്ടാണ് അർഡ്യൂണോയ്ക്ക് ഇൻപുട്ടായിട്ടാണ് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഈ കിട്ടുന്ന അനലോഗ് വാല്യൂവിനെ നമുക്ക്
ഇത് ADC കൺവേർട്ട് ചെയ്ത് നമുക്ക് 0 to 1 to 1023 എന്ന് പറയുന്ന വാല്യൂ നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഇടയിലുള്ള വാല്യൂ കിട്ടുന്നത് കൊണ്ട് തന്നെ നമുക്കൊരു ഇക്വേഷൻ അത് നമ്മൾ പ്രോഗ്രാമിംഗ് സൈസിലേക്ക് കടക്കുമ്പോൾ കൂടുതലായിട്ട് കാണുന്നതാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഇടയിൽ ഒരു വാല്യൂ വരികയാണെങ്കിൽ നമുക്കൊരു ഇക്വേഷൻ വെച്ചിട്ട് അത് ടെമ്പറേച്ചറായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് നമ്മൾ ടെമ്പറേച്ചർ സെൻസേഴ്സ് യൂസ് ചെയ്യണത്. അപ്പോൾ ഫ്ലെക്സ് സെൻസർ എന്ന് പറഞ്ഞിട്ടുണ്ട് ഇവിടെ. ആ ഫ്ലെക്സ് സെൻസർ എന്ന് പറയുന്നത് ഒരു വേരിയബിൾ റെസിസ്റ്റൻസ് തന്നെയാണ്. എന്താണെന്ന് വെച്ചാൽ അതിൽ നമ്മൾ ഫ്ലെക്സ് ചെയ്യുമ്പോഴാണ് അതിൻ്റെ ഒരു റെസിസ്റ്റൻസ് വേരി ചെയ്യണം. അപ്പോൾ നമുക്ക് ഒരു വിരലുമ്പിലൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വിരൽ ഫ്ലെക്സ് ചെയ്യണ പോലെ തന്നെ ഇതിൽ കാണിക്കാൻ പറ്റും. ഇതിൻ്റെ കൂടുതൽ ആയിട്ടുള്ള ഡീറ്റെയിലും വർക്കിംഗ് പ്രിൻസിപ്പിളും നമ്മൾക്ക് അതിൽ പറഞ്ഞു തരാനാണ്, നാളത്തെ ക്ലാസ്സിൽ പറഞ്ഞു തരുന്നതാണ്. അതേപോലെ സോഫ്റ്റ് ട്രിം പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റെസിസ്റ്റൻസ് വേരിയബിൾ റെസിസ്റ്റർ തന്നെയാണ്. അതിൽ ഓരോ ടാബ് നീക്കുന്നതിനനുസരിച്ച് അതിൻ്റെ റെസിസ്റ്റൻസ് വാല്യൂ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഏതൊരു റെസിസ്റ്റൻസ് വാല്യൂസ് അവിടെ ചേഞ്ച് ചെയ്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു അനലോഗ് ഇൻപുട്ട് ആയിട്ട് ഇതിലേക്ക് കൊടുക്കാനേ പറ്റുള്ളൂ. ഒരു അനലോഗ് ഇൻപുട്ടായിട്ടാണ് കൊടുക്കുന്നത്. പിന്നെ RGB LED ഞാൻ പറഞ്ഞു, നേരത്തെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ RGB റെഡ്, ഗ്രീൻ, ബ്ലൂ എല്ലാം മൂന്ന് തരം LED ഉള്ള ഇതാണെന്ന് പറഞ്ഞു. അപ്പം എന്താ ചെയ്യുക, 3 കളറുണ്ട് അതിൽ RGB. അപ്പം നമുക്ക് ഈ RGB വെച്ച് റെഡ്, ഗ്രീൻ, ബ്ലൂ വെച്ചിട്ട് ബാക്കി എല്ലാ കളറും ക്രിയേറ്റ് ചെയ്യാം. നമ്മുടെ ഓരോ LCDയുടെ ഇടയിൽ ഒരു പിക്സലിന് കാണിക്കാൻ പറ്റുന്ന കളർ RGB ആണ്. അപ്പോൾ അത് എന്ന് പറയുന്നത് ഡിജിറ്റലുമാണ്, അനലോഗ് ഔട്ട്പുട്ടുമാണ് നമ്മൾ കൊടുക്കേണ്ടത്. എന്താണെന്ന് വെച്ചാൽ ഡിജിറ്റൽ എന്ന് പറയുമ്പോൾ ഇതിൽ അനലോഗ് പറയുമ്പോൾ 255 ആണ്. അപ്പോൾ റെഡിന് കൊടുക്കേണ്ടത് 255 ആയിരിക്കും. പിന്നെ അതേപോലെ തന്നെ ഇത് കൊടുക്കുമ്പോൾ ഇപ്പോൾ 3 കളറിനും 255 കൊടുക്കണമെങ്കിൽ അത് വൈറ്റ് കളറായിട്ടായിരിക്കും LED കത്താം. അതേപോലെ തന്നെ നമുക്ക് 16K അതിനും കൂടുതൽ ഡിഫറെൻറ്റ് കളർ വേരിയേഷൻ അതിൽ വരുത്താൻ പറ്റും. ഇനി നമുക്ക് പ്രോഗ്രാമിംഗ് സെക്ഷനിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നമുക്ക് പ്രോഗ്രാമിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണെന്ന് കാണാം. അപ്പോൾ നമ്മുടെ Arduino പ്രോഗ്രാം വയറിംഗ് ലാംഗ്വേജ് എന്നാണ് പറഞ്ഞത്. 2 പാർട്ടാണുള്ളത്. 2 പാർട്ടാണുള്ളത്. ആദ്യം വരുന്നതാണ് സെറ്റപ്പ് ഫംഗ്ഷൻ. എന്നുവെച്ചാൽ അത് സെറ്റപ്പ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ Arduino ഓണാക്കിയപ്പോൾ നമ്മൾ അവിടെയാണ് പിന്നൊക്കെ ഡിസൈൻ ചെയ്യണത്. എന്ന് വെച്ചാൽ ഇൻപുട്ട് ഉണ്ട്, ഔട്ട്പുട്ട് ഉണ്ട്, ഇന്ന പിന്നാണ് നമ്മൾ ഔട്ട്പുട്ടായിട്ട് കൊടുക്കുന്നത്, ഇന്ന പിന്നാണ് ഇൻപുട്ട് ചെയ്തതെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇതിനെ ഒക്കെ ഒന്നും ഇതാക്കി കൊടുക്കാൻ. എന്ന് വെച്ചാൽ ചിലർക്കൊന്നും കാണാൻ പറ്റില്ല എന്ന് പറയുന്നു. അപ്പം ഞാൻ ഒന്നുകൂടി സ്ക്രീൻ ഷെയർ ചെയ്യാം. ഇപ്പോൾ കാണുന്നുണ്ടോ എല്ലാവർക്കും? അപ്പോൾ എവിടെ വെച്ചിട്ടാണ് ഈ സ്ക്രീൻ കട്ട് ചെയ്തത്? അപ്പോൾ അവിടെ വെച്ചിട്ട് നമുക്ക് റിപ്പീറ്റ് ചെയ്യാം. നമ്മൾ Arduino IDEയുടെ ബേസിക്സ് ഒക്കെ പറഞ്ഞു. അതേപോലെ തന്നെ ഇമ്പോർട്ടൻറ്റ് ഫോർ കോൺസെപ്റ്റ്സ് പറഞ്ഞു. അതേപോലെ തന്നെ ഇൻപുട്ട് ഔട്ട്പുട്ട് എന്തൊക്കെയാണ് കൊടുക്കാൻ പറ്റുന്നതെന്നും പറഞ്ഞു. പിന്നെ നമ്മൾ സ്ട്രക്ചറിലാണ് പറഞ്ഞു നിർത്തിയത്. അപ്പോൾ നമ്മൾ സെറ്റപ്പ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞു. അപ്പോൾ അതിൽ യൂസ് ടു ഇനീഷ്യേറ്റ് പിൻസ് എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ആദ്യം തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ പ്രോഗ്രാം Arduino ബോർഡിനോട് പറയുകയാണ് പ്രോഗ്രാം വഴി. ഇപ്പോൾ ഇന്ന പിന്നാണ് ഞാൻ ഔട്ട്പുട്ടായിട്ട് എടുത്തിരിക്കണത്, ഇന്ന പിന്നെ ഞാൻ ഇൻപുട്ടായിട്ടാണ് എടുക്കണത്, ഇന്ന പിന്നെന്ന് പറഞ്ഞിട്ട് നമ്മൾ അനലോഗ് റീഡാണ്, അതേപോലെ ഇന്ന പിന്നെ നമ്മൾ ഇതാക്കിയിട്ടാണ് കൊടുക്കുന്നത്. ഇതെന്ന് പറയുന്നത് നമ്മുടെ Arduino ഓൺ ആകുമ്പോൾ മാത്രം ആ സെറ്റപ്പ് ഫംഗ്ഷനിലുള്ള ഈ പ്രോഗ്രാം വർക്ക് ചെയ്യുള്ളൂ. അപ്പോൾ ഓണാകുമ്പോൾ നമ്മൾ ഇനീഷ്യേറ്റ് ചെയ്യണം. എന്ന് വെച്ചാൽ നമുക്കിങ്ങനെ നോക്കണം. നമുക്കിപ്പോൾ എക്സാം വാളിൽ കയറണമെങ്കിൽ നമുക്ക് ഓരോ സ്ഥലം തന്നിട്ടുണ്ടാവല്ലോ. അപ്പോൾ ആ സ്ഥലം നമുക്ക് ഒരു പേപ്പറിൽ എഴുതി എടുക്കുന്നത് കണ്ടില്ല, നിങ്ങൾ ഇവിടെ ഇരിക്കണോ. അതേപോലെ തന്നെ നമ്മൾ ഇതിൽ സെറ്റപ്പ് ഫംഗ്ഷനിൽ കൊടുക്കുകയാണ്. എല്ലാതും
ഓർഡറിൽ കൊടുക്കുകയാണ്, നമ്മൾ ഇന്ന പിന്നാണ് കൊടുത്തിക്കണം, ഇന്ന പിന്നെ ഔട്ട്പുട്ട് ആയിട്ടാണ് എടുക്കുന്നത്. പിന്നെ വരുന്നത് ലൂപ്പ് ഫംഗ്ഷൻ ആണ്. സെറ്റപ്പ് ഫംഗ്ഷൻ ഒരു പ്രാവശ്യം നടക്കുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് നടക്കുന്ന പ്രോഗ്രാം എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യുന്നത് വെച്ചാൽ ടോപ്പ് ടു ബോട്ടം ആണ്. അപ്പോൾ നമ്മുടെ സെറ്റപ്പ് ഫംഗ്ഷൻ അവിടെ അവസാനിച്ച് കഴിഞ്ഞാൽ പിന്നെ തുടങ്ങുന്നത് ലൂപ്പ് ഫംഗ്ഷനാണ്. ലൂപ്പ് ഫംഗ്ഷനിൽ നമ്മൾ പ്രോഗ്രാമിൽ ഔട്ട്പുട്ടും ഇൻപുട്ടുമായി സെറ്റ് ചെയ്ത പിന്നുകൊണ്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഔട്ട്പുട്ട് എത്ര വോൾട്ട് കൊടുക്കണം, എത്ര നേരം നമ്മൾ ഔട്ട്പുട്ട് കൊടുക്കണം, എങ്ങനെ കൊടുക്കണം എന്നൊക്കെ പറയുന്നത് ഈ ലൂപ്പ് ഫംഗ്ഷനിലാണ്. ഈ ലൂപ്പ് ഫംഗ്ഷൻ എന്താ ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മുടെ കമ്പ്യൂട്ടർ അല്ല ഈ അർഡ്യൂണോയിൽ നമ്മൾ ഒരു വോൾട്ടേജ് എത്ര നേരം കൊടുക്കുന്നത് ആ ലൂപ്പ് ഫംഗ്ഷൻ ലൂപ്പ് ചെയ്തുകൊണ്ടിരിക്കും. എന്ന് വെച്ചാൽ ആ പേരിൽ തന്നെ ഉണ്ട് ലൂപ്പ് ഫംഗ്ഷൻ. അപ്പോൾ ആദ്യം അങ്ങനെ ഒരു പ്രാവശ്യം എക്സിക്യൂട്ട് ചെയ്താൽ വീണ്ടും മുകളിൽ നിന്ന് അടിയിക്ക് അങ്ങനെ ലൂപ്പ് ചെയ്തുകൊണ്ടേയിരിക്കും. അതിലൊരു ചേഞ്ചും ഉണ്ടാവില്ല. അങ്ങനെ പിന്നെ നമുക്കത് നിർത്തണമെങ്കിൽ ഒന്നില്ലെങ്കിൽ റീസെറ്റ് ബട്ടൺ നിർത്തണം, വീണ്ടും സെറ്റപ്പ് ചെയ്യുന്ന തുടങ്ങാൻ, അല്ലെങ്കിൽ നമുക്ക് പവർ ആയിട്ട് മാറ്റണം. അങ്ങനെ എന്നാലും നിൽക്കുള്ളൂ. അത് നമ്മുടെ ലോജിക്ക് വെച്ചിട്ടുള്ള പ്രോഗ്രാമിംഗ് മെയിൻ നടക്കുന്നത് ഈ ലൂപ്പ് ഫംഗ്ഷനിലാണ്. അതേപോലെ തന്നെ ഈ ലൂപ്പ് ഫംഗ്ഷനും വോയിഡ് ലൂപ്പും എല്ലാത്തിൻ്റെ മുകളിൽ നമ്മൾ കുറേ സ്പേസ് ഉണ്ട്. അവിടെയാണ് നമ്മൾ ഗ്ലോബൽ വേരിയബിൾസ് ഒക്കെ സെറ്റ് ചെയ്യുന്നത്. അവിടെയാണ് നമ്മൾ ലൈബ്രറി ഒക്കെ ഇൻക്ലൂഡ് ചെയ്യണതും ഡിഫൈൻ ചെയ്യുന്നതും. അതേപോലെ അല്ല അത് ആ പുറത്ത് കൊടുക്കണം. നമുക്ക് എന്തെങ്കിലും പേര് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ രണ്ട് ഫംഗ്ഷനും ഒരേപോലെ തന്നെ ആക്സസ് ചെയ്യാൻ പറ്റും. ഇപ്പം ഞാൻ പുറത്ത് ഇൻഡ് എന്ന് പറഞ്ഞിട്ട് LED = 1 കൊടുത്തു. അപ്പം ഞാൻ ഡിജിറ്റൽ പിന്നിൻ്റെ അവിടെ 1 2 ഇട്ട് കൊടുക്കണ്ട. LED എന്താന്ന് പറഞ്ഞു LED മാത്രം ടൈപ്പ് ചെയ്താൽ മതി. അതേ കേസ് അതേപോലെ തന്നെ നമ്മൾ അവിടെ എവിടെ ലൂപ്പിൻ്റെ ഉള്ളിലായാലും സെറ്റപ്പിൻ്റെ ഉള്ളിലായാലും കൊടുത്താലും LED എന്ന് പറയുന്നത് എപ്പോഴും പിൻ നമ്പർ നമ്മൾ = എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഗ്ലോബൽ വേരിയബിളായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുന്ന വാല്യൂ തന്നെയാണ് അവിടെ വരിക. അപ്പോൾ നിങ്ങൾക്ക് വലിയ ഐഡിയ ഉണ്ടാവില്ല. നമ്മൾ പ്രോഗ്രാമിലേക്ക് കടക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടുന്നതാണ്. ഇപ്പോൾ നമ്മൾ Arduino IDE നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. എങ്ങനെയാണ് നമ്മൾ ഒരു കമ്പ്യൂട്ടറിലേക്ക് ഒരു ബോർഡ് കണക്ട് ചെയ്താൽ എന്തൊക്കെയാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്നുള്ളത് കാണാം. അപ്പോൾ ഞാൻ സ്ലൈഡ് ക്ലോസ് ചെയ്യാണ്. ഇപ്പോൾ നമുക്ക് Arduino IDE ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു ഐക്കണാണ് കിട്ടുക. അത് നമ്മൾ ഓപ്പൺ ചെയ്യാം. എല്ലാവരുടെയും ലാപ്ടോപ്പ് ഉണ്ടെങ്കിൽ ഇത് ഓപ്പൺ ചെയ്ത് വെക്കേണ്ടതാണ്. സെറ്റപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം, ചാറ്റ് വിൻഡോയിൽ നിങ്ങൾക്ക് പറയാം നിങ്ങൾ റെഡി ആണെങ്കിൽ. അപ്പോൾ നമുക്ക് പ്രോഗ്രാമിങ്ങും അതേപോലെ തന്നെ ഇൻ്റർഫേസിങ്ങും സ്റ്റാർട്ട് ചെയ്യും. നമ്മുടെ Arduino IDE സ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആദ്യത്തെ സ്റ്റാർട്ടപ്പിൽ മാത്രം ഇത്ര ടൈം എടുക്കും. എന്ന് വെച്ചാൽ അതിൻ്റെ ലൈബ്രറിയും എല്ലാതും പ്രിപ്പയർ ചെയ്തിട്ട് Arduino IDE സ്റ്റാർട്ട് ചെയ്യുള്ളൂ. നമ്മൾ സ്റ്റാർട്ടിങ് ആയിട്ടുണ്ട്. Arduino IDE ഓപ്പൺ ചെയ്ത് വരുന്നുണ്ട്. ഓപ്പൺ ചെയ്ത് വന്നിട്ടുണ്ട്. നമ്മൾ ഇപ്പോൾ പ്രീവിയസ്ലി ചെയ്ത ഒരു സ്കെച്ചാണ് ഇതിൽ ഓപ്പണായി വന്നിട്ടുള്ളത്. നമുക്ക് ഫയലിൽ പോയിട്ട് ഒരു ന്യൂ വിൻഡോ ഓപ്പൺ ആക്കാം. അല്ലെങ്കിൽ ഒരു ന്യൂ വിൻഡോ ഓപ്പൺ ചെയ്ത് വെക്കാം. അപ്പം നമുക്ക് ആദ്യം തന്നെ തന്നിട്ടുണ്ട് ഒരു സിമ്പിൾ സ്കെച്ച് തന്നിട്ടുണ്ട്. നമുക്ക് എന്താണ് സ്റ്റാർട്ടിങ്ങിൽ ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ട് 2 ബോഡി പാർട്ടായിട്ട് തന്നിട്ടുണ്ട്. അവിടെ എല്ലാവർക്കും കാണുന്നുണ്ടെന്ന് തോന്നുന്നു.
എല്ലാവർക്കും കാണുന്നുണ്ടോ? ഇത്തിരി ഫോണ്ട് നമ്മൾ കൂട്ടിയുണ്ട്. നമുക്കൊരു പ്രോഗ്രാം ആദ്യം എഴുതി നോക്കാം, എന്നിട്ട് നോക്കാം. അതിനും നമ്മൾ പ്രോഗ്രാമൊക്കെ എഴുതുന്നതിന് മുമ്പ് നമ്മുടെ ബോർഡ് ഇവിടെ കണക്ട് ചെയ്തുള്ളതും ബോർഡ് സെലക്ട് ചെയ്യണം. അങ്ങനത്തെ ഒരു പരിപാടി ഉണ്ട്, അത് ആദ്യം ചെയ്യേണ്ടതാണ്. പ്രോഗ്രാം എഴുതി കഴിഞ്ഞിട്ടായാലും മതി. നമ്മൾ പ്രോഗ്രാം ഇതിൽ ആദ്യം എഴുതുന്നതിന് മുമ്പ് നമുക്ക് ബോർഡ് എങ്ങനെ കണക്ട് ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ ഞാൻ കമ്പ്യൂട്ടറിലേക്ക് ബോർഡ് കണക്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ ബോർഡ് കണക്ട് ആയിട്ടുണ്ട്. ഇതിലേക്ക് എടുക്കുന്നത് പ്രീവിയസ്ലി ഞാനൊരു പ്രോഗ്രാം ചെയ്തതിൻ്റെ കോഡാണ് എടുക്കുന്നത്. അപ്പോൾ അത് നമുക്ക് ചേഞ്ച് ചെയ്യാം. ആദ്യം നമുക്ക് ഏത് പോർട്ടിലാണ് നമ്മുടെ അർഡ്യൂണോ വന്നിരിക്കണമെന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് മൈ കമ്പ്യൂട്ടറിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യാം. ഇത് എപ്പോഴും ചെയ്യേണ്ട ആവശ്യമില്ല. ചില ബോർഡ് നമുക്ക് പോർട്ടിൻ്റെ എണ്ണം മാത്രം കാണിക്കുള്ളൂ, അവിടെ അർഡ്യൂണോ യൂണോ എന്ന് കാണിച്ചില്ല. അപ്പോൾ നമ്മൾ ബോർഡ് സെലക്ട് ചെയ്യുമ്പോൾ അർഡ്യൂണോ യൂണോ സെലക്ട് ചെയ്യുക. നമ്മൾ അല്ലാതും അർഡ്യൂണോ യൂണോയിലാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ടൂൾസിൽ പോയിട്ട് ബോർഡ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്തതിന് ശേഷം അർഡ്യൂണോ യൂണോ ജെന്യൂണോ യൂണോ എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ കാണാം. കാണുന്നില്ല എല്ലാവർക്കും? അപ്പം ഞാൻ ആ ബോർഡ് സെലക്ട് ചെയ്തുകൊണ്ട്, അതേപോലെ നമ്മളിപ്പോൾ കമ്പ്യൂട്ടർ മാനേജ്മെന്റ് തുറന്നു, എന്നിട്ട് അതിൽ ഡിവൈസ് മാനേജറിൽ പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ കമ്പ്യൂട്ടർ ലാപ്പിലേക്ക് കുത്തിക്കണ കണക്ഷനൊക്കെ കാണാം, കണക്ട് ചെയ്തിട്ടുള്ള കണക്ഷനൊക്കെ കാണാം. ഈ ടൈം എടുക്കും. ഇപ്പോൾ നമ്മുടെ ഇതിൽ കുറേ പ്രോസസ്സറുകളൊക്കെ കുറേ ഹാർഡ്വെയർ പെർഫറൽസ് ഒക്കെ കാണാം. അതിൽ പോർട്സ് ആൻഡ് കോം എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ ഉണ്ട്. അതിൽ കാണാത്തത് കാണാം അർഡ്യൂണോ യൂണോ കോം 8 കണക്ട് ചെയ്തിരിക്കണമെന്ന് അറിയാം. കോംപോർട്ട് 8 കണക്ട് ചെയ്തത്. കാണുന്നുണ്ടോ? നിങ്ങൾക്ക് സൂം ചെയ്ത് നോക്കാൻ പറ്റുന്നതാണ്. നമുക്കറിയാം കോംപോർട്ട് 8 കണക്ട് ചെയ്തത്. അത് ഓർമ്മ വയ്ക്കുക. നമ്മൾ ബോർഡ് സെലക്ട് ചെയ്യുമ്പോൾ അവിടെ ആവശ്യമാണ്. പിന്നെ നമ്മൾ ടൂൾസിൽ വീണ്ടും പോയിട്ട് പോർട്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ ഉണ്ട്. പോർട്ടിൽ നമുക്ക് കാണാം ഇവിടെ കറക്റ്റായിട്ട് ഇത് അർഡ്യൂണോ കോം 8 അർഡ്യൂണോ ജെന്യൂണോ വന്നിട്ടുണ്ടെന്ന് അവിടെ കറക്റ്റായിട്ട് കാണിക്കും. നമ്മളിപ്പോൾ നാനോ അവിടെ സെലക്ട് ചെയ്തതെന്ന് വെച്ചാൽ നാനോ അവിടെ കാണിക്കും, കോമിൻ്റെ അവിടെ. അപ്പോൾ നമുക്ക് ഈ ടൂൾ സെക്ഷനിൽ ഇത്ര മാത്രം ചെയ്താൽ മതി. നമ്മൾ കോംപോർട്ട് 8 സെലക്ട് ചെയ്തു. നമുക്ക് അർഡ്യൂണോയുടെ താഴെ കാണാം അർഡ്യൂണോ ഓൺ കോം 8 എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആദ്യം എന്താ ചെയ്യേണ്ടത്? നമുക്ക് അർഡ്യൂണോയുടെ LED 13ാമത്തെ പിന്ന് LED നമ്പർ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള LED നമുക്ക് കൺട്രോൾ ചെയ്യാമെന്ന് പറഞ്ഞു. 13ാമത്തെ പിന്നെ അതിലാണ് കണക്ട് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇപ്പോൾ ഞാൻ കോഡ് ടൈപ്പ് ചെയ്ത് കാണിച്ചു തരാണ്. നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യാണ്ട് തന്നെ ഇവിടുന്ന് എക്സാമ്പിൾസ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് കുറേ ബേസിക്സ് ആയിട്ടുള്ള എല്ലാം നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് നമുക്ക് ഒരു ഐഡിയ വരുത്താൻ വേണ്ടി കുറേ എക്സാമ്പിൾ നമുക്ക് ഇതിൽ തന്നെ തന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ അതിൽ ബേസിക്സിൽ ചെയ്യുന്നത് ഒരു ബ്ലിങ്ക് എന്ന് പറഞ്ഞിട്ടുള്ള പ്രോഗ്രാമാണ്. എന്ന് വെച്ചാൽ ഈ ഒരു LED 1 സെക്കൻഡ് നമ്മൾ ഓണാക്കുക, അതേപോലെ തന്നെ ഓഫ് ആക്കുക. അപ്പോൾ നമുക്ക് ബ്ലിങ്ക് ചെയ്യുന്ന മാതിരി തോന്നും. അപ്പോൾ നമ്മൾ ആ പ്രോഗ്രാം ടൈപ്പ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ആദ്യം തന്നെ വേണ്ടത് നമ്മൾ ഇവിടെ ഗ്ലോബൽ വേരിയബിൾ ആയിട്ട് സെറ്റ് ചെയ്യാണ്. അപ്പോൾ നമ്മൾ ഒരു സ്പേസ് ഇട്ടു. അല്ലാണ്ട് ചെയ്യാം, ഗ്ലോബൽ വേരിയബിൾ ആയിട്ട് അല്ലാണ്ടും നമുക്ക് ചെയ്യാം. പക്ഷെ നമ്മൾ പ്രോഗ്രാമിംഗ് വ്യൂവിൽ നോക്കുമ്പോൾ നമ്മുടെ പ്രോഗ്രാം എപ്പോഴും റിഫൈൻഡ് ആയിരിക്കണം. അങ്ങനെ കുറേ വേർഡിങ്സും അതേപോലെ കുറേ ഇതായിട്ടുണ്ടെങ്കിൽ ആർക്കും പെട്ടെന്ന് നോക്കിയാൽ മനസ്സിലാവില്ല. അപ്പം നമ്മുടെ ഇത് എപ്പോഴും നമ്മുടെ പ്രോഗ്രാം എന്ന് പറയുന്നത് വളരെ നീറ്റ് ആയിരിക്കണം, അല്ലാതും ഒരേ ഓർഡറിലായിട്ട് കൊണ്ടുവരണം. അപ്പോൾ നമ്മുടെ പ്രോഗ്രാമിൽ ആദ്യം തന്നെ നമ്മൾ ഈ ഒരു ഫംഗ്ഷൻ അവിടെ കൊടുക്കുകയാണ്. സ്മോൾ ലെറ്ററിൽ ഇൻഡ് പഠിച്ചു. അപ്പോൾ ഇൻറ്റീജർ വാല്യൂ നമ്മൾ ഇൻറ്റീജർ വാല്യൂ ആണ് കൊടുക്കുന്നത്. അപ്പോൾ പിന്നെ നമ്മൾ LED എന്ന് കൊടുത്തു. LED നമ്മൾ LED ആണ് കത്തിക്കാൻ ഉദ്ദേശിക്കുന്നത്, അതുകൊണ്ട് LED കൊടുക്കുക. എന്നിട്ട് LED കൊടുത്തതിന് ശേഷം നമ്മൾ ഈക്വൽ ടു എഴുതണ പിന്നേക്കാണ് നമ്മൾ കണക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ നമ്മൾ വേറെ LED ഒന്നും കണക്ട് ചെയ്യില്ല. 13ാമത്തെ പിന്നിൽ ഓൾറെഡി ഇൻബിൽട്ട് LED ഉണ്ടെന്ന് പറഞ്ഞു. അത് നിങ്ങൾ
എക്സാമ്പിൾ പോയിട്ട് ബ്ലിങ്ക് പ്രോഗ്രാം എടുത്താലും കാണാം LED ബിൽറ്റ് എന്ന് പറഞ്ഞിട്ട് അവിടെ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ 13 അടിച്ചു, LED 13ലേക്കാണ് കൊടുത്തു. അപ്പോൾ ഇതിൻ്റെ സിൻടാക്സ് ഒക്കെ നിങ്ങൾ ഓർമ്മ കൊടുക്കുക. ഇത് ഇൻറ്റീജർ വാല്യൂ ആണ്, 1 2 1 3 എന്ന് പറയുന്നത് പോയിന്റ് വാല്യൂ ഒന്നുമല്ല കൊടുക്കണം. അതുകൊണ്ട് ഇൻറ്റ് LED = 30 എന്ന് പറയുന്നത് ആ സ്റ്റേറ്റ്മെൻറ്റ് അവിടെ ക്ലോസ് ചെയ്യണം, അല്ലെങ്കിൽ എറർ വീഴും. അപ്പോൾ നമ്മൾ സെമിക്കോളൻ എടുത്തിട്ട് സ്റ്റേറ്റ്മെൻറ്റ് അവിടെ കൊടുത്തു, ക്ലോസ് ചെയ്തു. പിന്നെ നമ്മൾ സെറ്റ് ഫംഗ്ഷനിൽ പോയിട്ട് ഇപ്പോൾ ഇവിടെ 2 ഡബിൾ സ്ലാഷ് ഇട്ടുണ്ടല്ലോ, അത് എന്താണെന്ന് വെച്ചാൽ കമൻ്റ് ആണ്. ഇത് പ്രോഗ്രാമിനായിട്ട് ഒരു ബന്ധമില്ലാത്ത ഒരു വരിയാണ്. ഇവിടെ നമുക്ക് എന്തെങ്കിലും എഴുതി വയ്ക്കാം. ടു ഡിഫൈനിങ് വേരിയബിൾസ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കാം. ഇപ്പം ഞാനിവിടെ ഡിഫൈനിങ് ഔട്ട്പുട്ട് ആൻഡ് ഇൻപുട്ട് എന്ന് പറഞ്ഞിട്ട് ഞാനിവിടെ കൊടുത്തു. അപ്പം നമ്മൾ ഡബിൾ സ്ലാഷ് ഇട്ടിട്ട് എവിടെ ടൈപ്പ് ചെയ്താലും അത് കമൻ്റ് ആയിട്ട് വരുള്ളൂ. പ്രോഗ്രാമിനായിട്ട് ഒരു ബന്ധമില്ലാത്ത ഇതായിരിക്കും, ഒരു ബന്ധം ഉണ്ടാവില്ല, അത് പ്രോഗ്രാമിൽ ബേൺ ആവുകയില്ല. അത് നമുക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. ഇപ്പോൾ ഡബിൾ സ്ലാഷ് ഇട്ടിട്ട് നമ്മൾ എന്ത് ചെയ്താലും കമൻ്റാണ്. നമ്മൾ പ്രോഗ്രാം ഇപ്പോൾ എഴുതുമ്പോൾ നമുക്ക് പിന്നീട് ഒരിക്കലും നോക്കുമ്പോൾ അത് എന്താണ് നമ്മൾ അവിടെ ടൈപ്പ് ചെയ്തതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡബിൾ സ്ലാഷ് ഇട്ടിട്ട് കമൻ്റ് ഇടുന്നത്. ഇപ്പോൾ സെറ്റപ്പ് ഫംഗ്ഷനിൽ നിങ്ങൾ ഒരു കേർലി ബ്രാക്കറ്റ് അതിനെ കണ്ടു, അതാണ് അവിടെ വെച്ചാണ് നമ്മൾ അതിൻ്റെ സെറ്റപ്പ് ഫംഗ്ഷൻ വരുന്നത് എന്ന് കാണുകയാണ്. അത് കഴിഞ്ഞാൽ നമ്മൾ ഒരു കേർലി ബ്രാക്കറ്റ് വീണ്ടും ഇട്ടിട്ട് അത് ക്ലോസ് ചെയ്യും. അപ്പോൾ നമുക്ക് ഇവിടെ പ്രോഗ്രാമിംഗ് സെക്ഷൻ തുടങ്ങാം. അപ്പോൾ നമുക്ക് ആദ്യം വേണ്ടത് പിന്ന് സെറ്റ് ചെയ്യണം. ഔട്ട്പുട്ടാണോ കേസ് സെൻസിറ്റീവ് ആണ്, എല്ലാ കേസ് സെൻസിറ്റീവ് ആണ്. അപ്പോൾ നമുക്ക് കേസ് ഇതേപോലെ തന്നെ നമ്മൾ ടൈപ്പ് ചെയ്യണം, എന്നാലേ വരുള്ളൂ. അപ്പോൾ ആദ്യം നമ്മൾ ഒരു പിന്നിന് ഏത് മോഡിലാണ് വർക്ക് ചെയ്യണമെന്ന് കാണിക്കുകയാണ്. ഇപ്പോൾ പിൻ മോഡിൽ M ക്യാപിറ്റലാണ്, കണ്ട കേസ് സെൻസിറ്റീവ് ആണ്. ഇപ്പം ഞാൻ പിൻ മോഡിന് M ക്യാപിറ്റലാക്കിയിട്ട് എഴുതിയ കാരണമാണ് അവിടെ അതിൻ്റെ കളർ മാറിയ. അതെന്ന് വെച്ചാൽ അത് കറക്റ്റ് സിൻടാക്സ് ആണ്. അപ്പോൾ ഞാനിവിടെ വേറെ പിൻ മോഡ് എന്ന് പറഞ്ഞിട്ട് ക്യാപിറ്റൽ ലോക്ക് ഇല്ലാണ്ട് അടിച്ചെന്ന് വെച്ചാൽ കണ്ടില്ല, അത് കേസ് സെൻസിറ്റീവ് ആയതുകൊണ്ട് തന്നെ അത് ഹൈലൈറ്റ് ചെയ്ത് വന്നില്ല. അങ്ങനത്തെ ഒരു സിൻടാക്സ് Arduino IDEയിൽ ഇല്ല. ഇപ്പോൾ കേസ് സെൻസിറ്റീവ് ആയതുകൊണ്ട് തന്നെ നമ്മൾ M എന്ന് പറഞ്ഞിട്ട് ഇടാം. അപ്പോൾ ഓക്കെ അല്ലേ? അപ്പോൾ നമ്മൾ പിൻ മോഡ്, അപ്പോൾ പിൻ മോഡിൽ നമ്മൾ ആ സിൻടാക്സ് കാണുമ്പോൾ തന്നെ ആദ്യം പറഞ്ഞിട്ട് പിന്നെ മോഡ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഒരു ബ്രാക്കറ്റ് ഓപ്പൺ ബ്രാക്കറ്റ് ചെയ്യുക, പിൻ മോഡ്. അപ്പോൾ പിന്നാണ് ഏത് പിന്നാണ്. അപ്പം നമ്മൾ ഓൾറെഡി ഗ്ലോബൽ വേരിയബിൾ ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് LED എന്ന് പറഞ്ഞിട്ട് സെറ്റ് ചെയ്ത് അത് എഴുതുക. ഒരു 13ാമത്തെ പിന്നാണ് LED ആയിട്ട് കൊടുക്കുന്നത് എന്ന് പറഞ്ഞിട്ട് നമ്മൾ മുകളിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ LED എന്ന് പറഞ്ഞിട്ട് ഇവിടെ ടൈപ്പ് ചെയ്യണം വേണ്ടിയില്ല. അപ്പോൾ ഗ്ലോബൽ വേരിയബിൾ ആയിട്ട് സെറ്റ് ചെയ്ത കാരണം തന്നെ നമ്മൾ ഇവിടെ LED എന്ന് കൊടുക്കുന്നു, സെയിം ആയിരിക്കണം, ഒരു കേസും മാറരുത്. അവിടെ നിങ്ങൾക്ക് ഏത് പേര് വേണമെങ്കിലും കൊടുക്കാം, ഏത് കേസിലും വേണമെങ്കിൽ കൊടുക്കാം. പക്ഷെ നമ്മൾ ഗ്ലോബൽ വേരിയബിൾ ആയിട്ട് എങ്ങനെയാണ് കൊടുക്കുന്നത് അതേപോലെ തന്നെ നമ്മൾ ഇതിൻ്റെ ഉള്ളിലും കൊടുക്കാം. അപ്പോൾ പിൻ മോഡ് എന്ന് പറഞ്ഞിട്ട് LED കോമ, അപ്പോൾ പിന്നെ നമ്മൾ സെറ്റ് ചെയ്തു എന്താണ് ഇനി എന്താ ചെയ്യേണ്ടത്, അതെന്താ ചെയ്യേണ്ടത്, ഔട്ട്പുട്ട് അല്ലേ ചെയ്യേണ്ടത്, നമുക്ക് LED ഔട്ട്പുട്ടായിട്ടല്ലേ കിട്ടുന്നത്. അപ്പോൾ ഔട്ട്പുട്ട്, അപ്പോൾ ഞാൻ ക്യാപ്സ് ഓൺ ആക്കിയിട്ട് നമ്മൾ മോഡ് എഴുതുമ്പോൾ എപ്പോഴും ക്യാപ്സ് ഓൺ ആക്കണം. ഇപ്പോൾ ഞാൻ പിൻ മോഡ് എന്ന് പറഞ്ഞിട്ട് LED കൊടുത്തിട്ട് പിന്നെ ഔട്ട്പുട്ട് എന്ന് കൊടുത്ത കാരണം അത് കറക്റ്റ് സിൻടാക്സ് ആയതുകൊണ്ട് അവിടെ ഹൈലൈറ്റ് ചെയ്ത് കണ്ടു. അപ്പോൾ നമ്മൾ പിൻ മോഡ് എന്ന് പറഞ്ഞ ഇത് സിൻടാക്സ് ഉപയോഗിക്കുമ്പോൾ ആദ്യത്തെ P ലോവർ കേസിലും പിന്നെ M വരുമ്പോൾ അപ്പർ കേസിലും പിന്നെ നമ്മൾ ഓപ്പൺ ചെയ്തതിന് ശേഷം പിന്നെ ഏതാണെന്ന് പറയാം. അപ്പം നമ്മൾ ഗ്ലോബൽ വേരിയബിൾ ആയിട്ട് മുകളിൽ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ആ കൊടുത്ത ഈ പിന്നിൻ്റെ പേരും നമ്മൾ ആദ്യം പേരിട്ടുള്ള ചടങ്ങാണ് ആദ്യം നടത്തിയത്. ആ പേരും പിന്നെ എന്താണ് ആ മോഡ് എന്ന് വെച്ചാൽ പിന്നെ എന്താണ് ചെയ്യേണ്ടത്, ഔട്ട്പുട്ടാണോ ഇൻപുട്ടാണോ ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മൾ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് അവിടെ വെച്ചിട്ട് നമ്മൾ ഇവിടെ ഇത് കൊടുത്തു എന്ന് വെച്ചാൽ നമ്മൾ അവിടെ ഡിഫൈൻ ചെയ്തു നമ്മൾ പിന്നെ അതാണ് ഉപയോഗിക്കുന്നത്, ഔട്ട്പുട്ടായിട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മളവിടെ പിന്നെ ക്ലോസ് ചെയ്തു. അപ്പോൾ ഈ ലൈൻ നമ്മുടെ അവസാനിച്ചു, ഇനിയില്ല, നമ്മൾ ആ ലൈനിൽ കണ്ടിന്യൂ ചെയ്യുന്നില്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സെമിക്കോളൻ കിട്ടും. അപ്പോൾ പിൻ മോഡ് LED കോമ ഔട്ട്പുട്ട് എന്ന് കൊടുത്തു. അപ്പോൾ LED പിന്നെന്ന് പറയുന്നത് ഔട്ട്പുട്ടായിട്ടാണ് കൊടുക്കുന്നത്. ഇപ്പോൾ നമ്മൾ ആ LED ഇൻപുട്ടായിട്ടാണ് ആ പിന്നിൽ നിന്ന് നമുക്ക് ഇൻപുട്ടായിട്ടാണ് കിട്ടണമെന്ന് വെച്ചാൽ അവിടെ ഇൻപുട്ട് എന്ന് ടൈപ്പ് ചെയ്യാം. അപ്പോൾ നമുക്ക് കൂടുതൽ മറ്റേ
സിമുലേഷൻ പ്ലാറ്റ്ഫോമിൽ വരുമ്പോൾ കൂടുതലായിട്ട് അറിയുന്നതാണ്. പക്ഷേ ഇപ്പോൾ അടുത്ത് നമ്മുടെ സെറ്റപ്പ് ഫംഗ്ഷനിലുള്ള പിൻ ഡിക്ലറേഷൻ കഴിഞ്ഞു. അടുത്ത ഇതിലേക്ക് പോകാം. അടുത്ത ഇതിൽ നമ്മൾ ആ പിന്നോട് എന്താണ് ഫംഗ്ഷൻ ചെയ്യേണ്ടതെന്നാണ്. അപ്പം ഞാൻ നേരത്തെ 4 കൺസെപ്റ്റ് തന്നല്ലോ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 4 കൺസെപ്റ്റ്. അപ്പം ഇതിൽ ഏത് കൺസെപ്റ്റാണ് നമ്മൾ 13ാമത്തെ പിൻ എന്ന് പറയുന്നത് ഡിജിറ്റൽ പിന്നാണ്. അപ്പം നമ്മൾ ആ LED കത്തണമെങ്കിൽ എന്താണ് കൊടുക്കേണ്ടത്? നിങ്ങൾക്ക് അത് ചാറ്റ് വിൻഡോയിൽ ഒന്ന് ടൈപ്പ് ചെയ്യാൻ പറ്റുമോ? എന്താണ് ഞാനിപ്പോൾ ടൈപ്പ് ചെയ്യേണ്ടത്? എനിക്ക് ഔട്ട്പുട്ടാണ് കിട്ടുന്നത്. അപ്പം ഞാൻ എന്താണ് ടൈപ്പ് ചെയ്യേണ്ടത്? കറക്റ്റ്, ഡിജിറ്റൽ റൈറ്റ് ആണ് നമ്മൾ ചെയ്യേണ്ടത്. ഡിജിറ്റൽ റൈറ്റ്. അപ്പം നമ്മൾ അവിടെ പറഞ്ഞ പോലെ തന്നെ ഡിജിറ്റൽ റൈറ്റ് ആണ് അവിടെ ചെയ്യേണ്ടത്. അപ്പോൾ കേസ് സെൻസിറ്റീവ് ആയതുകൊണ്ട് D എപ്പോഴും സ്മോൾ ലെറ്ററിലായിരിക്കും വരിക. അപ്പോൾ നമുക്ക് ഈ കമൻറ്റ് ഇവിടെ ആവശ്യമില്ല. ഇപ്പോൾ ഡിജിറ്റൽ പിന്നെ W ക്യാപിറ്റൽ ആണ്. ഇപ്പോൾ ഡിജിറ്റൽ റൈറ്റ്. അപ്പോൾ നമ്മുടെ സിൻടാക്സ് കറക്റ്റ് ആയതുകൊണ്ട് തന്നെ അത് ഹൈലൈറ്റ് ചെയ്ത് കാണിച്ചു. അപ്പോൾ ഡിജിറ്റൽ റൈറ്റ് ആണ് ചെയ്യേണ്ടത്. അപ്പോൾ എന്നിട്ട് നമ്മൾ മോളിൽ ചെയ്ത പോലെ തന്നെ ആ ഡിജിറ്റൽ റൈറ്റ് എന്താണ്, ഏത് പിന്നാണ്, എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ട് കൊടുത്തു. ഇപ്പോൾ ഡിജിറ്റൽ റൈറ്റ് ചെയ്തിട്ട് നമ്മൾ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാണ്. എന്നിട്ട് നമ്മൾ ഏത് പിന്നിലേക്കാണ് കൊടുക്കണത്. ഇപ്പോൾ നമ്മൾ ഏത് പിന്നാണ് ഡിജിറ്റൽ റൈറ്റ് ചെയ്യേണ്ടതെന്ന് ഇവിടെ കാണിക്കുകയാണ്. കറക്റ്റ് നമ്മൾ കമൻറ്റ് ബോക്സിൽ ഇട്ടുണ്ട്. CG ബാബു എന്ന് പറഞ്ഞ ഇട്ടുണ്ട്. കറക്റ്റാണ്. പക്ഷെ ഡിജിറ്റലിൻ്റെ സ്പെല്ലിങ് നിങ്ങൾ മാറിപ്പോയിട്ടാണ്. അപ്പോൾ നമ്മൾ മുകളിൽ ഓൾറെഡി പേരിട്ടുണ്ട്. നമ്മൾ 13ാമത്തെ പിന്നിൽ LED എന്ന് പറഞ്ഞ പേരിട്ടുണ്ട്. അപ്പോൾ LED ഹൈ. അപ്പോൾ നമുക്ക് ഹൈ വോൾട്ടേജ് ആണ് അവിടെ കൊടുക്കേണ്ടത്. എന്ന് വെച്ചാൽ 5 വോൾട്ടാണ് കൊടുക്കേണ്ടത് അവിടെ ഹൈ എന്ന് പറഞ്ഞിട്ട്. അപ്പം നമുക്ക് അറിയാം 2 വാല്യൂസ് ഉള്ളൂ. അപ്പോൾ ഹൈ ആണ് നമ്മൾ ആദ്യം കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഫംഗ്ഷൻ ഇവിടെ വെച്ച് അവസാനിച്ചു. അപ്പോൾ നമുക്ക് ഈ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തതിന് ശേഷം സെമിക്കോളൻ എന്ന് വെച്ചാൽ നമുക്ക് ഈ സെൻറ്റൻസ് ഇവിടെ വെച്ച് അവസാനിപ്പിക്കണം. അപ്പോൾ അത് അവസാനിച്ചു എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സെമിക്കോളൻ ഇട്ടിട്ട് അവസാനിപ്പിച്ചു. പിന്നെ ഈ LED വെറുതെ കത്തിയാൽ പോരല്ലോ. അപ്പോൾ നമ്മുടെ ബോർഡ് അറിയാം, ബോർഡ് വർക്ക് ചെയ്യുന്നത് 16 മെഗാഹെർട്സിലാണ്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു ഇട്ടുണ്ടെങ്കിൽ LED കത്തിക്കൊണ്ടിരിക്കണ മാതിരി തോന്നുള്ളൂ. എന്താ വെച്ചാൽ ഇതിൽ ഇപ്പോൾ ഓവർ ആൻഡ് ഓവർ റിപ്പീറ്റ് ആകുമ്പോൾ എന്തുകൊണ്ട് LED ഹൈ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു ബ്ലിങ്കിങ് എഫക്റ്റ് അവിടെ കിട്ടൂല. നമുക്കപ്പോൾ ഒരു ടൈം അവിടെ കത്തി നിൽക്കണം. അവിടെ ഇപ്പോൾ 1 സെക്കൻഡ് ആണെങ്കിൽ അവിടെ കത്തി നിൽക്കണം. അപ്പോൾ നമ്മൾ ഒരു സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്യുന്നുണ്ട്, ഡിലേ ഫംഗ്ഷൻ അവിടെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മുടെ Arduino IDEയിൽ ടൈമിനെ ഡിനോട്ട് ചെയ്യുന്നത് മില്ലി സെക്കൻഡ്സിലാണ്. ഇപ്പോൾ 1000 മില്ലി സെക്കൻഡ് എന്ന് പറയുമ്പോൾ 1 സെക്കൻഡ് ആയിട്ടാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ ഡിലേ ഫംഗ്ഷൻ ആഡ് ചെയ്യാം. എല്ലാം ലോവർ കേസിലാണ്. ഡിലേ ഓപ്പൺ ബ്രാക്കറ്റ് 1000. 1 സെക്കൻഡ് നമ്മൾ ഡിലേ കൊടുക്കും. അപ്പോൾ ഇതെന്താവും, 1 സെക്കൻഡ് കത്തും. അപ്പോൾ വേറെ ഒന്നും നടക്കണില്ല, വെറുതെ 1 സെക്കൻഡ് കത്തും. പിന്നെ നമുക്ക് വീണ്ടും ഡിജിറ്റൽ റൈറ്റ് ചെയ്യണം. എന്തെന്ന് വെച്ചാൽ ആ പിന്നെ വീണ്ടും നമ്മൾ ഒരു പ്രാവശ്യം എടുക്കണം. എന്നാലേ ബ്ലിങ്കിങ് എഫക്റ്റ് വരുള്ളൂ. അല്ലെങ്കിൽ വെറുതെ കിടന്നിട്ട് ഇതാവല്ലോ, വെറുതെ കിടന്ന് കത്തിക്കൊണ്ടിരിക്കുള്ളൂ. അപ്പോൾ നമ്മൾ വീണ്ടും ഡിജിറ്റൽ റൈറ്റ് ക്യാപ്സ് ലോക്ക് അതേപോലെ തന്നെ LED പിന്നെ നമുക്ക് LEDക്ക് എടുത്താണ് വേണ്ടത്. അപ്പോൾ ലോൺ അടിക്കും, ക്യാപ്സിലാണ് അടിക്കേണ്ടത്. അപ്പോൾ നമ്മൾ അവിടെ സെൻറ്റൻസ് അവിടെ വെച്ചിട്ട് അവസാനിപ്പിച്ചു. അതേപോലെ തന്നെ നമുക്ക് ഡിലേ ഒരു 1000 കൊടുക്കാം. അവിടെ വെച്ചിട്ട് അവസാനിപ്പിച്ചു. അപ്പോൾ നമ്മുടെ ബ്ലിങ്കിങ് LEDയുടെ ഒരു ഇതായിട്ട് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പ്രോഗ്രാം ആയിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഈ പ്രോഗ്രാമിങ് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം നമ്മുടെ ഒരു LED-യുടെ പിന്നിന് നമ്മൾ പേരിട്ടു, LED എന്ന് പറഞ്ഞിട്ട് പേരിട്ടു. പിന്നെ നമ്മൾ നോട് സെറ്റ് ചെയ്തു. അർജുനോട് പറയാണ്
ഈ പിന്നാണ് നമുക്ക് ഔട്ട്പുട്ടായിട്ട് വേണ്ടത്, വേറെ ഒന്നും നമുക്ക് ആവശ്യമില്ല, ഈ പിൻ മാത്രം മതി എന്ന് പറയാൻ. പിന്നെ നമ്മൾ ലൂപ്പ് ഫംഗ്ഷനിൽ എന്താ പറയുന്നത്, അത് എന്താണ് ചെയ്യേണ്ടതെന്നാണ്. അപ്പോൾ ഡിജിറ്റൽ റൈറ്റ് ഹൈ, 1 സെക്കൻഡ് അവിടെ ഹൈ ആയിട്ട് ഡിലേ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 1 സെക്കൻഡ് അവിടെ ഹൈ ആയിട്ട് നിൽക്കും. പിന്നെ 1 ബൈ 1 ആണല്ലോ അത് നോക്കുക. പിന്നെ വരുന്ന ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഡിജിറ്റൽ റൈറ്റ് ലോ ആണ്. അപ്പോൾ ഡിജിറ്റൽ റൈറ്റ് ലോ, പിന്നെ ഡിലേ വീണ്ടും ഡിലേ വരുന്നുണ്ട്. അപ്പോൾ 1 സെക്കൻഡ് അവിടെ ഇതായിട്ട് നിൽക്കും. അപ്പോൾ നമുക്ക് ഈ പ്രോഗ്രാം എഴുതിയത് കറക്റ്റ് ആണോ നോക്കാം. അതിന് ഇവിടെ ഒരു ടിക്ക് മാർക്ക് കാണുന്നുണ്ട്. അതേപോലെ തന്നെ ഇവിടെ ഒരു 5 ബട്ടൺസ് കാണാം. ഒന്ന് വെരിഫൈ ചെയ്യാം, എന്നിട്ട് കമ്പൈൽ ചെയ്ത് നോക്കാം. പിന്നെ ഒരെണ്ണം അപ്ലോഡ് ചെയ്യാൻ, നമ്മുടെ ബോർഡ് കുത്തിയിട്ടുണ്ടല്ലോ, അപ്പോൾ ആ ബോർഡിലേക്ക് അപ്ലോഡ് ചെയ്യാം. പിന്നെ പറയുന്നത് ന്യൂ ആണ്. പിന്നെ ഓപ്പൺ ചെയ്യാൻ, നമുക്ക് ഓൾറെഡി പ്രോഗ്രാം ചെയ്ത് വെച്ച പ്രോഗ്രാമിനെ വീണ്ടും ഓപ്പൺ ചെയ്യാം, അതേപോലെ സേവ് ചെയ്യാം. പിന്നെ ഇവിടെ ഒരു മാഗ്നിഫൈങ് ഗ്ലാസ് പോലെ കാണാം, അത് സീരിയൽ മോണിറ്ററാണ്. അപ്പം നമ്മൾ മറ്റേ സിമുലേഷനൊക്കെ പറയുമ്പോൾ സീരിയൽ മോണിറ്ററിൻ്റെ കാര്യം പറയുമ്പോഴാണ്. അപ്പോൾ നമുക്ക് ഇത് വെരിഫൈ ചെയ്ത് നോക്കാം. എന്തെങ്കിലും എറർ ഉണ്ടെങ്കിൽ ഇപ്പോൾ കാണിക്കും, അടിയിൽ എഴുതി കാണിക്കും. അപ്പോൾ ഇങ്ങനെ സേവിംഗ് എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ വരും. അപ്പോൾ നമ്മുടെ പ്രോഗ്രാമിന് ഇഷ്ടമുള്ള പേര് ഇട്ടിട്ട് നമുക്ക് സേവ് ചെയ്യാം. അപ്പോൾ അടിയിൽ കമ്പൈലിംഗ് പ്രോസസ്സ് നടക്കുവാണ്. അപ്പോൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ നമ്മുടെ പ്രോഗ്രാം വർക്ക് ചെയ്യേണ്ടതെന്ന് കറക്റ്റായിട്ട് നോക്കും. അപ്പോൾ കമ്പൈലിംഗ് നടക്കുന്നുണ്ട്. നമ്മുടെ കമ്പൈനിങ് സക്സസ്ഫുള്ളി നടന്നുണ്ട്. അപ്പോൾ നമുക്ക് താഴെ അതിൻ്റെ ഡീറ്റെയിലും എത്ര മെമ്മറി പ്രോഗ്രാം നമ്മുടെ ബോർഡിലുണ്ട്, എന്തൊക്കെ വേരിയബിൾ യൂസ് ചെയ്യണമെന്ന് അടിയിൽ താഴെ കാണിക്കും. ഇവിടെ ഡൺ കമ്പൈനിങ് എന്ന് പറഞ്ഞത് കാണിക്കും. അപ്പോൾ നമുക്ക് കമ്പൈൽ ചെയ്തു, ഇനി നമുക്ക് ബോർഡിലേക്ക് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ നമ്മൾ കണ്ടില്ല, അപ്ലോഡ് എന്ന് പറയുന്ന ബട്ടൺ ആകുമ്പോൾ വീണ്ടും കമ്പൈൽ ചെയ്യും, ഒന്നും കൂടി വെരിഫൈ ചെയ്തതിന് ശേഷം അത് കമ്പൈൽ ചെയ്യും. അപ്പോൾ 13ാമത്തെ പിൻ എന്ന് പറയുന്നത് നമ്മുടെ LED ഓൾറെഡി ഉള്ള പിന്നാണ്. അപ്പോൾ നമുക്ക് കാണാം. നമുക്ക് ഇപ്പോൾ ഒരു ക്യാമറ ഓൺ ആക്കുന്നതാണ്. ഇപ്പോൾ നമുക്ക് കാണാം നമ്മുടെ ബോർഡിൽ ഇങ്ങനെ കത്തുന്നത്. കണ്ടില്ലേ, LED കത്തുന്നത് കണ്ടില്ലേ, 1 സെക്കൻഡ് ഡിലേയിൽ വെച്ചിട്ട്. ഇങ്ങനെയാണ് നമ്മൾ സാധാരണ പ്രോഗ്രാം നമുക്കൊരു Arduino ആദ്യമായിട്ട് കിട്ടുമ്പോൾ തന്നെ നമ്മൾ ഈ പ്രോഗ്രാം കയറ്റി നോക്കാം. നമുക്ക് വേറൊരു ഔട്ട്പുട്ടായിട്ട് വേറെ ഒന്നുമില്ല. അപ്പോൾ നമുക്ക് ഈ LED വെച്ചിട്ട് നമുക്ക് അതിൻ്റെ വർക്കിംഗ് നോക്കാം. Arduino വർക്ക് ചെയ്യുന്നുണ്ടോ, അതേപോലെ തന്നെ എങ്ങനെയൊക്കെയാണ് ഇതെന്നുള്ളത് നമുക്ക് ഈ സിമ്പിൾ പ്രോഗ്രാം ചെയ്തിട്ട് നോക്കാം. ഇതേപോലെ നിങ്ങൾക്ക് ഈ പ്രോഗ്രാമിങ്ങിൽ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തി 4 LED 5 LED അതേപോലെ തന്നെ മാറി മാറി കത്താനുള്ള സംവിധാനം ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് ഇനി ടിങ്കർകാഡിൽ എങ്ങനെ ഇതേപോലെ ചെയ്യാമെന്നുള്ളത് കാണാം. ടിങ്കർകാഡ്.comലേക്ക് പോവാം. എല്ലാവരും ഇതിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു, അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. ഉണ്ടെങ്കിൽ എൻ്റെ ഒപ്പം തന്നെ അത് ഓപ്പൺ ചെയ്യേണ്ടതാണ്.
പ്രസന്റ് ചെയ്യുന്നത് കാണുന്നില്ലേ? അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് ടിങ്കർകാഡിൽ ഒരു അക്കൗണ്ട് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡാഷ്ബോർഡ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനത്തെ ഒരു വിൻഡോ ആണ് ഓപ്പൺ ചെയ്ത് കിട്ടാം. ഇതിൽ നമുക്ക് പലതരം കാര്യങ്ങളൊക്കെ ചെയ്യാം. 3D ഡിസൈൻസ് ഉണ്ടാക്കാം, അതേപോലെ തന്നെ സർക്യൂട്ട്, അത് കോഡൊക്കെ നമുക്ക് കോഡ് ബ്ലോക്ക് ആയിട്ട് നമുക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇതിൽ സർക്യൂട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ രണ്ടാമത്തെ ടാബായ സർക്യൂട്ട് ഓപ്പൺ ചെയ്യാം. എന്നിട്ട് നമ്മൾ ഒരു ന്യൂ സർക്യൂട്ട് ഓപ്പൺ ചെയ്യാം. എല്ലാവരും ഫോളോ ചെയ്യുന്നില്ലേ? ആദ്യമായിട്ട് തുറന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒരു വിൻഡോ ആണ് കിട്ടുക. ഇവിടെ എന്താണോ റൈറ്റ് സൈഡിൽ എന്താണോ ഉള്ളത്, ലെഫ്റ്റ് സൈഡിൽ എന്താണോ ഉള്ളത് ഞാൻ പറഞ്ഞുതരാം. ഇവിടെ റൊട്ടേറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷനാണ്, പിന്നെ ഇവിടെ ഡിലീറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷനാണ്. അപ്പോൾ നമുക്ക് കമ്പോണൻസ് വെച്ചതിന് ശേഷം അത് ഡിലീറ്റ് ചെയ്യാനോ, ഇത് അൺഡു റീഡു അത് എല്ലാം നമുക്ക് അറിയുന്നതാണ്. പിന്നെ ഇവിടെ വല്ല അനോട്ടേഷൻ കൊടുക്കണം. അപ്പോൾ ഒരു ഡിവൈസ് എന്താണെന്നുള്ളത് നമ്മൾ എഴുതി കാണിക്കാനുള്ളതാണ്. പിന്നെ അതേപോലെ ഓരോ ഡിവൈസ് ഹൈഡ് ചെയ്യാനും ഓപ്പൺ ചെയ്യാനുള്ളതാണ്. ഇവിടെയാണ് നമ്മൾ കോഡ് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇപ്പം നമ്മൾ ഒന്ന് കോഡ് ചെയ്യാൻ Arduino കൊടുത്തിട്ടില്ല, അതുകൊണ്ടാണ് വരാത്തത്. പിന്നെ ഇവിടെ സിമുലേഷൻ കൊടുക്കാൻ സിമുലേറ്റ് ചെയ്യാനാണ് നമ്മൾ കൊടുത്തിരിക്കുന്ന ഹാർഡ്വെയർ സിമുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ബാക്കിയുള്ളതൊക്കെ നമുക്കിത് എക്സ്പോർട്ട് ചെയ്തിട്ട് വേറെ ഒരു ഇതിലേക്ക് കൊടുക്കാനും അതേപോലെ തന്നെ ഷെയർ ചെയ്യാനുള്ള ഓപ്ഷനാണ്. അപ്പോൾ നമുക്ക് ഇവിടെ കാണാം ബേസിക് കമ്പോണൻസ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ സെർച്ച് ഓപ്ഷൻ ഉണ്ട്. അപ്പം നമ്മൾ അവിടെ Arduino എന്ന് പറഞ്ഞിട്ട് സെർച്ച് ചെയ്യാം. നമുക്ക് ഓൾറെഡി കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാം. കുറേ സ്റ്റാർട്ടർ കിറ്റ്സ് എന്ന് പറഞ്ഞിട്ട് ഇതിൽ തന്നെ നമുക്ക് ചെയ്ത് നോക്കാം. ഓൾറെഡി കോഡഡ് ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ആണ്. അപ്പോൾ Arduino യൂണോ എന്ന് പറഞ്ഞ ഇതെടുത്തിട്ട് നിങ്ങൾ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ Arduino കിട്ടി. ഇനി നമ്മുടെ കോഡിൽ എന്താണ് ആവശ്യം? നമ്മൊരു LED ആണ് ബ്ലിങ്ക് ചെയ്യണത്. അപ്പോൾ LED ആണ് നമുക്ക് ആവശ്യം. അപ്പോൾ നമുക്ക് അതിന് മുമ്പ് ഈ കോഡ് നമുക്ക് കോപ്പി ചെയ്യാം. അപ്പോൾ എന്തുകൊണ്ട് നമ്മൾ ടിങ്കർകാഡ് ഉപയോഗിക്കണം എന്ന് നിങ്ങൾ പലപ്പോഴും ചിന്തിച്ചാണോ? അപ്പം നിങ്ങൾ കാണിച്ചില്ലേ? ഓൾറെഡി ഞാൻ Arduinoയിൽ കാണിച്ചു. പിന്നെ എന്തിനാ ടിങ്കർകാഡൊക്കെ കാണിക്കുന്നതെന്ന് ഒരു ഡൗട്ട് ഉണ്ടാവും എല്ലാവർക്കും. അപ്പോൾ എന്തിനാന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു ലോക്ക്ഡൗണിലാണ് ഇരിക്കുന്നത്. പിന്നെ അധികം കടകളൊന്നും തുറന്നിട്ടില്ല. അപ്പോൾ നമുക്കൊരു പ്രൊജക്റ്റ് ചെയ്യണമെന്നുണ്ട്. പക്ഷേ നമുക്കൊന്നും ചെയ്യാനുള്ള മെറ്റീരിയലോ അതേപോലെ തന്നെ ഹാർഡ്വെയറോ ഒന്നുമില്ല. അപ്പോൾ നമുക്ക് ചെയ്തു നോക്കണം ഇല്ലാണ്ട് ആഗ്രഹമുണ്ട്. അപ്പോൾ നമുക്ക് ഇത് സിമുലേറ്റ് ചെയ്ത് നോക്കാം. അങ്ങനത്തെ ഒരു നല്ലൊരു പ്ലാറ്റ്ഫോമാണ് ടിങ്കർകാഡ്. അപ്പോൾ നമുക്കിതിൽ ഇലക്ട്രോണിക്സ് മാത്രമല്ല പല മോഡലിങ്ങും ഒക്കെ നടത്താം. വളരെ അത്യാവശ്യം നല്ല ഒരു പ്ലാറ്റ്ഫോമാണ്. CAD-ൻ്റെ ആണ്. അപ്പോൾ അതേപോലെ തന്നെ നമുക്ക് പ്രോഗ്രാമിൽ അത്യാവശ്യം കമ്പോണൻസ് ഒക്കെ നമുക്ക് ഇതിൽ അവൈലബിൾ ആണ്. അതേപോലെ തന്നെ കുറേ സ്റ്റാർട്ടർ പാക്കേജസ് അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് ഒന്നും അറിയില്ലെങ്കിൽ തന്നെ നമുക്ക് ഓരോ സ്റ്റാർട്ടർ പാക്കേജസ് ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് ചെയ്ത് പഠിക്കാവുന്നതാണ്. ഇപ്പോൾ ഇതിൽ ബ്ലോക്ക് കണ്ടില്ലേ? ബ്ലോക്കായിട്ടും പ്രോഗ്രാം ചെയ്യാം. ഇപ്പോൾ നമുക്ക് ഇതായതുകൊണ്ട് നമുക്ക് വേറെ പണിയൊന്നും ഇല്ലാത്ത കാരണം നമ്മൾ ക്വാറന്റൈനും അതേപോലെ തന്നെ ഇതായിട്ട് ഇരിക്കുന്നതും കാരണം നമുക്ക് ഇതൊക്കെ ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ ഇതിൽ ഓൾറെഡി ഒരു പ്രോഗ്രാം നമുക്ക് തരുന്നുണ്ടാവും. ഞാൻ പറഞ്ഞില്ലേ ബേസിക്സ് ആയിട്ടുള്ള Arduino പഠിക്കുമ്പോൾ നമുക്ക് നൽകുന്നതാണ്. പിന്നെ നമുക്ക് ബ്ലിങ്ക് പ്രോഗ്രാം എന്നാണ്. അപ്പോൾ ഇതിൽ എങ്ങനെ കൊടുത്തതെന്ന് വെച്ചാൽ എല്ലാത്തിനും 30 എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അടിയിൽ 30. അപ്പോൾ നമ്മുടെ പ്രോഗ്രാമിൽ എന്താ ചെയ്തിരിക്കണത്? നമ്മൾ ഒന്നും കൂടി റിഫൈൻ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അത് എന്താ ചെയ്ത് ഓൾറെഡി ഗ്ലോബൽ വേരിയബിൾ ആയിട്ട് ഡിഫൈൻ ചെയ്തു. ഇത് ഫ്രീ ആണ് കേട്ടോ. ഇത് ഫ്രീ പ്ലാറ്റ്ഫോമാണ്. നമുക്ക് ഫ്രീ ആയിട്ട് തന്നെ രജിസ്റ്റർ ചെയ്തിട്ട് ഓരോന്നും ഉണ്ടാക്കി നോക്കാം. അതേപോലെ തന്നെ നമുക്ക് അതേപോലെ സ്റ്റിമുലേറ്റ് ചെയ്ത് നോക്കാം. എന്താണെന്ന് വെച്ച് ചെയ്യാം. ഫ്രീ ആണ്, എല്ലാവർക്കും ഓപ്പൺ സോഴ്സ് ആണ്. നമ്മൾ Arduino എന്ന് പറയുന്നത് ഓപ്പൺ സോഴ്സ് ആണ്. അതേപോലെ തന്നെ ടിങ്കർകാഡും അതേപോലെ തന്നെയാണ്. അപ്പോൾ നമ്മൾ എഴുതിയ പ്രോഗ്രാമാണ് നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഇത് ബാക്കിയുള്ളതൊക്കെ ഡിലീറ്റ് ചെയ്യണം.
അപ്പോൾ ഞാനെല്ലാം അവിടെ ഉള്ളതെല്ലാം ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. എന്നിട്ട് നമ്മൾ എഴുതിയ കോഡ് അവിടെ ഇതാക്കി. ഇനി നിങ്ങൾക്ക് Arduino യൂണയിൽ IDEയിൽ എഴുതാൻ പറ്റിയില്ലെങ്കിലും ഇവിടെ ടൈപ്പ് ചെയ്ത് എഴുതാം കേട്ടോ, കുഴപ്പമില്ല. അപ്പോൾ ഇതിത്തെ പ്രോഗ്രാം അനുസരിച്ച് നമ്മുടെ LED 13-ലാണ്. അപ്പോൾ നമുക്ക് ഞാൻ നേരത്തെ 13-ലാണ് കൊടുത്തത്. ഇപ്പം നമ്മൾ 13-ൽ കൊടുക്കില്ല, 6-ൽ കൊടുത്താൽ മതി. 6 ആണ്. ഏത് പിന്ന് വേണമെങ്കിലും കൊടുക്കാം കേട്ടോ. 0 to 13 വരെ നമുക്ക് പിന്നുണ്ട്. അപ്പോൾ ഏത് പിന്ന് വേണമെങ്കിലും കൊടുക്കാം. അപ്പോൾ നമ്മൾ 8-ലേക്ക് കൊടുക്കും. പിന്നെ നേരത്തെ ഒരു 10 സെക്കൻഡ് ഡിലേയിൽ, 1 സെക്കൻഡ് ഡിലേയിലാണ് കത്തിയത്. അപ്പോൾ നമുക്ക് അത് വലിയ സ്ലോ മോഷനായി പോയെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ ഒരു 100 മില്ലി സെക്കൻഡ് ഒക്കെ കൊടുക്കാം. അപ്പോൾ നമ്മൾ ഒരു 100 മില്ലി സെക്കൻഡ് ആക്കി കൊടുത്തു. അതേപോലെ തന്നെ പിന്ന് നമ്മൾ 8 പിന്നാക്കി കൊടുത്തില്ല, കണ്ടില്ലേ? ഇനി നമ്മൾ ഈ ടാബ് ക്ലോസ് ചെയ്തിട്ട് നമുക്ക് LED വെക്കണം അവിടെ, എന്നാലേ വർക്കിംഗ് നടക്കുള്ളൂ. നമ്മൾ LED കത്തുന്നത് കാണുള്ളൂ. അപ്പോൾ നമ്മൾ കോഡിംഗ് സെക്ഷൻ അവിടെ കഴിഞ്ഞു. ഇനി അടുത്ത് എന്താ ചെയ്യാന്ന് വെച്ചാൽ ഇവിടെ LED സെർച്ച് ചെയ്യാം. ഇവിടെ LED എന്നിട്ട് സെർച്ച് ചെയ്യാം. ഞാനിപ്പോൾ വലിയ കാര്യമായിട്ട് ഒന്നും ചെയ്തിട്ടില്ല, കണ്ടില്ലേ? എന്ത് എളുപ്പമാണ്. ഇതാണ് നിങ്ങൾ പണിയാണ്, ഒന്നും പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് ഇരുന്നിരുന്നത്. ഇത്രയും സിമ്പിളായിക്കുന്നത് കണ്ടില്ലേ? ഞാൻ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ആണ് ചെയ്യണത്. ഇതേപോലെ തന്നെ നിങ്ങൾ ഹാർഡ്വെയറിലും ചെയ്താൽ മതി. അപ്പോൾ ഈ ഞാൻ പറഞ്ഞു നേരത്തെ Arduinoയുടെ സ്പെസിഫിക്കേഷൻ പറഞ്ഞപ്പോൾ പറഞ്ഞു ഈ LED ഡ്രൈവ് ചെയ്യാൻ Arduinoയുടെ മാക്സിമം ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 40 മില്ലി ആംപിയർ ആണ്. അപ്പോൾ നമുക്ക് 20 മില്ലി ആംപിയർ ആണ് കണ്ടിന്യൂസ്ലി കൊടുക്കാൻ പറ്റുന്നത്. അപ്പോൾ നമുക്കൊരു റെസിസ്റ്റർ വേണം, ഇതിൻ്റെ കറണ്ട് റെഡ്യൂസ് ചെയ്യണം. കോഡ് റൈറ്റ് ചെയ്യണം എന്താ ഇവിടെ ചോദിച്ചാണെങ്കിൽ ഈ ടിങ്കർ കാർഡിൽ മുകളിൽ ടോപ്പ് ഓപ്ഷനിൽ കോഡ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്, കണ്ടില്ലേ? അതിൽ ആദ്യം എടുക്കേണ്ടവ ബ്ലോക്ക് ആയിട്ടായിരിക്കും, അത് നമ്മൾ ടെക്സ്റ്റ് ആക്കാം. നമുക്ക് ടൈപ്പ് ചെയ്തിട്ട് നമ്മൾ Arduino IDEയിൽ ടൈപ്പ് ചെയ്തില്ല, അത് കോപ്പി പേസ്റ്റ് ചെയ്യണമെങ്കിൽ അത് ടെക്സ്റ്റ് എന്നാക്കിയിട്ട് വേണം നമുക്ക് അവിടെ അപ്ലൈ ചെയ്യാൻ, എന്നാലും വരുള്ളൂ. അല്ലെങ്കിൽ കോഡ് ബ്ലോക്ക് ആയിട്ട് വരില്ല. അപ്പോൾ കോഡ് ബ്ലോക്ക് എളുപ്പമാണ്. നിങ്ങൾ സ്വന്തമായി ഇരുന്നിട്ട് നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. കോഡ് ബ്ലോക്ക് എന്ന് പറയുന്നത് 2-3-4 ബ്ലോക്ക് അവിടെ വലിച്ചിട്ടിട്ട് ഔട്ട്പുട്ട് ഏതാണ് ഇൻപുട്ട് ഏതാണെന്ന് കാണിച്ചു കൊടുക്കൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ പ്രോഗ്രാമിംഗ് സെക്ഷൻ ഇവിടെ വെച്ചിട്ട് നമുക്ക് പിന്നെ നോക്കാവുന്നതാണ്. പ്രോഗ്രാമിൽ മാറ്റങ്ങളൊക്കെ കൊണ്ടുവരാവുന്നതാണ്. ഒന്നിനായിട്ട് റെസ്ട്രിക്റ്റ് ചെയ്തിട്ടില്ല. നമുക്ക് നമ്മുടെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ച് ഓരോന്ന് മാറ്റുന്നതാണ്. ഇപ്പം ഞാനിവിടെ ഒരു റെസിസ്റ്റർ കൊണ്ടുവന്നൊക്കെയാണ്. അപ്പോൾ നമ്മൾ പോസിറ്റീവിൽ ഒരു റെസിസ്റ്റൻസ് കൊടുത്തു. അപ്പോൾ നമ്മൾ റെസിസ്റ്ററിൻ്റെ വാല്യൂ ഇവിടെ സെറ്റ് ചെയ്യണം. അപ്പോൾ നമുക്കൊരു 220 ohm മതി. LEDക്ക് 220 ohm മതി. അപ്പോൾ നമ്മൾ 220 ohm സെറ്റ് ചെയ്തു. അപ്പോൾ അവിടെ റെസിസ്റ്ററിൻ്റെ കളർ മാറി, കണ്ടില്ലേ? അപ്പോൾ നമുക്ക് ഓടൊന്നും കൂടി ചെക്ക് ചെയ്യണം. അപ്പോൾ നമ്പർ 80-ലാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ LED പോസിറ്റീവ് എടുത്തിട്ട് നമുക്ക് LED നമ്മുടെ ഡിജിറ്റൽ പിന്ന് 8-ലേക്ക് കൊടുക്കാം. ഇതിങ്ങനെ ഇവിടെ നിന്ന് ഡ്രാഗ് ചെയ്തിട്ട് 8-ലേക്ക് കൊടുത്തു, കണ്ടില്ല? അവിടെ കണക്ഷൻ വന്നു. ഇത് നമുക്ക് വയറിൻ്റെ കളറൊക്കെ ചേഞ്ച് ചെയ്യാം കേട്ടോ. ഇപ്പോൾ ഞാനിവിടെ റെഡ് ആക്കാം. അതേപോലെ തന്നെ LED കളറും മാറ്റാം. നമുക്ക് ഏത് കളർ വേണമെങ്കിലും ആക്കാം. അപ്പോൾ ഞാൻ ഗ്രീൻ ആക്കി തരാം. നമ്മുടെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ചാണ്, എന്ത് വേണമെങ്കിലും ചെയ്യാം. ഒന്നിനും റെസ്ട്രിക്ഷൻ ഒന്നുമില്ല. അതേപോലെ തന്നെ നമുക്ക് ഗ്രൗണ്ട് കണക്ട് ചെയ്യാം. ഗ്രൗണ്ടിന് ഗ്രീൻ കളർ തന്നെ എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ പ്രോഗ്രാമിലുള്ള പോലെ തന്നെ നമ്മൾ വയർ കണക്ട് ചെയ്തു, കണ്ടില്ലേ? പിന്നെ മറ്റേ നമ്മൾ നേരത്തെ കണ്ട പ്രോഗ്രാമിൽ എല്ലായിടത്തും LED പകരം 13 നട്ടിരുന്നത്. അപ്പോൾ നമുക്ക് ഒരു പിന്നെ മാറ്റം ഉണ്ടെങ്കിൽ തന്നെ എല്ലായിടത്തും പോയിട്ട് നമ്മൾ 13 അല്ലെങ്കിൽ 8 എന്ന് പറഞ്ഞിട്ട് ടൈപ്പ് ചെയ്യേണ്ട ആവശ്യം വന്നു. ഇത് കണ്ടില്ല, നമ്മൾ ഗ്ലോബൽ വേരിയബിൾ ആയിട്ട് അവിടെ മാത്രം 18 സെറ്റ് ചെയ്താൽ മതി. അപ്പോൾ നമുക്കത് കിട്ടി. ഇനി നമുക്ക് സിമുലേറ്റ് ചെയ്ത് നോക്കാം. LED 100 മില്ലി സെക്കൻഡിൽ കത്തിയും കെട്ടും അങ്ങനെ നിൽക്കൊണ്ടു വന്നു. അപ്പോൾ നമുക്ക് ഇനീഷ്യേറ്റ് ചെയ്തു നമുക്ക് അത് സിമുലേറ്റ് ചെയ്യുന്നുണ്ടോ നോക്കാം. അപ്പോൾ കണ്ടില്ലേ, ഞാൻ ഈ കോഡ് മാറ്റി തരാം. അവിടെ LED ഒരു 100 മില്ലി സെക്കൻഡിൽ മിന്നുന്ന കണ്ടില്ലേ? കാണുന്നുണ്ടോ?
ഇനി നമുക്ക് കോഡിൽ കുറച്ച് വേരിയേഷനൊക്കെ വരുത്തി അതിൻ്റെ ബ്ലിങ്കിങ് പാറ്റേൺ ഒക്കെ മാറ്റാം. ഇപ്പോൾ ഇത് ഇവിടെ ഞാൻ 1 സെക്കൻഡ് കൊടുത്തു, ഇവിടെ 1 സെക്കൻഡ് ഇതാക്കി കൊടുത്തു. ഇപ്പോൾ നമ്മൾ സിമുലേഷൻ സ്റ്റോപ്പ് ചെയ്താലേ നമുക്ക് കോഡ് എഡിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് കോഡ് ഇവിടെ ഇതാക്കാം. കാണില്ലേ, ഇപ്പോൾ ഞാൻ 1 സെക്കൻഡ് കൊടുത്തു, എന്നിട്ട് സിമുലേഷൻ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ അത് കണ്ടില്ലേ, നമ്മുടെ LED മിന്നുന്നത് എങ്ങനെ 1 സെക്കൻഡ് കത്തുന്നുണ്ട്. പക്ഷേ 1/3 മറ്റേ 100 മില്ലി സെക്കൻഡ് ഇടുന്നുണ്ട്. അത് കാണാൻ പറ്റില്ല. കണ്ടില്ലേ, അത്ര ഫാസ്റ്റ് ആയിട്ടാണ് നമ്മൾ ഇത് വർക്ക് ചെയ്യണത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ പകുതി ആക്കാം, ഇതൊരു 500 ആക്കാം. അപ്പോൾ സിമുലേഷൻ സ്റ്റോപ്പ് ചെയ്തിട്ട് 500. അങ്ങനെ പല പാരാമീറ്റേഴ്സും നമുക്കിതിൽ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയില്ല. അപ്പോൾ 1 സെക്കൻഡ് അവിടെ LED ഹൈയിൽ നിന്നു, പിന്നെ 1 സെക്കൻഡ് ഹാഫ് സെക്കൻഡ് അവിടെ കിട്ടും. അപ്പോൾ ഇതേ കൺസെപ്റ്റ് ഉപയോഗിച്ചിട്ട് നിങ്ങൾ 3 LED വെച്ചിട്ടുള്ള ട്രാഫിക് ലൈറ്റ് ക്രിയേറ്റ് ചെയ്യണം. അത് നിങ്ങൾക്ക് ഒരു ആക്ടിവിറ്റി ആയിട്ട് തരാണ്. അപ്പോൾ നാളെ ആകുമ്പോഴത്തേനും നിങ്ങൾ അത് ചെയ്തതിൻ്റെ സ്ക്രീൻഷോട്ട്, ഇതേപോലെ തന്നെ കോഡും അതേപോലെ തന്നെ ഈ സിമുലേഷൻ ചെയ്തതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് നിങ്ങൾ ഗ്രൂപ്പിൽ പേസ്റ്റ് ചെയ്യേണ്ടതാണ്, വാട്സപ്പ് ഗ്രൂപ്പിൽ കേട്ടോ. ഇനി നമുക്ക് ഡിജിറ്റൽ അനലോഗ് റീഡ് നോക്കാം. അത് കുറച്ചും കൂടി നിങ്ങൾക്ക് സെൻസേഴ്സിനെ കുറിച്ച് പഠിക്കുമ്പോൾ കുറച്ച് എളുപ്പം. അപ്പോൾ ഞാൻ ഇവിടെ ഡിലീറ്റ് ചെയ്യണം, നമുക്കിതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഞാൻ ഡിലീറ്റ് ചെയ്യാണ്. ഇനി ഇതിന് വലിയ സംശയം, എങ്ങനെ ചെയ്യണ്ടേ എങ്ങനെ ആക്കണ്ടേന്ന് ഉള്ള സംശയം ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗ്രൂപ്പിൽ ചോദിക്കാവുന്നതാണ്. ഏത് നേരത്തും നിങ്ങൾക്ക് ചോദിക്കാം, കുഴപ്പമില്ല. ഉത്തരം ഞാൻ പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ നമ്മൾ അനലോഗ് റീഡാണ് ഇനി നോക്കുന്നത്. അപ്പോൾ നമ്മൾ Arduino എന്ന് പറയുമ്പോൾ സ്റ്റാർട്ടർ കിറ്റ് കിട്ടുക. അപ്പോൾ നമ്മൾ താഴോട്ട് പോകുമ്പോൾ കണ്ടില്ലേ, കുറേ നമുക്ക് കുറേ സ്റ്റാർട്ടർ കിറ്റുകളുണ്ട്. അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരെണ്ണം ഓപ്പൺ ചെയ്യാം. അപ്പോൾ അനലോഗ് റീഡ് സീരിയൽ എടുക്കാം. എന്ന് വെച്ചാൽ സീരിയൽ മോണിറ്ററിൽ നമുക്ക്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ സീരിയൽ മോണിറ്റർ ഉണ്ടെന്ന്. അപ്പോൾ അതിലേക്ക് നമുക്ക് ഒരു ഔട്ട്പുട്ട് കിട്ടുന്ന ഒരു പ്രോഗ്രാമാണ് ഇതിലുള്ളത്. അപ്പോൾ ഞാനത് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് കാണാമല്ലോ, ഒരു പൊട്ടൻഷ്യോമീറ്റർ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ Arduino ഉണ്ട്. അപ്പോൾ ഈ പൊട്ടൻഷ്യോമീറ്ററിൻ്റെ വൈപ്പർ കാണില്ല, വൈപ്പറിൻ്റെ ഇതും വന്നിരിക്കുന്നത് A0ക്കാണ് പോയിക്കുന്നത്. A0 എന്ന് പറയുന്നത് അനലോഗ് റീഡാണ്. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് ഔട്ട്പുട്ടാണ് കിട്ടുന്നത്. ഇവിടെ ഒരു 5 വോൾട്ട് കൊടുത്തിട്ടുണ്ട്, കണ്ടില്ലേ, 5 വോൾട്ട്. അതേപോലെ തന്നെ ഗ്രൗണ്ട്. അപ്പോൾ ഈ നോബ് തിരിക്കുമ്പോൾ എന്താ സംഭവിക്കാന്ന് വെച്ചാൽ, ഈ വൈപ്പർ 0 എന്ന് വെച്ചാൽ ഗ്രൗണ്ട് തൊട്ട്, അതേപോലെ ഗ്രൗണ്ട് തൊട്ട് നമ്മുടെ ഈ സിമുലേറ്റ് ചെയ്യുമ്പോൾ അത് തിരിക്കാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ ഈ ഗ്രൗണ്ട് തൊട്ട് നമുക്ക് 5 വോൾട്ട് വരെയുള്ള വേരിയേഷൻ, ഡിഫറെൻറ്റ് വാല്യൂസ് അവിടെ അനലോഗ് റീഡിൻ്റെ ADC വാല്യൂ വെച്ച് നമുക്ക് ആ സീരിയൽ മോണിറ്ററിൽ കാണാം. ഇപ്പോൾ ഇതിൽ എങ്ങനെ സീരിയൽ മോണിറ്റർ എടുക്കാമെന്ന് പറഞ്ഞാൽ, നമുക്ക് കോഡ് എടുത്തതിന് ശേഷം, ഇത് ഞാൻ പറഞ്ഞല്ലോ ബ്ലോക്ക് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ നമുക്ക് കോഡ് എങ്ങനെ വർക്ക് ചെയ്യണമെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് കോഡ് ടെക്സ്റ്റിൽ ഇട്ടിട്ട് കോഡിൽ എന്താണ് സൂചിപ്പിക്കണമെന്ന് കാണാം. അപ്പോൾ നമ്മൾ കോഡ് എടുത്ത് നോക്കുമ്പോൾ ആദ്യം നമുക്ക് കാണുന്നത് ഒരു ഗ്ലോബൽ വേരിയബിൾ ഉണ്ട്. എന്താണ് സെൻസർ വാല്യൂ എന്ന് പറയുന്നത്? ആദ്യം സ്റ്റാർട്ടിങ് വാല്യൂ 0 എന്ന് ഇനീഷ്യേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ സെൻസർ വാല്യൂ ഈസ് ഈക്വൽ ടു 0. അപ്പോൾ പിന്നെ വരുന്നത് വോയിഡ് സെറ്റപ്പ് പറഞ്ഞല്ലോ, ആദ്യത്തെ Arduino സ്റ്റാർട്ടാകുമ്പോൾ തന്നെ വരുന്ന ഫങ്ഷൻ ചെയ്യാനുള്ള ഇതാണ് Arduinoയുടെ സെറ്റപ്പ് ഫങ്ഷൻ. അപ്പോൾ നമ്മൾ പിൻ മോഡ് A0 ഇൻപുട്ട്. എന്താണ് പിൻ മോഡ് എന്ന് വെച്ചാൽ പിന്നിൻ്റെ മോഡ് നമ്മൾ ഇൻപുട്ടാക്കി എടുത്തിട്ടുണ്ട്. A0 നമ്മൾ അനലോഗ് പിൻസ് A0 തൊട്ട് A5 ഉണ്ടെന്ന് പറഞ്ഞല്ലോ, വേറെ ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതിനെല്ലാം ഡിനോട്ട് ചെയ്യാൻ, അനലോഗ് അന്ന് ഡിനോട്ട് ചെയ്യാൻ എല്ലാത്തിനും മുന്നിൽ ഒരു ക്യാപിറ്റൽ A ഉണ്ട്. അപ്പോൾ നമ്മൾ അനലോഗ് പിന്നാണ് എടുക്കുകയെന്ന് വെച്ചാൽ A0 എന്ന് പറഞ്ഞ ഓപ്ഷൻ നമ്മൾ A0 ആണ് എഴുതേണ്ടത്. അതേപോലെ തന്നെ A5ലാണ് കൊടുക്കുകയെന്ന് വെച്ചാൽ A5 ആക്കി കൊടുക്കണം.
പിന്നെ സീരിയൽ ബിഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു കമ്മ്യൂണിക്കേഷൻ പ്രോട്ടോകോൾ തുടങ്ങാണ്. എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ സീരിയൽ മോണിറ്ററിൽ കാണിക്കണം, നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ ഡിസ്പ്ലേയിൽ കാണിക്കണം എന്താണ് ആ ഇൻപുട്ടിൻ്റെ റീഡ് ചെയ്ത് വരുന്നതെന്ന്. അപ്പോൾ പിന്നെ വരുന്നത് ലൂപ്പ് ഫംഗ്ഷൻ. അപ്പോൾ ഈ കമ്മ്യൂണിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ നമുക്ക് TXRX എന്നുള്ള പിന്നിൽ നിന്ന് നമുക്ക് ആ ഡാറ്റ കിട്ടുകയും ചെയ്യും. അപ്പോൾ ആ TXRX അപ്പോൾ എനേബിൾ ആകും. പിന്നെ സെൻസർ വാല്യൂ, ഇത് പക്ക സെൻസറിൻ്റെ വർക്കിംഗ് ആണ് ഇപ്പോൾ ഏകദേശം പറഞ്ഞത്. എന്താണെന്ന് വെച്ചാൽ സെൻസർ എങ്ങനെയാണ് വർക്ക് ചെയ്യണത്, ഒരു അനലോഗ് വാല്യൂ ആണ് നമ്മുടെ എക്സ്റ്റേണൽ വാല്യൂ വെച്ച് ചേഞ്ച് ചെയ്യുന്നത്. ഒരു അനലോഗ് വാല്യൂ വെച്ചാണ് ഇപ്പോൾ LDR ഉപയോഗിക്കാന്ന് വെച്ചാൽ ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റിക്ക് അനുസരിച്ച് അതിൻ്റെ റെസിസ്റ്റൻസ് മാറാണ്. സെയിം പൊട്ടൻഷ്യോമീറ്റർ. അപ്പോൾ പൊട്ടൻഷ്യോമീറ്റർ നമ്മൾ തിരിക്കുമ്പോൾ ഫിസിക്കലായിട്ട് തിരിക്കുമ്പോൾ വരുന്ന റെസിസ്റ്റൻസിലെ ചേഞ്ച് ആണ് നമുക്ക് അനലോഗ് റീഡ് ഇൻപുട്ടായിട്ട് കിട്ടുന്നത്. അപ്പോൾ സെൻസർ വാല്യൂ എന്താണ്, നമ്മൾ സെൻസർ വാല്യൂ ഇവിടെ നിന്ന് കിട്ടുന്നത് അനലോഗ് റീഡ്. അപ്പോൾ അനലോഗ് റീഡ് A0 എന്ന് പറയുന്ന പിന്നിന്ന് അനലോഗായിട്ട് റീഡ് ചെയ്യണ പിന്നിന്ന് കിട്ടുന്ന വാല്യൂ ആണ് സെൻസർ വാല്യൂ ആയിട്ട് നമ്മൾ എടുക്കുന്നത്. പിന്നെ എന്താ പറയുക, സീരിയൽ പ്രിന്റ് ലൈൻ എന്ന് വെച്ചാൽ നമുക്ക് പ്രിന്റ് ചെയ്യേണ്ടത്, സീരിയൽ മോണിറ്ററിൽ പ്രിന്റ് ചെയ്യേണ്ടത്, ഓരോ ലൈനായിട്ട് പ്രിന്റ് ചെയ്യേണ്ടത് ആ സെൻസർ വാല്യൂ ആണ്. പിന്നെ നമുക്ക് ഈ കോഡ് അവിടെ വെച്ചിട്ട് അവസാനിച്ചു. ഒരു 10 സെക്കൻഡ് ഡിലേയിലാണ് ഓരോ വാല്യൂ വരേണ്ടതെന്നും കൊടുത്തു. 10 സെക്കൻഡ് അല്ല, 10 മില്ലി സെക്കൻഡ്. അപ്പോൾ അത്ര ഫാസ്റ്റ് ആയിട്ട് നമുക്ക് റിഫ്രഷ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് സീരിയൽ മോണിറ്റർ ഇവിടെ താഴെ സീരിയൽ മോണിറ്ററിൽ നിന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കവിടെ സീരിയൽ മോണിറ്റർ കാണിക്കും. അപ്പം ഞാൻ നേരത്തെ സിമുലേറ്റ് ചെയ്ത കാരണം തന്നെ അവിടെ 0 വോൾട്ടേജ് എന്ന് കാണിക്കും. അപ്പോൾ നമുക്ക് ഇനീഷ്യേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അതേപോലെ തന്നെ ഈ നോബ് തിരിക്കാൻ പറ്റും. കണ്ടില്ലേ, ഇപ്പം മിനിമം വാല്യൂ എന്ന് പറയുന്നത് 0 ആണ്. ഞാൻ 5 വോൾട്ടിൻ്റെ അവിടേക്ക് പോയിട്ടേ കണ്ടില്ല, 1023. അതെന്താ, അനലോഗ് ADCയുടെ മാക്സിമം വാല്യൂ. അപ്പം അതിൻ്റെ ഇൻ്റർമീഡിയറ്റ് വാല്യൂ എങ്ങനെ വരുന്നത്, ഇവിടെ കണ്ടില്ലേ. നമ്മൾ പകുതി തിരിക്കുകയാണെങ്കിൽ ആ വാല്യൂവിൽ ചേഞ്ച് വരുന്ന വേണ്ടിയിട്ടാണ് ഞാൻ വേരിയബിൾ റെസിസ്റ്റൻസ് തിരിക്കുന്നതിനനുസരിച്ച് അതിൻ്റെ വാല്യൂസ് ഡിഫറൻസ് ചെയ്യണത്. അതാണ് അനലോഗ് ഫംഗ്ഷൻ. ഇതേ ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഓരോ സെൻസറിൻ്റെ വാല്യൂ ഔട്ട്പുട്ട് ചെയ്തെടുക്കുന്നത്. അപ്പം നിങ്ങൾക്ക് തോന്നുന്നത് ഇത് ADC വാല്യൂ ഇല്ല, അപ്പോൾ ഇങ്ങനെ ടെമ്പറേച്ചറൊക്കെ കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ വോൾട്ടേജ് ആക്കണം, അതിനൊരു ഇക്വേഷൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യണം. എന്നാലേ ആ ഇക്വേഷൻ അത് പ്രിന്റ് ചെയ്ത് വരുള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഇവിടെ ഒരു ഫംഗ്ഷൻ ആഡ് ചെയ്യണം. അപ്പോൾ നമ്മൾ സിമുലേഷൻ സ്റ്റോപ്പ് ചെയ്തിട്ട് നമുക്കിത് വോൾട്ടേജ് ആയി കിട്ടണം. നമ്മുടെ അനലോഗ് വാല്യൂ ADC വാല്യൂ കിട്ടിയിട്ട് നമുക്ക് അതിൻ്റെ പെട്ടെന്ന് മനസ്സിലാവില്ല. നമുക്ക് അവിടെ വോൾട്ടേജ് എന്ന് തന്നെ വേണം, ഒരു പോയിന്റ് വാല്യൂ വേണം. അപ്പം നമ്മൾ എന്താ ടൈപ്പ് ചെയ്യണത്, ഇവിടെ ഒരു സ്പേസ് ഇട്ടിട്ട് ഫ്ലോട്ട്. എന്താണ് ഫ്ലോട്ട് എന്ന് കൊടുക്കുന്നത്, കാരണം ഫ്ലോട്ട് എന്ന് പറയുന്നത് നമ്മൾ ഫ്ലോട്ടിംഗ് പോയിന്റ് വേരിയബിൾ ആണ് കൊടുക്കുന്നത്. എന്ന് വെച്ചാൽ വോൾട്ടേജ് നമുക്ക് 5.0 പോയിന്റ് വാല്യൂസ് ആയിട്ടാണ് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ പോയിന്റ് വാല്യൂസിനെയാണ് ഡിനോട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ടാണ് അവിടെ ഫ്ലോട്ട് എന്ന് പറഞ്ഞിട്ടൊരു ഈ നൊട്ടേഷൻ ഇട്ടത്. അപ്പോൾ ഫ്ലോട്ട് ഇട്ടു. ഫ്ലോട്ടാണ് നമ്മുടെ ഔട്ട്പുട്ട് കിട്ടുന്ന വാല്യൂ, ഒരു പോയിന്റ് ഉള്ള വാല്യൂ ആണ്. ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പർ അന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫ്ലോട്ട് ഇട്ടത്. അപ്പോൾ എന്താണ് നമുക്ക് കാണിക്കേണ്ടത്, വോൾട്ടേജ്. അപ്പോൾ നമ്മളിപ്പോൾ അതിനെ ഡിനോട്ട് ചെയ്യാണ്, പേര് കൊടുക്കുകയാണ്. എന്താണ് ആ ഇക്വേഷന് ഒരു പേര് കൊടുക്കുകയാണ്. അപ്പോൾ ഈ വോൾട്ടേജിന് നമുക്ക് ഈ വാല്യൂ എവിടെയെങ്കിലും കൊണ്ടുവരണമെങ്കിൽ ഇതേപോലെ തന്നെ നമ്മൾ അവിടെയും ടൈപ്പ് ചെയ്യണം, എന്നാലേ ആ വോൾട്ടേജ് അവിടെ വരുള്ളൂ. അപ്പോൾ വോൾട്ടേജ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് നമുക്ക് കൊടുക്കുകയാണ്, ഈക്വൽ ടു ഈ സെൻസർ വാല്യൂ. നമ്മുടെ സെൻസർ വാല്യൂക്ക് ഒരു പേര് ഓൾറെഡി ഇട്ട് കൊടുത്തിട്ടുണ്ടല്ലോ, സെൻസർ വാല്യൂ ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട്. അതങ്ങോട്ട് കോപ്പി ചെയ്യാം. സോറി, എന്നിട്ട് ഇവിടെ പേസ്റ്റ് ചെയ്യാം. നമുക്ക് സെൻസർ വാല്യൂ മാത്രം കിട്ടും. എന്നിട്ട് അത് ഇൻറ്റു, അപ്പോൾ ഒരു ഇക്വേഷൻ ഞാൻ അവിടെ ടൈപ്പ് ചെയ്യുകയാണ്, ഇൻറ്റു എന്നിട്ട് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് 5.0 ആണ് നമ്മുടെ മാക്സിമം വാല്യൂ എന്ന് പറയുന്നത്. 5.0 ഡിവൈഡഡ് ബൈ നമ്മൾ സ്ലാഷ് ആണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ സ്ലാഷ് ഇട്ടു 10. അത് നമുക്ക് 5നെ എന്തായിട്ടാണ് ഡിനോട്ട് ചെയ്യണത്, 5 വോൾട്ടിനെ 1023 ആയിട്ടാണ് നമുക്ക് ADC ഔട്ട്പുട്ട് തരുന്നത്. 1023 കൊടുത്തു. 0.0 ഫ്ലോട്ടിംഗ് പോയിന്റ് ആയി കൊടുത്ത കാരണം തന്നെ നമ്മൾ ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പറാണെന്ന് കാണിക്കാൻ വേണ്ടി 0.0 എന്ന് പറഞ്ഞിട്ട് ഇട്ടു. അപ്പം നമ്മൾ വീണ്ടും ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തിട്ട് നൊട്ടേഷൻ അവിടെ ക്ലോസ് ചെയ്തു. പിന്നെ വരുന്നത് നമുക്ക് ഈ വാല്യൂ ഇവിടെ പ്രിന്റ് ചെയ്ത് കാണിക്കണം. സെൻസർ വാല്യൂ മുകളിലോ സെൻസറിൽ നിന്ന് കിട്ടുന്ന വാല്യൂ നമുക്ക് എന്നിട്ട് ADC വാല്യൂ ആയിട്ട് മുകളിലും വേണം, അതേപോലെ താഴെ
നമുക്ക് എന്താ വോൾട്ടേജ് വാല്യൂ ആയിട്ടും വേണം. അപ്പോൾ നമുക്ക് ഇതേ സെൻറ്റൻസ് തന്നെ ഒന്നുകൂടി കോപ്പി പേസ്റ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ അവിടെ ഒരു സ്പേസ് കൊടുത്തിട്ട് നമ്മളത് കൊടുത്തു. ഇനി നമ്മൾ ഈ വോൾട്ടേജ് ആണ് അവിടെ പ്രിന്റ് ചെയ്യേണ്ടത്. അപ്പോൾ കറക്റ്റ് അതേ വോൾട്ടേജിൻ്റെ സ്പെല്ലിംഗ് ഒന്നും മാറാതെ തന്നെ അത് കോപ്പി ചെയ്തിട്ട് ഇവിടെ പേസ്റ്റ് ചെയ്യാം. ഈ സെൻസർ വാല്യൂ അല്ല നമുക്ക് അവിടെ പ്രിന്റ് ചെയ്യേണ്ടത്. രണ്ടാമത് വരേണ്ടത് വോൾട്ടേജ് വാല്യൂ ആണ്. അപ്പോൾ നമ്മൾ വോൾട്ടേജ് വാല്യൂ അവിടെ പ്രിന്റ് ചെയ്തു. ഇനി 10 സെക്കൻഡ് ഡിലേ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കൊന്നും വായിക്കാനുള്ള സമയം ഉണ്ടാവില്ല. അത്രയും ഫാസ്റ്റായിട്ട് ആൾ റിഫ്രഷ് റേറ്റ് പോണത്. ഇപ്പോൾ ഒരു 100 500 ഒക്കെ കൊടുക്കാം. അപ്പോൾ ഞാൻ 150 മില്ലി സെക്കൻഡ് എന്ന് പറഞ്ഞ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഏകദേശം നമുക്കൊരു മിനിമം സ്പീഡിലായിരിക്കുമല്ലോ. അപ്പോൾ നമുക്ക് സിമുലേഷൻ സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. കണ്ടില്ലേ? അപ്പോൾ നമ്മുടെ മുകളിൽ എന്തുട്ടാ വരുന്നത്? മുകളിൽ ADC വാല്യൂ, അടിയിൽ വോൾട്ടേജ് 2.5 വോൾട്ട് എന്ന് പറഞ്ഞിട്ട് വരുന്നുണ്ട്. കണ്ടില്ലേ? അതിപ്പോൾ നമ്മൾ മാക്സിമം വാല്യൂക്ക് തിരിച്ചിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും? മാക്സിമം വാല്യൂ 5 വോൾട്ട്. കണ്ടില്ലേ? നമ്മൾ 1023 എന്ന് പറയുന്നത് ADCയുടെ മാക്സിമം വാല്യൂ. അതേപോലെ മാക്സിമം വാല്യൂ അതെന്താണ് ഡിനോട്ട് ചെയ്യുന്നത്? നമ്മുടെ ഡിജിറ്റൽ വാല്യൂ ആയ 5 വോൾട്ടിനാണ് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കണ്ടില്ലേ ഇതേപോലെ തന്നെ കിട്ടിയത്? കണ്ടില്ലേ കറക്റ്റ് ആയിട്ട്? അതേപോലെ ഇപ്പം നമ്മൾ വോൾട്ടേജ് എന്ന് പറഞ്ഞിട്ട് ഒരു ഇക്വേഷൻ ഇട്ടത്. ഇപ്പോൾ ടെമ്പറേച്ചറാണ് കണ്ടുപിടിക്കാന്ന് വെച്ചാൽ ടെമ്പറേച്ചറും വോൾട്ടേജും റിലേറ്റ് ചെയ്യുന്ന ഒരു ഇക്വേഷൻ അവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ടെമ്പറേച്ചറായിട്ട് അവിടെ കിട്ടും. ഇപ്പം ഞാൻ 0 ഇട്ടാൽ 0 തന്നെ വരും. കണ്ടില്ല? 0.00. അപ്പം ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ഇതാണ് നിങ്ങൾ നാളെയും മറ്റന്നാളും സെൻസർ എന്ന് പറയുന്നത്. സെൻസറിൻ്റെ മെയിൻ എന്ന് പറയുന്നത് അനലോഗ് റീഡ് ഫംഗ്ഷനാണ്. ഇങ്ങനത്തെ ഡാറ്റ നമ്മൾ ഒരു അനലോഗ് വാല്യൂ സെൻസ് ചെയ്തിട്ട് അതിനെ ഡിജിറ്റൽ ഒരു ഇക്വേഷനിലൂടെ കടത്തി പോയിട്ട് അതിൻ്റെ ഔട്ട്പുട്ട് ടെമ്പറേച്ചറിലാണെങ്കിൽ ടെമ്പറേച്ചറിൻ്റെ ഉള്ള രീതിയിൽ, സ്പീഡാണെങ്കിൽ സ്പീഡ് എന്ന രീതിയിൽ അനലോഗ് ടു ഡിജിറ്റൽ കൺവേർഷനാണ് ഞാനിപ്പോൾ പറഞ്ഞു തന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായല്ലോ ഒരു ട്രാഫിക് ലൈറ്റ്, അതേപോലെ തന്നെ 3 LED വെച്ചിട്ടുള്ള ഇത്. അതെന്താന്ന് ആരോ ഇതിൽ ചോദിച്ചു, 1023 എങ്ങനെ വരുന്നതെന്ന്. അപ്പം നമുക്ക് ഡിജിറ്റൽ വാല്യൂ എന്ന് പറഞ്ഞാൽ അപ്പോൾ 2 വാല്യൂലുള്ള 2. അപ്പോൾ 2 ബിറ്റ് ആണ് പറയുന്നത്. അപ്പം നമുക്ക് 10 ബിറ്റ് ADC ആണ്. അപ്പോൾ 2⁻10. അപ്പോൾ എത്ര വരുന്നതെന്നൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയേ. അപ്പോൾ 1023 ആണ് വരുന്നത്. അതാണ് നമ്മുടെ ADC വാല്യൂ 10 ബിറ്റ് ആയതുകൊണ്ടാണ് നമുക്ക് 0 to 1023 എന്ന് പറഞ്ഞ വാല്യൂ കിട്ടുന്നത്. മാക്സിമം ഇപ്പോൾ 5 വോൾട്ട് വന്നിട്ടുണ്ടെങ്കിൽ അതിനെ ADC റീഡ് ചെയ്തിട്ട് നമ്മുടെ Arduinoയുടെ ഇന്റേണലായിട്ട് കൊടുക്കുന്നത് 1023 എന്നാണ്. അപ്പം നമുക്ക് ഇത്തിരി കൂടി കറക്റ്റാണ്. അവിടെ കമൻറ്റ് ബോക്സിൽ സുരേഷ് പി ഇട്ടുണ്ട്. കറക്റ്റാണ്. അങ്ങനെയാണ് 1023 വരുന്നത്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും കൺഫ്യൂഷനോ വല്ല ഡൗട്ട്സോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. അതേപോലെ തന്നെ നിങ്ങൾക്കൊരു ആക്ടിവിറ്റി തന്നിട്ടുണ്ട്. മൾട്ടിപ്പിൾ LED വെച്ചിട്ട് ഒരിത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? നമ്മൾ ഐഡിയൽ കേസിൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് 1024 ആയിരിക്കും കിട്ടുക. പക്ഷെ നമ്മൾ പ്രാക്ടിക്കലായിട്ട് നോക്കുമ്പോൾ അത്ര കിട്ടൂല. ഏകദേശം കിട്ടുള്ളൂ. നിങ്ങൾക്ക് അൺമ്യൂട്ട് ചെയ്തിട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. സർ എക്സ്ക്യൂസ് മീ, ആ അസൈൻമെന്റ് കറക്റ്റ് ആയിട്ടൊന്ന് പറയൂ. എന്താണ് ആക്ടിവിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, അതൊന്ന് പറയൂ കറക്റ്റ് ആയിട്ട്. കമന്റ് ബോക്സിൽ നിങ്ങൾക്ക് ചോദിക്കാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? അപ്പോൾ നാളത്തെ സെക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ സെൻസേഴ്സ് ആണ്. അപ്പോൾ നമുക്ക് ഈ ഡിജിറ്റൽ റീഡ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ട് തന്നെ പല പല സെൻസേഴ്സിൻ്റെ ഡാറ്റ എങ്ങനെയാണ് നമ്മൾ ഒരു ഫിസിക്കൽ വാല്യൂ നമ്മൾ സാധാരണ ഒരു സ്കെയിലിലേക്ക് കൊണ്ടുവരാൻ. അപ്പോൾ ആക്ടിവിറ്റി ചോദിച്ചല്ലോ. അപ്പോൾ നമ്മൾ ആക്ടിവിറ്റിയിൽ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ട്രാഫിക് ലൈറ്റ്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ
നമ്മൾ 3 LED കൊടുക്കാം. റെഡ്, ഗ്രീൻ, യെല്ലോ, അങ്ങനെ ഇതിൽ 3 LED കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ടല്ലോ. 3 LED കൊടുക്കുക. അതേപോലെ തന്നെ 3 LEDക്കും ഡിഫറെൻറ്റ് ടൈമിംഗ് കൊടുക്കുക. അപ്പോൾ റെഡ് കത്തിക്കഴിഞ്ഞാൽ പിന്നെ യെല്ലോ കത്തിയതിന് ശേഷം പിന്നെ ഗ്രീൻ കത്താം. അതേപോലെ 3ന് 3 ടൈമിംഗ് കൊടുത്തിട്ട് 3 ഇൻപുട്ട് കൊടുത്തിട്ട് ഒരെണ്ണം ചെയ്യാം. നിങ്ങളുടെ ആയിട്ടുള്ള രീതിയിൽ നിങ്ങൾ ചെയ്താൽ മതി. എന്തെങ്കിലും സംശയമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗ്രൂപ്പിൽ ചോദിക്കാം, ഞാൻ പറഞ്ഞു തരുന്നതാണ്. ഫീഡ്ബാക്ക് ലിങ്ക് വന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾ പോണതിന് മുമ്പ് ഫീഡ്ബാക്ക് ലിങ്ക് ഒന്ന് കംപ്ലീറ്റ് ചെയ്തിട്ട് പോകാം. അപ്പോൾ നിങ്ങൾക്ക് വേറെ സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. നിങ്ങളുടെ അറ്റൻഡൻസ് മാർക്ക് രേഖപ്പെടുത്തുക. മറ്റേ ഫീഡ്ബാക്ക് ലിങ്ക് വന്നിട്ടുണ്ട്. എല്ലാവർക്കും മനസ്സിലായില്ലേ? നാളത്തെ ഒരു സെക്ഷൻ കൂടി ഉണ്ട്. അപ്പം നമുക്ക് കൂടുതലായിട്ടും ഈ പ്ലാറ്റ്ഫോമിൽ എങ്ങനെ ഓരോ ഇത് കൊണ്ടുവരാൻ നമുക്കൊരു പ്രൊജക്റ്റൊക്കെ ചെയ്ത് നോക്കാം. ഇനിയും ഇതുപോലത്തെ ക്ലാസ്സൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ഗ്രൂപ്പ് ഉണ്ടല്ലോ, ഗ്രൂപ്പിൽ ചോദിക്കാം. അതൊരു കമ്മ്യൂണിറ്റി പോലെ ഉപയോഗിക്കാം. എന്തെങ്കിലും പ്രൊജക്റ്റായിട്ടോ അല്ലെങ്കിൽ Arduinoനെ പറ്റിയിട്ടുള്ള ഡൗട്ടോ എന്തെങ്കിലും പ്രോഗ്രാമിൽ ഒരു ഡൗട്ടൊക്കെ വരികയാണെങ്കിൽ തന്നെ ഗ്രൂപ്പിൽ ചോദിച്ചാലും ഞാൻ പറയുന്നതാണ്. ഞാനല്ലെങ്കിൽ ആരെങ്കിലും ഉത്തരം പറയുന്നതാണ്. അജ്മലായാലും പറഞ്ഞു തരും. മാക്സിമം നമ്മുടെ ഗ്രൂപ്പ് ഒന്ന് ആക്റ്റീവ് ആക്കാം. എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ അതിൽ ചോദിക്കാം. ആർക്കും ഒരു ഡൗട്ടും ഇല്ലാന്ന് തോന്നുന്നു. ഇപ്പോൾ താങ്ക് യു. നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് കിട്ടണമെങ്കിൽ തന്നെ അറ്റൻഡൻസ് ഷീറ്റ് നിങ്ങൾ ഫില്ല് ചെയ്യണം. റിയൽ സർക്യൂട്ട് നിങ്ങൾ ചെയ്യുമ്പോൾ എന്താ ചെയ്യുന്നത്? Arduino ബോർഡ് നമ്മൾ മേടിച്ചതിന് ശേഷം നമ്മൾ ഇതിൽ കിട്ടിയ കോഡില്ലേ, നമ്മൾ ഇതിൽ ചെയ്ത കോഡ് ഇതേപോലെ തന്നെ കോപ്പി ചെയ്തിട്ട് നമ്മുടെ Arduino IDEയിൽ കൊണ്ടുവന്നിടാം. എന്നിട്ട് നമ്മുടെ പ്രോഗ്രാമിൽ സിമുലേഷനിൽ കാണിച്ച പോലെ തന്നെ ഇതേ കണക്ഷൻ നമ്മുടെ ബോർഡിൽ ഫിസിക്കലായിട്ട് ചെയ്യാം. ഇതേപോലെ തന്നെ കണക്ട് ചെയ്യാം. എന്നിട്ട് ഈ കോഡ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അതേപോലെ തന്നെ ഔട്ട്പുട്ട് കിട്ടുന്നതാണ്. ഇതിൽ സീരിയൽ മോണിറ്റർ ഓൺ ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ സീരിയൽ മോണിറ്റർ എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ ഉണ്ട്. അവിടെ നമ്മൾ 96,000 ബോർഡ് റേറ്റ് കൊടുത്ത കാരണം ഈ സീരിയൽ മോണിറ്റർ 96,000 സെറ്റ് ചെയ്യണം. എന്നാലേ ആദ്യത്തെ വാല്യൂസ് ഇതിൽ വരുള്ളൂ. നമ്മുടെ ബോർഡ് ഔട്ട്പുട്ട് ചെയ്യുന്ന വാല്യൂസ് ഇതിൽ വരുള്ളൂ. ലിമിറ്റേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഇതിൽ മോട്ടർ ഇപ്പോൾ യൂസ് ചെയ്യുമ്പോൾ ഇതിൽ ഡ്രൈവർ ഇല്ലാണ്ട് വർക്ക് ചെയ്യും. അതൊരു ലിമിറ്റേഷൻ ആയിട്ടാണ് തോന്നുന്നത്. അതേപോലെ തന്നെ നമുക്ക് ഫിസിക്കലായിട്ട് ബോർഡിൽ ചെയ്യുമ്പോൾ നമുക്കൊരു ഡ്രൈവർ വേണം. എന്താണെന്ന് വെച്ചാൽ കറണ്ട് ഇഷ്യൂസ് വരുന്നുണ്ട്. പക്ഷേ ഇതിൽ ഡ്രൈവറൈസ് ഇല്ല. അപ്പോൾ നമുക്ക് മോട്ടറിൻ്റെ കാര്യം ഇതിൽ ഇത്തിരി ലിമിറ്റേഷൻ ആയിട്ടാണ് പറയുന്നത്. അപ്പോൾ ഫിസിക്കൽ ലൈഫിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മറ്റേ L292D എന്ന് പറഞ്ഞ ഡ്രൈവറാണ് ഉപയോഗിക്കുക. ഡ്രൈവർ IC ആണ് ഉപയോഗിക്കുക. അപ്പോൾ നമുക്ക് ഒരു IC തന്നെ 2 മോട്ടർ ബാക്ക്വേർഡ് ഫോർവേഡ് ഒക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റും.
മൂന്ന് LED വെക്കുമ്പോൾ നമുക്ക് 3 പില്ല് ഡിഫൈൻ ചെയ്യണം. അപ്പോൾ ഓരോന്നിനും സെപ്പറേറ്റ് അതിനെ കൊടുക്കാം, സ്പെസിഫൈ ചെയ്ത് കൊടുക്കണം. നിങ്ങൾക്ക് ഇതുപോലെ തന്നെ നെറ്റിൽ കുറേ കോഡുകൾ അവൈലബിൾ ആണ്. ആ കോഡ് നമുക്ക് ഇതിൽ കൊണ്ടുവന്നിട്ടിട്ട് നമുക്ക് അതിൻ്റെ ഹാർഡ്വെയർ ചെയ്തിട്ട് അത് എങ്ങനെയാണ് വർക്ക് ചെയ്യണമെന്നൊക്കെ ഈ സിമുലേഷൻ സോഫ്റ്റ്വെയറിൽ പറ്റും. ലൈൻ ബൈ ലൈൻ എക്സിക്യൂഷൻ തന്നെയാണ്. ടോപ്പ് ടു ബോട്ടമാണ്. ഓരോന്നും കഴിഞ്ഞതിന് ശേഷം മോളിത്തെ കഴിഞ്ഞിട്ട് അടിയിൽ ചെയ്യുള്ളൂ. സൈമൾട്ടേനിയസ് വർക്കാണ് ചെയ്യുന്നത്. ഒന്ന് കഴിഞ്ഞതിന് ശേഷം ഒന്ന് ചെയ്യുള്ളൂ. എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ ആദ്യം ഏത് LED കത്തിക്കേണ്ടതെന്ന് ആദ്യം നിങ്ങൾക്ക് ഏത് LED റെഡാണ് കത്തിക്കണമെന്ന് വെച്ചാൽ ഡിജിറ്റലായിട്ട് റെഡിന് കൊടുക്കുന്ന LED-യുടെ പിന്നിൻ്റെ പേര് ഹൈ, എന്നിട്ട് എത്ര നേരം അത് കത്തിക്കൊണ്ടിരിക്കണം എന്ന് നിങ്ങൾ ഒരു ഡിലേ കൊടുക്കുക. അപ്പോൾ ഒരു 5 സെക്കൻഡ് ആണെങ്കിൽ 5000 എന്ന് പറഞ്ഞിട്ട് കൊടുക്കുക, ഡിലേ 5000. പിന്നെ എന്താണ് കത്തേണ്ടത്? പിന്നെ റെഡ് കഴിഞ്ഞാൽ പിന്നെ ഗ്രീനാണ് കത്തേണ്ടത്. ഗ്രീൻ കത്തുന്ന വെച്ചാൽ ആദ്യം നിങ്ങൾ ഡിജിറ്റൽ റൈറ്റ് ഗ്രീനിൻ്റെ പിന്നെഴുതാ ഔട്ട്പുട്ടായ കാരണം ഔട്ട്പുട്ട് കൊടുക്കുക. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമുക്ക് റെഡ് കൊടുക്കണം. അപ്പോൾ ഡിജിറ്റൽ റൈറ്റ് ലോ എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഇടയിൽ കൊടുക്കണം കേട്ടോ. ഇതേപോലെ ബ്ലിങ്ക് ചെയ്ത പോലെ തന്നെ കൊടുക്കണം. അപ്പോൾ ഡിജിറ്റൽ റൈറ്റ് ലോ ആയതിനു ശേഷം പിന്നെ ഗ്രീൻ ആയിരിക്കും കത്താം. 3 ഒരുമിച്ച് കത്തിക്കണം എന്ന് പറഞ്ഞാൽ മൂന്നെണ്ണത്തിൻ്റെ ഡിജിറ്റൽ റൈറ്റ് എന്നുള്ളത് 3 അടിച്ച് എഴുതിയതിന് ശേഷം അടിയിൽ എല്ലാത്തിനും കൂടിയിട്ട് ഒരു ഡിജിറ്റൽ ഡിലേ കൊടുക്കാം. സെപ്പറേറ്റ് ഡിലേ കൊടുക്കാണ്ട് എല്ലാത്തിനും കൂടിയിട്ട് ഒരു ഡിലേ കൊടുക്കാണ്ട് 3 ഒരുമിച്ച് കത്തും. എന്നുവെച്ചാൽ ഡിജിറ്റൽ റൈറ്റ് LED 1 അങ്ങനെ കൊടുക്കാം. ഡിജിറ്റൽ റൈറ്റ് LED 2 ഔട്ട്പുട്ട് ഹൈ, അതേപോലെ തന്നെ ഡിജിറ്റൽ റൈറ്റ് LED 3 ഹൈ എന്ന് പറഞ്ഞിട്ട് ഡിലേ ഒരുമിച്ച് കൊണ്ട് കൊടുക്കുക. അപ്പോൾ 3 LED ഒരുമിച്ച് വർക്ക് ചെയ്യും. അപ്പോൾ നാളെ എല്ലാവരും ഇന്ന് വന്നവരെല്ലാവരും നാളെ അറ്റൻഡ് ചെയ്യണം. നാളെ കുറേ ആക്ടിവിറ്റിയും ഇതേപോലെ തന്നെ കുറേ എൻജോയ് ചെയ്യാൻ പറ്റുന്നത് തന്നെ പോലത്തെ ആക്ടിവിറ്റിയൊക്കെ നമ്മൾ ചെയ്യുന്നതാണ്. കുറേ വെറൈറ്റി ഉള്ള പ്രൊജക്ട്സ് കാണിച്ചു തരുന്നതാണ്. അപ്പോൾ താങ്ക് യു എല്ലാവർക്കും. ഓക്കെ, ഇന്നത്തെ നമ്മൾ സെഷന് കഴിഞ്ഞിരിക്കുകയാണ്. എന്തെങ്കിലും ഫീഡ്ബാക്ക് ഫോം ഫില്ല് ചെയ്യാൻ മറക്കരുത്, കാരണം നിങ്ങളുടെ അറ്റൻഡൻസ് അങ്ങനെയാണ് മാർക്ക് ചെയ്യുക. പിന്നെ എന്തെങ്കിലും ഉണ്ടാവും ഈ സെഷനെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഒന്നില്ലെങ്കിൽ ഗ്രൂപ്പിൽ ചോദിക്കുക, അല്ലെങ്കിൽ പേഴ്സണലായിട്ട് അഡ്മിൻസിന് മെസ്സേജ് അയച്ചാൽ പ്രശ്നമില്ല. ഓക്കെ, നാളെ നമ്മുടെ സെഷൻ ഉണ്ടാകും സെൻസേഴ്സിനെ കുറിച്ചായിരിക്കും. കുറച്ച് ഹാൻഡ്സ് ഓൺ സെഷനും നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ്. താങ്ക് യു.